അയൺ ഡോമിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? 5 ഭാഗങ്ങളൊന്നുണ്ട്. 1 ലാൻഡിംഗ് യൂണിറ്റ്, 2 AI പോലെ ക്യാമറ, 3 BMC മാനേജ്മെൻറ്റൽ കമ്പോണൻറ്റ് സിസ്റ്റം, 4 അതിൻ്റെ ബാറ്ററി, അത് കഴിഞ്ഞ് ബേസ് ബോർഡ് വിത്ത് ലാൻഡിങ്. ഇത് ബാലരമയും ഡിങ്കനും കുട്ടൂസനും അല്ല മക്കളെ. അതിന് വേണ്ടിയ കഴിഞ്ഞ 2 വർഷമായി ഒരടി നടക്കുന്നത്. ഇതിൻ്റെ പിൻപിലൊക്കെ ഭയങ്കര അജണ്ടയുണ്ട്. സ്തോത്രം. ഇത് അവസാനം ചെല്ലാൻ പോകുന്നത് ഇസ്രായേൽ പർവ്വത നിരകളിലേക്ക് പക്ഷി ചുറ്റിക്കറന്ന് കാക്കുന്നത് പോലെ സൈന്യങ്ങളുടെ യഹോവ യെരൂശലേമിനെ കാത്തുകൊള്ളും. നിങ്ങൾ ഈ വചനമെടുത്ത് നിങ്ങൾ പോയാലും നിങ്ങളുടെ തലമുറകളെ മാനിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. എത്ര പേർക്ക് കരമടിച്ച് ആരാധിക്കുവാൻ കഴിയും? താങ്ക് യു പാസ്റ്റർ. ദൈവത്തിൻ്റെ പൊന്നുതിരുനാമം നല്ല സന്ധ്യാവേളയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആദരണീയരായ ദൈവത്തിൻ്റെ ഭക്തന്മാർ, നല്ല ഗാനങ്ങൾ പാടി കർത്താവിൽ നമ്മെ സന്തോഷിപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കൊയർ ടീം, ശബ്ദസീമയ്ക്കുള്ളിൽ ഞങ്ങളെ ശ്രമിക്കുന്ന സഹൃദയരും സ്നേഹിതരും നല്ലവരുമായ ചെന്നിയോട് ദേശനിവാസികൾ, രാവും പകലും കർത്താവിൻ്റെ വേലയിൽ അഹോരാത്രം അധ്വാനിക്കുന്ന വിലപ്പെട്ട ദൈവകുഞ്ഞുങ്ങൾ, ഈ രാത്രി ഈ ഗ്രൗണ്ടിലായിരിക്കുന്ന മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, സഹോദരി സഹോദരന്മാർ, എല്ലാ പ്രിയ മക്കൾക്കും ഒരു സന്ധ്യയെങ്കിൽ കൂടി ലോകൈക രക്ഷകനും മാനവകുലത്തിൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള നിസ്തുല്യ വന്ദനത്തെ ഈ സന്ധ്യയെങ്കിൽ ഞാൻ പ്രകാശിപ്പിക്കുന്നു. നിർമ്മലമായ തിരുവെഴുത്തും യേശു ക്രിസ്തുവിലുള്ള സാക്ഷ്യവും നിമിത്തം ഒരു സന്ധ്യയെങ്കിൽ കൂടി പുതുവർഷത്തിൽ എളിയവന് നിങ്ങളോടൊപ്പം വചനവുമായി നിൽപ്പാൻ കൃപാലുവായ ദൈവം ഒരവസരം കൂടി തന്നതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ത്യൻ പെന്തക്കോസ്തൽ അസംബ്ലി ചെന്നിയോട് ദൈവസഭ നടത്തുന്ന ഇന്ന് മുതൽ തുടങ്ങുന്ന 3 ദിന കൺവെൻഷനിലും വചനപ്രഘോഷണത്തിന് എന്നെ ക്ഷണിച്ച കർത്താവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ രാജൻ പാസ്റ്റർ കുടുംബം, അദ്ദേഹത്തിൻ്റെ ദൈവസഭ, പ്രിയ കുഞ്ഞുങ്ങൾ എല്ലാവരോടുമുള്ള അകമഴിഞ്ഞ നന്ദി ഈ രാത്രി രേഖപ്പെടുത്തുന്നു. ദൈവം എല്ലാ മക്കളെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ഏകദേശം 1 വർഷത്തോളം പിറകിൽ കർത്താവിൻ്റെ ദാസൻ ഇവിടുത്തെ കൺവെൻഷൻ്റെ കാര്യം പറയുകയും ഇങ്ങനെ 3 ദിവസം ഡേറ്റ് വേണോ എന്ന് പറയുകയും ചെയ്തു. കൃപയാൽ കൊടുക്കുവാനും തക്ക സമയത്ത് എത്തുവാനും ഇടയായി. ഇവിടെ ഞാനായിരിക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഏറെ കൊല്ലങ്ങൾ ഈ ചർച്ചിനകത്തും ഇവിടെയും താഴെ ഗ്രൗണ്ടിലും ഒക്കെ ഞാൻ വചനം പ്രസംഗിച്ചതാണ്. ഈ രാജൻ പാസ്റ്റർ വിളിച്ചിട്ട് കുഞ്ഞുങ്ങളൊക്കെ അന്ന് ചെറിയ കുഞ്ഞുങ്ങളായിരുന്നു. കൃപയാൽ അവർക്കൊക്കെ ദൈവം കുടുംബവും ഭാവിയൊക്കെ കൊടുത്തു. കൃപയാൽ ദൈവത്തെ വാഴ്ത്തുന്നു. ഈ സഭയിലെ എല്ലാ അംഗങ്ങളെയും സഹോദരതുല്യം ഞാൻ സ്നേഹിക്കുകയും ചെയ്ത ഈ പരിസരത്ത് എവിടെ യോഗമുണ്ടെങ്കിലും കർത്തൃദാസൻ സംഘടന പോലും നോക്കാതെ നെയ്യാറ്റിൻകര തൊട്ടിങ്ങോട്ടുള്ള യോഗങ്ങളിലെല്ലാം വന്ന് സഹകരിക്കുന്ന പ്രിയപ്പെട്ട രാജൻ പാസ്റ്റർ ഓർക്കുന്നു. സഹോദരതുല്യം കർത്തൃവേലയെ സ്നേഹിക്കുന്ന ദൈവദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. യോഗം ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന നെയ്യാറ്റിൻകര പാലക്കാട് വൈപ്പിയിലെ ഞാനവിടെ പ്രസംഗിച്ചുകൊണ്ടിരുന്ന കർത്താവിൻ്റെ ദാസനായ സ്തോത്രം ദൈവം അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും ഞങ്ങൾക്കൊക്കെ അനവധി സ്ഥലങ്ങളിൽ നല്ല കൂട്ടായ്മ തന്നതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. പ്രിയ വട്ടവിള സുനിൽ പാസ്റ്റർ ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്ന ആ ഭാഗത്തെല്ലാം ചെങ്കലും വട്ടവിളയുമെല്ലാം ആദ്യമായി ആ ഭാഗത്ത് തന്നെ കൊണ്ടുവന്ന പ്രിയ സുനിൽ പാസ്റ്റർ അതിനുശേഷം അങ്ങോട്ട് എല്ലാ സ്ഥലങ്ങളിലും പ്രഭാഷണം നടത്തുവാനും സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. വളരെ സ്നേഹിക്കുന്ന ദൈവദാസന കഴിഞ്ഞ ദിവസങ്ങളിലും അവർ IPയുടെ കൺവെൻഷന് 1 ദിവസം പ്രസംഗിപ്പാനിടയായി. ഇന്ത്യൻ പെന്തക്കോസ്തൽ അസംബ്ലിയുടെ ഇവിടെ നേതൃത്വ നിരയിൽ ആരുമില്ലെങ്കിലും അവരെല്ലാം ഞാൻ കർത്താവിൽ ബഹുമാനിക്കുകയും DC ശാമുൽ പാസ്റ്റർ പിതൃതുല്യം ഞങ്ങൾ സ്നേഹിക്കുകയും ചെയ്യുന്നതാ പ്രിയപ്പെട്ടവർ. അവരെല്ലാം ഓർക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ദൈവസഭയുടെ ഒരു പ്രത്യേകതയുണ്ട്. അവരേറ്റവും കൂടുതൽ ഇന്ത്യൻ പെന്തക്കോസ്തൽ അസംബ്ലിയുടെ ഒരു പ്രത്യേകത സത്യവചനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ദൈവസഭ. അതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അവരുടെ ഏത് കൺവെൻഷനോ മറ്റു യോഗങ്ങളിലോ ഒരിക്കൽ പോലും വചനമില്ലാത്തത്, ഉപദേശമില്ലാത്ത ഒരു കുഞ്ഞുങ്ങളെ പോലും അവർ വിളിക്കത്തില്ല. വളരെ പത്യോപദേശത്തിൽ ആ സഭ പോകുന്നു. അതിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലൊക്കെ ഒത്തിരി ദൈവകുഞ്ഞുങ്ങളായിരിക്കുന്നു. അവരെല്ലാം ദൈവം കാക്കട്ടെ. മീഡിയ ഓൺലൈനിൽ അജി ബ്രദറായിരിക്കുന്നു. ശബ്ദ സംവിധാനം കൈകാര്യം ചെയ്യുന്ന പ്രിയ കർത്താവിൽ പ്രിയദാസൻ കഴിഞ്ഞ ദിവസങ്ങളിലും സിയോൻ സംഘത്തിൻ്റെ ബാങ്കുളം കൺവെൻഷനിലും പ്രിയ കർത്തവൃത്തിനുണ്ടായിരുന്നു. വളരെ വർഷങ്ങളായി ആ മോനും ദൈവസന്ധിയിൽ പരിചയമുള്ള എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇവിടെ പാട്ട് പാടുന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങൾ, അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാത്രി 10 വാക്യങ്ങളായിരിക്കും ദൈവസന്ധിയിൽ വായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും കണ്ടല കാട്ടുവിളയിൽ ഞാൻ വന്നപ്പോൾ പറഞ്ഞ അവിടെ പ്രസംഗിച്ചാൽ ഇവിടെ 3 ദിവസം ഇന്ന് മത്തായി സുവിശേഷവും നാളെ സെക്കരിയ പ്രവചനവും അടുത്ത ദിവസം ആമോസിൻ്റെ പ്രവചനവും ആയിരിക്കും പ്രസംഗിക്കുന്നത്. 4 യുദ്ധങ്ങൾ
ഇപ്പോൾ അണിയറയിൽ നടക്കുന്നു. അതിനെ ആസ്പദമാക്കി 1 റഷ്യ ഉക്രൈൻ, 2 ഇസ്രയേൽ ഗാസ, 3 ഇസ്രയേൽ സിറിയ, 4 ഇസ്രയേൽ ലബനോൻ, ഇനി വരാൻ പോകുന്നു ഇസ്രയേൽ തുർക്കി, ഇസ്രയേൽ അത് കഴിഞ്ഞിട്ട് ഇസ്രയേൽ തുർക്കി കഴിയുന്നു, അത് കഴിഞ്ഞ് ഇസ്രയേൽ ഇറാൻ. ഇത്രയും യുദ്ധങ്ങളായിരിക്കും പ്രവചന ഭാഗമായിട്ട് ഇവിടെ പ്രതിപാദിക്കുന്നത്. കർത്തൃദാസൻ നോട്ട് ചെയ്തിട്ടുണ്ട് കർത്താവിൻ്റെ വരവും അന്ത്യകാല സംഭവങ്ങളും. അതുകൊണ്ട് വളരെ ക്ലിപ്തതയോടെ തയ്യാറാക്കിയ പ്രഭാഷണമായിരിക്കും ഈ ദിവസങ്ങളിൽ നാം ഒരുമിച്ച് കേൾക്കുന്നത്. ബൈബിളും അന്ത്യകാല പ്രവചനങ്ങളും ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ. ഞങ്ങളുടെ പ്രഭാഷണങ്ങൾ ഒരു മതത്തിനോ ഒരു സംഘടനയ്ക്കോ ഒരു വ്യക്തികൾക്കോ ഒന്നും എതിരല്ല. സുവിശേഷ ഘോഷണത്തിൻ്റെ പ്രത്യേകത 1, ചെന്നൈയോടുള്ള എല്ലാ കുഞ്ഞുങ്ങളും കർത്താവായി യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 2, കാകളത്തിങ്കൽ അവർ നിത്യതയിലെടുക്കണം. 3, ദേശം അനുഗ്രഹിക്കപ്പെടണം. 4, കുടുംബങ്ങളിൽ സമാധാനമുണ്ടാകണം. അതിനുവേണ്ടി ദൈവസഭയെ ഏൽപ്പിച്ച ദൗത്യമാ സുവിശേഷ മഹായോഗം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പറയുന്നത്, ദേശമേ ദേശമേ യഹോവയുടെ വചനത്തെ കേൾക്കാം. വളരെ ക്ലിപ്തതയോടെ ആമുഖങ്ങളില്ലാതെ കൃത്യസമയത്ത് മൈക്ക് തന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് വളരെ നേരത്തെ അവസാനിക്കും. 5 വാക്യം കഴിയുമ്പോൾ ഇടയ്ക്ക് നിർത്തുമ്പോൾ നമ്മുടെ മക്കൾ ഒരു പാട്ട് പാടുമ്പോൾ കാണിക്കെടുക്കും. അതിനുശേഷം അവസാനം 4 വാക്യം കൂടെ വായിച്ച് രാത്രി ഒരു വാക്ക് പാടി ആരാധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യോഗം പരിസമാപ്തിയിലേക്ക് കടക്കും. പ്രത്യേകിച്ച് ദൈവദാസനെ ഓർക്കുന്നു. ഒരു കാര്യം എന്തായാലും പറഞ്ഞു. കർത്താവിൻ്റെ ദാസൻ സജു ചാത്തൻ കഴിഞ്ഞ ദിവസം ഞാൻ എവിടെയോ പോയപ്പോൾ സുനിൽ പാസ്റ്ററെ ഒരു പുള്ളിക്കാരൻ്റെ മൈക്ക് കിട്ടി. ഞാൻ പോലും ഞെട്ടിപ്പോയി. സ്തോത്രം. ലോകപ്രസിദ്ധൻ, അഖില ലോകപ്രസിദ്ധൻ, മലങ്കരയുടെ ശബ്ദം, ഇങ്ങനൊക്കെ പറഞ്ഞ് പാസ്റ്റർമാരെ റോക്കറ്റ് പോലെ പൊക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നത് 1, ദൈവത്തിൻ്റെ കൃപ, 2, നിങ്ങളെപ്പോലുള്ള ഒരു എളിയവരുടെ പ്രാർത്ഥന. ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, ഇനി ഞാൻ വരണമെങ്കിൽ നിങ്ങളുടെ സംസാരം നിർത്തിക്കോണമെന്ന് പറയും. സ്വോത്രം. മൈക്കെടുത്തിട്ട് പ്രസംഗിക്കുന്ന ഉപദേശിയെ റോക്കറ്റ് പോലെ പൊക്കും. സ്വോത്രം. അതൊന്നുമില്ല. ഇത് ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യമാണ്. അതുകൊണ്ട് കർത്തൃദാസൻ ആ വാക്ക് പറഞ്ഞതിൽ സന്തോഷമുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഏവർക്കും ഈ പ്രഭാഷണം ശ്രദ്ധിക്കാം. എല്ലാ മക്കളെയും ഞങ്ങളുടെ സുവിശേഷ പ്രഭാഷണത്തിലേക്ക് ഈ രാത്രി സ്വാഗതം ചെയ്യുന്നു. 2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മത്തായി സുവിശേഷത്തിലേക്ക്. സുന്ദരമായ ലോകം 7 വൻകര, ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക, 262 ലോകത്തിലെ രാഷ്ട്രങ്ങൾ, ഏറ്റവും നിർണായകമായി 6500 ഭാഷ സംസാരിക്കുന്ന ലോക മനുഷ്യൻ, 850 കോടിയിലേക്ക് ലോക ജനസംഖ്യ. നാളെ ഇവിടെ എന്ത് ഭവിക്കുമെന്ന് ആർക്കും പ്രതിപാദിക്കാൻ വയ്യ. ചൈനയെ കടത്തി വെട്ടിക്കൊണ്ട് 145 കോടി കഴിഞ്ഞ് 150ലേക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ജനസാന്ദ്രതയുള്ള പട്ടണമായി ഇന്ത്യ മാറിക്കഴിഞ്ഞു. 2019 ഒക്ടോബർ മാസം ചൈനയിലെ വുഹാനിൽ നിന്നിറങ്ങിയ 1 ഗ്രാം വൈറസ്, 15 രൂപയുടെ സോപ്പ് കൊണ്ട് കുമ്പള കൊണ്ട് കഴുകിക്കളയുന്ന വൈറസ് ലോകത്തിൻ്റെ താളഗതികളെ മാറ്റി. അതിനാസ്പദമായ നിങ്ങളേവരും കണ്ടു. ഏകദേശം 3 വർഷത്തിന് പിറകിൽ കർത്താവിൻ്റെ ദാസൻ സൂചിപ്പിച്ചതുപോലെ സകല സ്ഥലത്തും 1 ഗ്രാം വൈറസ് ആയിരുന്നു. നോട്ടിനകത്ത് വൈറസ്, പാൽ പാക്കറ്റിനകത്ത് വൈറസ്, കമ്പ്യൂട്ടറിനകത്ത് വൈറസ്, വണ്ടിയുടെ കമ്പിയെ പിടിച്ചാൽ വൈറസ്, സ്കൂട്ടറിൻ്റെ ഹാൻഡിലെ പിടിച്ചാൽ, മനുഷ്യകുലം ഇടുന്ന വസ്ത്രങ്ങളെപ്പോലും പിടിക്കുമ്പോൾ അതുപോലും പേടിച്ചുകൊണ്ട് കരങ്ങളിൽ പിടിച്ചൊരു കാലം. ഇന്ന് രാത്രി IPയുടെ 24ാമത് കൺവെൻഷനിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ പറയണം, അവിടെ എല്ലാം വൈറസ് കടന്നപ്പോഴും ഈ രാത്രി വൈറസ് കടക്കാത്ത ഒന്ന് നമ്മുടെ കരങ്ങളിലുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ഇതുമായി നമ്മൾ കടന്നു വന്ന. അതിൻ്റെ പേരാ സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായി നിൽക്കുന്ന ദൈവത്തിൻ്റെ വചനം. കോവിഡ് സാധാരണ സംഭവമല്ല. കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ. ഓരോ 100 വർഷം ഒരു മഹാവ്യാധി വരും. നാട്ടുകാരും കേൾക്കട്ടെ. 1800 മനുഷ്യകുലത്തെ മുച്ചൂടും മുടിച്ചുകൊണ്ട് ഇവിടെ ഒരു മഹാവ്യാധി വന്നു. അതിൻ്റെ പേരാ പ്ലേഗ്. ആയിരങ്ങളെ മരണത്തിൻ്റെ കയത്തിലേക്ക് വലിച്ചെറിഞ്ഞ മഹാവ്യാധി. രണ്ടാമതായി വീണ്ടും ഒരു സംഭവം നടന്നു. ഏറ്റവും നിർണായകമായി ഒരു സംഭവം നടന്നത് ഏതാണെന്നറിയാമോ? 1917 അന്നൊരു സംഭവം നടന്നു. അന്ന് 3 കാര്യങ്ങൾ കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ. ഒന്നാമത്തെ സംഭവമായി ഒരു മഹാവ്യാധി വന്നു, സ്പാനിഷ് ഫ്ലൂ. രണ്ടാമത്തെ സംഭവമായി റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം വരുന്നത് 1917 നവംബർ 11 രാത്രി 11 കാറൽ മാർക്സാണ് മാർക്സിസത്തിൻ്റെ തത്വചിന്തകൻ. അദ്ദേഹം ഒരു യഹൂദനായിരുന്നു. ഫ്രെഡറിക് ഏംഗൽസും കരങ്ങളിൽ കൊടുത്ത മുദ്രാവാക്യമായിട്ട് മോസ്കോയുടെ തെരുവീതിയിൽ ആയിരങ്ങൾ വിളിച്ചു, സർവ്വലോക തൊഴിലാളികളെ സംഘടിക്കുവാൻ. സംഘടിച്ച് ശക്തരാകുവേ. അന്ന് ആ കമ്മ്യൂണിസ്റ്റ് ഭരണ സാർ ചക്രവർത്തിമാരെ വെട്ടിമാറ്റി. മൂന്നാമതായി ഇസ്രയേൽ മടങ്ങി വരുന്നത്. അതായിരിക്കും ഈ രാത്രി തൊട്ട്
ചിന്ത അത്തിച്ചെടി കുഴിച്ചു വെക്കുന്നു. പീലാത്തോസിൻ്റെ അരമനയിൽ യഹൂദ പരീക്ഷകൾ നിലവിളിച്ച് പറഞ്ഞ് അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്നു ഭവിക്കട്ടെ. കൊച്ചി മട്ടാഞ്ചേരി മുതൽ ആഫ്രിക്കയിലെ നൈജീരിയ വരെ ചിതറിയ യഹൂദൻ ആദ്യമായി മടങ്ങി വരുന്ന 917 നവംബർ 11 രാത്രി 11 കർത്താവിൻ്റെ വരവിൻ്റെ 3 ചാലുകൾ. 1 ഒരു മഹാവ്യാധി, 2 റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം, 3 യഹൂദൻ മടങ്ങി വരുന്നു. 102 വർഷം മുൻപോട്ട് പോയി. 2019 ചൈനയിൽ നിന്ന് വൈറസ് ഇറങ്ങിയതാ ഇന്ന് ലോകത്തിലെ ഏറ്റവും നിർണായക സംഭവം. ഇത് അവസാനിച്ചിട്ടൊന്നുമില്ല. യേശു പറഞ്ഞു ഒലിവുമല പ്രഭാഷണമായി ഇത് തന്നെ. മത്തായി 24:21 ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ ഒരു വലിയ കഷ്ടം അന്നാളിലുണ്ടാകും. ഇൻ ദ ബിഗിനിങ് ഓഫ് ദ വേൾഡ് സച്ച് എ പാനിക് ഓർ പാൻഡമിക് സിറ്റുവേഷൻ നോട്ട് എറ്റ് ഇൻ എ റൈസ്. മനുഷ്യൻ കണ്ണിന് മുൻപിൽ കാണാത്ത ദ ഹ്യൂമൻ കിങ്ഡം അപ്പിയർ എ സ്മോൾ വൈറസ്. ഒരു വൈറസ് കൊണ്ട് ലോകരാജ്യങ്ങൾ ഞെട്ടുമെന്ന് യേശു പറഞ്ഞ പ്രവചനത്തിൻ്റെ നിവർത്തിയാണ്. അത് തുടങ്ങിയത് നോവൽ കൊറോണയല്ല, നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും അവസാനിച്ചത് ഒമിക്രോണാണ്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വഴിയാത്രയിൽ ഇവർ 2 പേരായി പിരിഞ്ഞു. ഒമിക്രോൺ ഒരു ഭാഗം ഗൾഫിലും അമേരിക്കയിലും കയറി. അവൻ്റെ പേര് JN2. പാകിസ്ഥാനിലും ഇന്ത്യയിലും ചൈനയിലും അവൻ്റെ ഒരു അനിയൻ വന്നു JN1. 2 പേരും അടിച്ചുകൊണ്ടിരിക്കുക. സ്വോത്രം പിഴങ്ങും തീരത്തില്ല മക്കളെ, ഭാരപ്പെടേണ്ട. ICMRൻ്റെ റിപ്പോർട്ട് പ്രകാരം 1000 കേസുകൾ കേരളത്തിൽ, ഇന്ത്യയിൽ കൊച്ചു കേരളത്തിൽ 229. ഒരു ദിവസം 2 പേരോളം കേരളത്തിൽ കോവിഡ് ബാധിച്ചപ്പോഴും മരിക്കുന്നുണ്ട്. ചില പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ചിലത് റിപ്പോർട്ട് ചെയ്യുന്നില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കോവിഡ് ഒരു സാധാരണ സംഭവമല്ല. അതിൻ്റെ പിൻപിൽ നമ്മുടെ വിശുദ്ധ കരങ്ങളിലിരിക്കുന്ന ബൈബിളിൽ 30ഓളം പ്രവചന സൂക്തങ്ങൾ നിവൃത്തിയാകുന്നു. ആസ്പദമായി ഒരു ട്രെയിൻ യാത്ര ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ്, ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പ് നിരവധി മുന്നറിയിപ്പുകൾ പോലെ കർത്താവിൻ്റെ വരവിൻ്റെ ചാലുകൾ. 2 കാര്യം തൊട്ടുവെച്ച് ഈ രാത്രി തിരുവചനത്തിലേക്ക്. ഒന്നാമതായി കോവിഡ് ഇവിടെ അസ്തമിച്ചു കഴിഞ്ഞോ, കേസുകളൊക്കെ കുറഞ്ഞ് നിങ്ങൾ കണ്ടു. ഇന്ന് റോഡിൽ നോക്കിയാൽ നിരത്തിനകത്ത് വാഹനങ്ങളുടെ പ്രകമ്പനമായി. നെയ്യാറ്റിങ്കര കളിക്കാവുള്ള റോഡൊക്കെ പണ്ട് രാത്രി 2 ബസ്സും ഒരു തമിഴിനും ഒരു മലയാളിയും 4 ബൈക്കും ഒരു കാറും. സ്വോത്രം നെയ്യാറ്റിങ്കര സിഗ്നലോ ബാലരാമപുരത്ത് വെയിറ്റിംഗ് ഷെഡിലോ നിന്ന് മിനിറ്റ് കൊണ്ട് പടമെടുത്താൽ പോലും തീരത്തില്ല. മനുഷ്യൻ ഇങ്ങനെ റോഡ് ഒഴുകിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ സ്റ്റോപ്പ് കുറഞ്ഞ 5 സ്റ്റോപ്പുകൾ കൊണ്ട് കാസർഗോഡ് വരെ എത്തുന്ന മിന്നൽ ബസ്സുകൾ. ട്രെയിൻ പാളത്തിലേക്ക് നോക്കിയാൽ പണ്ട് തിരുവനന്തപുരത്ത് ഒരു ട്രെയിൻ പോയി കഴിയുമ്പോൾ ചില മിനിറ്റുകൾ, അരമണിക്കൂർ കഴിഞ്ഞ് അടുത്തൊരു ട്രെയിൻ. ആ സമയത്ത് ഒരു പെൺകുട്ടി വന്ന് പാളത്തിൽ നല്ല വെള്ളം ഒഴിക്കും തണുക്കാനായിട്ട്. ഒരു ചെറുപ്പക്കാരൻ ചുറ്റുകൊല്ലുണ്ട്, അതിൻ്റെ കപ്ലിംഗ് ഇട്ട് ടക്ക് ടക്കെന്ന് അടിച്ചിട്ട് അടുത്ത ട്രെയിൻ വരുന്നത്. ഇന്നൊരുത്തം പോകാൻ നോക്കിയിരിക്കുക, അടുത്തവൻ കയറാനായിട്ട്. കുഞ്ഞുങ്ങൾ പാടുന്നത് പോലെ കൂകു കൂകു തീവണ്ടി, കൂകിപ്പായും തീവണ്ടി, മിനിറ്റ് കൊണ്ട് പാഞ്ഞുകൊണ്ടിരിക്കുക. ഒരു കാലത്ത് ചാക്ക പഴയ ശംഖുമുഖം എയർപോർട്ടിൽ രാത്രി 6 വിമാനം മാത്രമായിരുന്നു. ഇന്ന് രാത്രി ചാക്ക പുതിയ എയർപോർട്ടിൽ ഒരു രാത്രി 11 മുതൽ 6 വരെ 32 വിമാനങ്ങൾ ഈ ചാക്ക അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന. മനുഷ്യൻ എങ്ങോട്ട് പോകുന്നെന്ന് ആർക്കും പ്രതിപാദിക്കാൻ വയ്യ. അമേരിക്കയിൽ ഏറ്റവും ഭയങ്കര എയർപോർട്ട് അറ്റ്ലാന്റിലെ ജാക്സൺ അന്താരാഷ്ട്ര വിമാനത്താവളം. 12 റൺവേ, 2 മിനിറ്റിൽ ഒരു വിമാനം. 2000 വിമാനം ഒറ്റ എയർപോർട്ടിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് കയറിപ്പോകുന്നു. ഇവിടത്തേക്ക് പോകുന്നറിയത്തില്ല. ഇന്നത്തെ ഉലകം എവിടെ എത്തി? വിശുദ്ധ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, ഇതൊരന്ത്യകാലം. വന്ദേ ഭാരത്, തുരന്തോ എക്സ്പ്രസ്, ബുള്ളറ്റ് ട്രെയിൻ, വിമാനങ്ങളെല്ലാം ആകാശത്തിൻ്റെ നിരകളിൽ. നഹൂം പ്രവചനം 2:4. രഥങ്ങൾ തെരുക്കളിൽ ചടിചടെ ചാടുന്നു, വീതികളിൽ അങ്ങുമിങ്ങും ഓടുന്നു, തീപ്പന്തങ്ങളെപ്പോലെ അത് കുതിക്കുന്നു, മിന്നൽ പോലെ പായുന്നു. അന്ത്യകാലം. ട്രാഫിക്കും ആകാശത്തിനകത്ത്, അതുപോലെ ട്രെയിൻ പാളത്തിനകത്തും അനവധി ട്രെയിനുകളും വിമാനത്തിൻ്റെ ഗംഭീര മുഴക്കങ്ങളും. ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇന്ന് രാത്രി മത്തായി സുവിശേഷത്തിലേക്ക്. രണ്ടാമത്തെ കാര്യം 2023. അത് കഴിഞ്ഞ ദിവസം തൊട്ടടുത്ത് ഞാൻ കാട്ടുവിള പ്രസംഗിച്ചതുകൊണ്ട് അവിടെ പ്രസംഗിക്കാത്തത്. 2021 നിങ്ങൾ കാണണം. 4 സുന്ദരമായ കണ്ടുപിടുത്തങ്ങളിലേക്ക് ഇന്ത്യ. 3.25 ലക്ഷം കിലോമീറ്ററിലേക്ക് ചന്ദ്രയാൻ ഏറ്റവും നിർണായകമായി ഒരു ഉപഗ്രഹത്തെ ആകാശത്തിലേക്ക് വിട്ടു. ആ റോക്കറ്റ് ആകാശത്തേക്ക് കയറിപ്പോയി. 36 ഉപഗ്രഹം ഒരു റോക്കറ്റ്. അതിനകത്തൊരു ക്യാമറ ഉണ്ടായിരുന്നു, വിക്രം ലാൻഡർ. അത് ഇന്ന് രാത്രിയും ചന്ദ്രനിൽ നിന്ന് പടമെടുത്ത് ISROയ്ക്ക് അയച്ചു കൊടുത്തിരിക്കുന്നു. രണ്ടാമത്തെ സംഭവമായി ശ്രദ്ധയോടെ 15 കോടി കിലോമീറ്റർ കത്തിപ്പഴുക്കുന്ന സൂര്യൻ, അതിനെ പഠിക്കുവാനായിട്ട് പുതിയ പരിപാടി ഇന്ത്യ കൊണ്ടുവന്ന് ഗഗൻയാൻ. അതിനാസ്പദമായി ഒരു ഉപഗ്രഹത്തെ വിട്ടുകഴിഞ്ഞു. അതിൻ്റെ പേര് ആദിത്യ. കളിയിക്കാവിള നാഗർകോവിൽ പോകുന്ന കന്യാകുമാരി വണ്ടി മാർത്താണ്ഡത്തിട്ട് ചായ കുടിക്കുന്നത് പോലെ ഇവൻ വഴിക്കിറങ്ങി ഇപ്പോൾ പടം അയച്ചുകൊണ്ടിരിക്കുക. 15 ലക്ഷം കിലോമീറ്റർ. കഴിഞ്ഞ ദിവസവും പത്രത്തിലുണ്ട്, സൂര്യൻ്റെ പടം ആദിത്യ അയക്കുന്നു. മൂന്നാമത്തെ സംഭവമായി ഇവിടുത്തെ മാറനല്ലൂർ പോങ്ങമോട് ക്രൈസ്റ്റ് സ്കൂളിലെ ടീച്ചേഴ്സിനോട് ചോദിക്കണം, ഫിസിക്സ്, കെമിസ്ട്രി, ജോഗ്രഫി ടീച്ചേഴ്സ്. അവരുടെ മൊബൈലിലൊരു ചിത്രം വന്നു കഴിഞ്ഞു. അവൻ്റെ പേര് മാർസ് 1. 5.25 കോടി കിലോമീറ്റർ കത്തുന്ന ചൊവ്വയിലേക്ക് മനുഷ്യൻ യാത്രയാകാൻ പോകുന്നു. പാലക്കാടുകാരിൽ ഏകാശ്രദ്ധ. തിരുവനന്തപുരം സ്വദേശി രാകേഷും ചൊവ്വായിൽ പോകാൻ ഉടുപ്പ് തയ്പ്പിച്ച് റഷ്യയിലെ ബൈക്കന്നൂർ
നിലയത്തിനകത്ത് ചാടിക്കൊണ്ടിരിക്കുന്നു. ചൊവ്വയിൽ എങ്ങനെ ചാടാൻ പറ്റുമെന്ന് സ്വോത്രം. നാലാമത്തെ കാര്യം, കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഡിസംബർ മാസത്തിൽ ISRO ബാംഗ്ലൂരിൽ എല്ലാ ശാസ്ത്രജ്ഞന്മാരെയും വിളിച്ചിട്ടൊരു കാര്യം പറഞ്ഞു. ശൂന്യാകാശത്തിൽ നമുക്കൊരു ബേസ് സ്റ്റേഷൻ വേണം. കാട്ടാക്കട സ്റ്റാൻഡിൽ തട്ടുകട തുടങ്ങുന്നത് പോലെ ശൂന്യാകാശത്തിൽ ഇന്ത്യ ഒരു ബേസ് സ്റ്റേഷൻ ആരംഭിക്കാൻ പോകുന്നു. എത്ര ക്ലിയർ? നമ്പർ 1 ചന്ദ്രൻ, നമ്പർ 2 സൂര്യൻ, നമ്പർ 3 ചൊവ്വ, നമ്പർ 4 സ്പേസ്. ബൈബിളിനകത്തുണ്ടോ? യേശുക്രിസ്തുവിൻ്റെ ഉലുമല പ്രഭാഷണത്തിൻ്റെ ഒരു ചാല ലൂക്കോസ് 21:25. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും മഹാലക്ഷ്യങ്ങളുണ്ടാകും. കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കം നിമിത്തം ഭൂസീമവാസികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമമുണ്ടാകും. ഇന്ന് രാത്രി, ഒരു രാത്രി കൂടി ദൈവത്തിൻ്റെ ദാസനാകുന്ന ഞാൻ വചനം നിങ്ങളുടെ കരങ്ങളിൽ വെച്ചുകൊണ്ട്, കാലം അതിൻ്റെ അന്ത്യത്തിൽ, യുഗം അതിൻ്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിൻ്റെ കടശീ ദിനങ്ങളിലേക്ക് ഒരു ഘടികാരത്തിലെ സൂചി ചലിക്കുന്നത് പോലെ അന്ത്യകാല സംഭവങ്ങൾ കണ്ണിന് മുൻപിൽ കാണുമ്പോൾ അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ മണ്ണാകുന്ന മായ വിട്ട് അനന്തനിത്യയുടെ കവാടങ്ങൾ തുറക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രതിഫലവുമായി എൻ്റെ നാഥൻ മധ്യാകാശത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ലോക സംഭവങ്ങളും ബൈബിളും കോവിഡാനന്തര ലോകവും കാണുമ്പോൾ ഈ രാത്രി IPA ഗ്രൗണ്ടിൽ പറയും, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുകയും കാത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. ചെന്നിയുടെ ദൈവമക്കളെ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. വായിക്കാം മത്തായി സുവിശേഷം 24:6-7 വാക്യങ്ങൾ. എല്ലാവരും ബൈബിൾ തുറന്നാട്ട്. മത്തായി സുവിശേഷം 24:6-7 വാക്യങ്ങൾ വായിച്ചിട്ട് മക്കളെ. മത്തായി 24:6-7. നിങ്ങൾ യുദ്ധങ്ങളെയും, ചെന്നിയോടെ ദൈവമക്കൾ ശ്രദ്ധയോടെ, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. ചഞ്ചലപ്പെടാതിരിപ്പാൻ. മാറനല്ലൂരെ പോങ്ങുമൂട്ടിലെ വസ്തുവും വീടും ഒന്നും വിറ്റ് സ്ഥലം വിടരുത്. ഇതെല്ലാം കേട്ടോണ്ട് വിടിരുന്നോണം. കേട്ടോ? ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. അടുത്ത സംഭവിക്കേണ്ടത് തന്നെ. ഇതെല്ലാം ഈ കോവിഡാനന്തര ലോകത്തിൽ സംഭവിക്കേണ്ടത് തന്നെ. അടുത്ത വാക്ക്, എന്നാൽ അത് അവസാനമല്ല. ഇതൊരു ലാസ്റ്റ് അല്ല, നോട്ട് അറ്റൻഡ്. ഇത് ഗർഭിണിക്ക് പ്രസവ വേദന വരുന്നത് പോലെയുള്ള കാലമായത്. അടുത്തത്, ജാതി ജാതിയോട്. അതാ ഇന്ന് രാത്രി നമ്മുടെ ഇന്ത്യയിൽ മണിപ്പൂർ പ്രധാനമന്ത്രി ഇടപെട്ടു, ആഭ്യന്തരമന്ത്രി ഇടപെട്ടു. ഒരക്ഷയില്ല. കുക്കി, മെയ്തൈ, നാഗ, ചുരാചന്ദ്പൂർ, ബിഷൻപൂർ, ഇംബാൽ താഴ്വര കത്തിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് അവിടെ ജാതി നടക്കുന്നത് എന്താവുമെന്ന് അറിയത്തില്ല. ജാതിയോടും. അത് കഴിഞ്ഞിട്ട് മണിപ്പൂരിൽ കഴിഞ്ഞ് ആസമിലേക്കും അത് പടരുന്നൊന്നല്ല ഇന്ത്യയിലെ വാർത്തകൾ. ജാതിയോടും. അടുത്തത്, രാജ്യം രാജ്യത്തോടും എതിർക്കും. കോവിഡാനന്തര ലോകം രാജ്യം രാജ്യത്തോട്. അതായിരിക്കും ഈ രാത്രിയിലെ പ്രഭാഷണം. രാജ്യം രാജ്യത്തോടും എതിർക്കും. അടുത്ത വാക്ക്, ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. ക്ഷാമവും ഭൂകമ്പവും 2024 വരവേൽക്കാൻ പോകുന്ന ക്ഷാമവും ഭൂകമ്പവും. ഇതെല്ലാം വായിച്ചിട്ട് മക്കളെ അവിടെ ഉണ്ടാകും. എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭമത്രേ. മതി. കറക്റ്റായ കാര്യം. ഗർഭിണിക്ക് ലേബർ പെയിൻ വരുന്നത് പോലെ ഈറ്റുനോവിന്റെ ആരംഭം. ഒരിക്കൽ കൂടി കുഞ്ഞു വായിച്ച വാക്യം തൊട്ടുകൊച്ചുകൊണ്ട് പ്രാർത്ഥനയിലേക്ക്. മത്തായി 24:6-7. യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. ചഞ്ചലപ്പെട്ടു പോകരുത്. അത് സംഭവിക്കാനുള്ളത് തന്നെ. ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. ഇതെല്ലാം ഈറ്റുനോവിന്റെ ആരംഭം. കണ്ണുകൾ ഒരു നിമിഷം മൂടാൻ ലഭിക്കപ്പെട്ട വചനത്തിന് മുൻപിൽ ഇന്ന് രാത്രി എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ. സ്തുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന നല്ല ദൈവം, ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്ന പ്രിയ ഇന്ന് രാത്രി നമ്മുടെ നടുവിലേക്ക് വന്നിട്ടുണ്ട്. ആർക്കും അധികം സന്തോഷമില്ല. 2023 കണ്ട പലരും അപ്പച്ച അമ്മച്ചി 2024 കണ്ടിട്ടില്ല. മാറനല്ലൂരും പോങ്ങമോടും ചെന്നിയോടും എത്ര ചെറുപ്പക്കാർ, 40 വയസ്സുകാർ ഇവിടെ ബുള്ളറ്റിനകത്ത് കറങ്ങി നടന്ന ചെറുപ്പക്കാർ എങ്ങനെ മരിച്ചെന്നറിയത്തില്ല. കുഴഞ്ഞു വീണ് മരിക്കുന്ന കാഴ്ച നമ്മുടെ കണ്ണുകൊണ്ട് കാണുവാനിടയായി. അതിൻ്റെ നടുവിലും ഇന്ന് രാത്രി ഈ IPA കൺവെൻഷനിൽ നമ്മളെ കൊണ്ടുവന്നത് കാട്ടാക്കട ആശുപത്രിയിലെ ഡോക്ടർ തന്ന മരുന്നല്ല. അതിനൊരു ലിമിറ്റുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സർജൻ്റെ കത്തി ശരീരത്തിൽ കയറിയത് കൊണ്ടല്ല, അതിനും ഒരു ലിമിറ്റുണ്ട്. അതിനും അപ്പുറത്ത് ഹല്ലേലൂയ ഇന്ന് രാത്രി പാളയം ആശുപത്രിയിലെ ഒരു ഡോക്ടറുടെ ആൻറ്റിബയോട്ടിക്കിൻ്റെ മഹത്വമല്ല, അതിനും ഒരു ലിമിറ്റുണ്ട്. എന്നാൽ അതിനപ്പുറത്ത് നമ്മളെ കണ്ട 2 കണ്ണുകൾ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ്റെ കണ്ണുകൾ ഇന്ന് രാത്രി നമ്മുടെ കിടക്കയിൽ ഇറങ്ങി വന്ന് കരം പിടിച്ചുയർത്തിയ ആ നല്ല ദൈവത്തിന് ഇന്ന് രാത്രി അങ്ങനെ സ്തുതി കരയേറ്റാതിരിക്കാൻ പറ്റും. ഇന്ന് രാത്രി എത്ര പേർക്ക് ഹല്ലേലൂയ 2023 എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിന് വീഴ്ചയെന്ന് പ്രാണന മരണത്തിൽ നിന്ന് വിടുവിച്ച് ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തിയ കർത്താവിന് കോടാനുകോടി സ്തോത്രം എന്ന് പറയുവാൻ ഈ കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി അനേകം പേരുടെ നാവുകൾ ഇന്ന് രാത്രി തുറക്കുന്ന രാത്രിയായി മാറട്ടെ. ചതഞ്ഞ ഓട ഉടയ്ക്കാത്ത നല്ല ദൈവം, പുകയുന്ന തിരിയെ കെടുത്താത്ത നല്ല ദൈവം, ആവശ്യഭാരങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ കരുണാമയനായ ദൈവത്തിൻ്റെ കരം ഈ രാത്രി വെളിപ്പെടട്ടെ. എവിടെ ആരാധന മുടങ്ങിയിട്ടുണ്ട് അവിടെ ദൈവകരം, എവിടെ ദൈവജനം
ജനം ആർപ്പെട്ടിട്ടുണ്ട്, അവിടെ മതിലുകൾ തകർന്നിട്ടുണ്ട്, എവിടെ സഭ മുട്ടുമടക്കിയിട്ടുണ്ട്, ഉന്നതന്മാർ യേശുവിനെ അറിഞ്ഞിട്ടുണ്ട്. ഈ രാത്രി ഈ കാരാഗ്രഹത്തിൻ്റെ പൗലോസും ശീലാസിന് മാസിഡോണിയയുടെ കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുവന്നു. അവർക്ക് ലോകം കൊടുക്കുന്ന ശിക്ഷ അവധിമത്വം കൊടുക്കും. കാല് മുതൽ തലവരെ നല്ലതുപോലെ അടികളെല്ലാം ഏറ്റ് അവരുടെ കാലുകൾ ചങ്ങലകളിൽ ബന്ധിച്ചു. ഇവിടുത്തെ കണക്ക് ലൈറ്റും വെട്ടവും ഒന്നുമില്ല. രാത്രിയിൽ ആ കുഞ്ഞുങ്ങൾ നാവ് മാത്രം സ്വതന്ത്രമായിരുന്നു. നാവ് തുറന്നവർ ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങി. ഇന്ന് രാത്രി നിന്റെ കാലുകളെ കെട്ടിയ ബന്ധനങ്ങളെ തകർക്കുക. മുൻപോട്ട് വിടുകയിൽ നിന്ന് ദുഷ്ടപിശാച് നിനക്കെതിരെ പോരാടി 2024 വാതുകെട്ടുന്ന മണ്ഡലങ്ങളെ തകർക്കുക. ഇന്ന് രാത്രി നിന്റെ മേലൊരു അമിതബലം പകരുന്ന രാത്രിയോ വിശ്വസിക്കുന്നവർക്കായി ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ ഞാനൊരു അമിതബല സൈന്യത്താലല്ല ശക്തിയാലല്ല നാളുകളായി നിന്നെ മുന്നോട്ട് വിടാതെ ദുഷ്ടപിശാച് കെട്ടിവെച്ച അന്ധകാരത്തിന്റെ മണ്ഡലങ്ങളെ തകർക്കുക. ശബ്ദരാധികജാന ബൗഡാരവ ശംദുരെ പാമ്പുകളെ തേളുകളെ ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ വാഴ്ചകളെയും അധികാരങ്ങളെ അന്ധകാരത്തിന്റെ പോരുകളെ കാൽവരുടെ കൊലക്കളത്തിൽ തകർത്തുയർത്ത് മരിച്ചുയർത്തെഴുന്നേറ്റ് യേശുവിൻ്റെ നാമം എന്ന് രാത്രി ഗ്രൗണ്ടിനകത്ത് ഞാൻ മുഴക്കുമ്പോൾ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുവാൻ, എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുവാൻ കാരാഗ്രഹത്തിൻ്റെ അകത്തളങ്ങളിൽ ഇറങ്ങി വന്ന മഹാദൈവത്തിൻ്റെ കരം ഈ തിങ്കളാഴ്ച രാത്രി എനിക്ക് വേണ്ടി വെളിപ്പെട്ട് വരും. എവിടെ ആരാധന മുടങ്ങിയിട്ടുണ്ട് ഇന്ന് രാത്രി നിന്റെ കാലുകളെ കെട്ടിയ അന്ധകാരങ്ങളെ തകർക്കുക ദൈവശക്തിക്ക് കഴിയും. രാത്രി ആരാധനയ്ക്ക് കഴിയും. ദേശം വിടുവിക്കപ്പെടട്ടെ. ആരവരെ കാരാഗ്രഹത്തിനകത്ത് ബന്ധിച്ചു. കാരാഗ്രഹ പ്രമാണി ആരാധന മുടങ്ങിയപ്പോൾ ചോദിച്ചു, കുഞ്ഞുങ്ങളെ രക്ഷയ്ക്കായി എന്ത് ചെയ്യണം? ആ മക്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുക. IPA 24ാമത് കൺവെൻഷൻ ദേശത്തോട് ഞങ്ങൾക്ക് പറയാനുള്ള ഒറ്റ മുദ്രാവാക്യം ഈ കൺവെൻഷൻ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുക. കരുണാമയനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. വെയിലാറിയ സമയത്ത് ഏതെൻ്റെ പറുദീസയിൽ തൻ്റെ മക്കളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് അവരുടെ കരം പിടിച്ച് അനുഗ്രഹിച്ച മഹാദൈവം ഞങ്ങളുടെ കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി ഞങ്ങളുടെ നടുവിലേക്ക് കടന്നു വന്നിട്ടുണ്ടല്ലോ. അപ്പച്ച, അങ്ങ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങയുടെ പാദം ഒന്ന് ചലിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വാക്ക് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വിടുതൽ നടന്നതുപോലെ പ്രഥമ രാത്രി വേദനയോടെ വന്ന മക്കളുടെ വേദനകൾ മാറുവാൻ, ദുഃഖത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ ദുഃഖങ്ങൾ മാറുവാൻ, ഇന്ന് രാത്രി പ്രയാസത്തോട് വന്ന മക്കളുടെ പ്രയാസങ്ങൾ മാറുവാൻ അടിപ്പിണറിൻ്റെ കരം ഈ രാത്രി ചലിക്കട്ടെ. കാൽവറിയിലെ ദിവ്യകരം ഇന്ന് രാത്രി അത്ഭുത രോഗശാന്തി കൊടുക്കട്ടെ. പുഴവക്കത്തിരുന്ന ലുദിയായുടെ ഹൃദയം തുറന്നതുപോലെ ഈ കൺവെൻഷനിൽ വീട്ടിൻ്റെ മുൻപത്തും റോഡിൽ അല്ലെങ്കിൽ തെരുക്കോണിൽ നിൽക്കുന്ന ചിലരുടെ ഹൃദയങ്ങളിനകത്ത് ഇന്ന് രാത്രി വചനം പെയ്തിറങ്ങുമ്പോൾ അവിടെ നിന്നുകൊണ്ടവർ യേശോപ്പച്ചന് വേണ്ടി കരമുയർത്തുക. ഈ കൺവെൻഷൻ കൂട്ടങ്ങളെ തിരുക്കരങ്ങൾ തരുന്നു. ഇതിൻ്റെ പിൻപിൽ അധ്വാനിക്കുന്ന ദൈവസഭ പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം എൻ്റെ ദൈവത്താൽ മാനിക്കപ്പെടട്ടെ. അപ്പച്ച, ഇന്ന് തുടങ്ങി ബുധനാഴ്ച രാത്രി വരെ യോഗം മുടങ്ങുമ്പോൾ ശബ്ദം യുടെ പ്രാർത്ഥനയുടെ മുമ്പ് സൂര്യനെയും ചന്ദ്രനെയും അയ്യാലോനിലും ഗിബിയോനിലും നിർത്തി അത്ഭുതം ചെയ്ത മഹാദൈവമേ, ഞങ്ങളുടെ പോങ്ങമോട്, മാർനല്ലൂർ, ചെന്നിയോട്, മേലാരിയോട് ഈ പട്ടണങ്ങളെല്ലാം യഹോവയാൽ കാക്കപ്പെടണം. ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. വചനത്തിൻ്റെ പൊരുളുകളെ തിരിക്കണം. ഞങ്ങളുടെ പേരോ പ്രശസ്തിയോ ഇവിടെ ഉയരരുത് അപ്പച്ച. ഈ കൺവെൻഷൻ ക്രൂശിക്കപ്പെട്ട യേശുവിൻ്റെ നാമം മാത്രം ഉയരപ്പെടണം. ആദ്യോടെന്താ തിരുസാന്നിധ്യത്തിൽ മറയ്ക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം വിടുതലോടെ കടത്തിവിടും. മഹത്വവാനായ ദൈവത്തിൻ്റെ കരം ഇന്ന് രാത്രി ഞങ്ങൾക്ക് വേണ്ടി നീട്ടും. അത്ഭുതം അങ്ങ് ചെന്നതിനായി, അതിശയം ചെയ്തതിനായി നന്ദി. പ്രാർത്ഥന മാനിച്ചതിനായി നന്ദി. മഹത്വം അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ ധന്യം നാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഉണർവോടെ ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനഭാഗം ഇന്ന് രാത്രി തിരുവചനം. നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിൾ 31,171 വാക്യങ്ങൾ, 39 പഴയ നിയമ ഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമ പുസ്തകങ്ങൾ, 66 ഗ്രന്ഥങ്ങളുടെ സമാഹാരം ഹോളി ബൈബിൾ, 1189 അധ്യായങ്ങൾ. പുതിയ നിയമത്തിലെ 4 തലങ്ങൾ, 5 തലങ്ങളിൽ ആ പുതിയ നിയമം: 1 സുവിശേഷം, 2 സഭയുടെ ചരിത്രം, 3 വലിയ ലേഖനം, 4 ചെറിയ ലേഖനം, 5 വെളിപ്പാട് പ്രവചനം. ഇന്ന് രാത്രി തൊട്ടുവച്ചത് പുതിയ നിയമത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ആദ്യ ഭാഗങ്ങൾ. പുതിയ നിയമത്തിൽ 4 സുവിശേഷങ്ങൾ: 1 മത്തായി, 2 മർക്കോസ്, 3 ലൂക്കോസ്, 4 യോഹന്നാൻ. യേശു ക്രിസ്തുവിനെ പറ്റി 4 ഭാഗങ്ങൾ. ആളത്വത്തെ പറ്റി, മശിഹാത്ത്, ദാസത്വം, പുത്രത്വം, ദൈവത്വം. ഇതാ സുവിശേഷത്തിൻ്റെ പരമ്പര. മത്തായി സുവിശേഷത്തിൻ്റെ പ്രത്യേകത. ദൈവകുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ 1278 വാക്യങ്ങൾ. മത്തായി സുവിശേഷം 28 അധ്യായങ്ങൾ. 7:37 കാൽവരി ക്രൂശീകരണത്തിന് ശേഷം മശിഹായുടെ വർണ്ണനകളെ പറ്റി കൃത്യമായി വരച്ചു കെട്ടുന്ന സുവിശേഷത്തിൻ്റെ പരമ്പര. 5 ഭാഗങ്ങൾ മത്തായി സുവിശേഷത്തിനകത്ത്. 1 ബേത്ലഹേം, 2 ഒലിവുമല, 3
3 കാൽവറിമല, 4 യഹൂദിയ, 5 ശമരിയ. 5 കഥാപാത്രങ്ങളെ സ്വർഗം ഇതിനകത്ത് കാണിക്കുന്നു. 1 യേശു, 2 യേശുവിൻ്റെ അമ്മ മറിയ, 3 സ്നാപക യോഹന്നാൻ, 4 ഹെരോദാവ്, 5 പീലാത്തോസ്. അധ്യായം 1 വരുമ്പോൾ നിങ്ങൾക്ക് ഏവർക്കും അറിയാം, പഴയ നിയമത്തിൻ്റെ 39 പുസ്തകങ്ങളിൽ 38ഉം 39ഉം അവസാനിക്കുന്നത് ശെഖര്യാ പ്രവചനവും മലാക്കി പ്രവചനവും. അതിനുശേഷം 400 വർഷം ഇരുണ്ട കാലഘട്ടം. അങ്ങനെയെങ്കിൽ മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാടർക്കപ്പെടണമെങ്കിൽ അവൻ്റെ ജനനത്തിൻ്റെ പ്രതിധ്വനികൾ അധ്യായം 1 അധ്യായം 1 ഇങ്ങനെ വരച്ച് കാട്ടുന്നു. അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14, ബാബേൽ പ്രവാസം മുതൽ യേശു ക്രിസ്തു വരെ 14. അധ്യായം 2 വരുമ്പോൾ ഒരു കുഞ്ഞുലകത്തിൽ ജനിക്കണം. അതിനാസ്പദമായി ബൈബിളിനകത്ത് 3 പ്രവചനങ്ങളാണ് ഏറ്റവും മേജർ. അനവധി പ്രവചനങ്ങളിൽ 3. യെശയ്യാ 7:14 നമുക്കൊരു ശിശു നൽകപ്പെട്ടിരിക്കുന്നു. യെശയ്യാ 9:6 നമുക്കൊരു ശിശു നൽകപ്പെട്ടിരിക്കുന്ന, ആധിപത്യം അവൻ്റെ തോളിന്മേലിരിക്കുക, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, സമാധാനത്തിൻ്റെ പ്രഭുവായി ഉലകത്തെ ഭരിക്കുവാൻ വരും. അതുപോലെ തന്നെ യെശയ്യാ പ്രവചനം 7:14 ഏറ്റവും നിർണായകമായൊരു പ്രവചനം അതിനകത്തിലുണ്ട്. കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കുമവൻ ഇമ്മാനുവേൽ എന്ന് പേരിടണം. യെശയ്യാ പ്രവചനത്തിൻ്റെ പ്രത്യേകത, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ, ബൈബിൾ വായിക്കുന്ന മക്കൾ ശ്രദ്ധയോടെ. യേശുവിൻ്റെ ജനനത്തെങ്കിൽ 700 കൊല്ലം പിറകിലാണ്, ഇന്നത്തെ 2700 കൊല്ലം പിറകിലാണ് യെശയ്യാ പ്രവചനം എഴുതിയത്. അന്ന് ഈ വാക്ക് യെരൂശലേം മുഴുവൻ കേട്ട്, കന്യക പ്രസവിക്ക് ഒരു കുഞ്ഞിനെ ലഭിക്കും, ഇമ്മാനുവേൽ ഉയരത്തിലെ ശക്തിയാൽ. അന്ന് പല കന്യകമാരും കല്യാണം കഴിച്ചില്ല. അവർ വിചാരിച്ചു ഉയരത്തിലെ ശക്തിയാൽ ഒരു കുഞ്ഞ് ജനിക്കുമെങ്കിൽ ഞങ്ങൾ കന്യകയായിട്ട് തന്നെ ഇരിക്കുക. അതിൻ്റെ നടുവിൽ ആരെയും ദൈവം കടാക്ഷിച്ചില്ല. അതുകൊണ്ടാണ് ഗബ്രിയേൽ മാലാഖ ഒരു സഹോദരിയുടെ മുൻപിൽ വന്നിട്ട് ഒരു കാര്യം ആദ്യം പറഞ്ഞ്, കൃപ ലഭിച്ച മറിയമേ നിനക്ക് വന്ദനം, കരമുയർത്തുന്നവർക്കായി. അനേക പെൺകുട്ടികൾ വിവാഹം കഴിക്കാതെ ഇസ്രയേലിനകത്ത് ഒരു പുത്രൻ ജനിക്കുമെന്ന് കാത്തിരുന്നപ്പോൾ താഴ്മയോടെ ഇരുന്ന മറിയയുടെ ശരീരത്തിനകത്ത് ദൈവത്തിൻ്റെ കരമിറകി, കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് വന്ദനം, നിന്റെ ഉള്ളിനകത്ത് അത്യുന്നതൻ്റെ ശക്തി നിലനിൽക്കും. നീ ഒരു പുരുഷ പ്രജയെ പ്രസവിക്കുക, യേശു എന്ന് പേര്. അവൻ വലിയവനാകും, അവൻ അത്യുന്നതനാകും. അത്യുന്നതനെന്ന് ആരും പറഞ്ഞില്ല. പക്ഷേ ഗദരദേശത്ത് എന്നപ്പോൾ പിശാച് പറഞ്ഞു, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര. നമുക്കറിഞ്ഞില്ലെങ്കിൽ പിശാചിനറിയാമേ ആരാന്ന്. സന്തോഷമില്ലല്ലോ, സ്വോത്രം. അതാ എൻ്റെ മഹത്വം, സ്വോത്രം. എന്നിട്ട് ഒരു ഭാഗവും കൂടെ ഇനി ബാക്കിയുള്ളത്. അതാ ഗബ്രിയേൽ മാലാഖ പറഞ്ഞ, അവൻ്റെ അപ്പനായ ദാവീദിൻ്റെ സിംഹാസനം സ്വർഗം അവന് കൊടുക്കും. ഇനി ഒറ്റ പ്രവചനം ബാക്കി. അങ്ങനെയെങ്കിൽ എവിടെ ജനിക്കണമെന്ന്, ജനിക്കുന്നതിന് മുമ്പ് ആരെവിടെ ജനിക്കണമെന്ന് എഴുതിയത് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിൽ. മീക്ക 5:2 യേശുവിൻ്റെ ജനനത്തിന് 540 കൊല്ലം മുമ്പ് മീക്ക എഴുതി വെച്ചു. നീയോ ബേത്ലഹേം എഫ്രാത്തെ, സഹസ്രാബ്ദങ്ങൾ വലിയ ചെറിയ ആളാണ്, പക്ഷേ ഇസ്രയേലിൻ്റെ ആധിപതി നിന്നിൽ നിന്ന് ഉരുവാകും. സ്വോത്രം. ഇങ്ങനെ 15 കൂട്ടം പ്രവചനമുണ്ട് യേശുവിൻ്റെ ജനനത്തെ പറ്റി. അത് വേറെ വിഷയം. ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, അതിൻ്റെ 4 പ്രഭാഷണം ഇരിപ്പുണ്ട്. പക്ഷേ അന്ത്യകാല സംഭവങ്ങൾ പ്രസംഗിക്കുന്നുണ്ട്, അത് പ്രസംഗിക്കാത്ത. ഈ രാത്രി കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്വോത്രം, ഒഗസ്തിയോസ് കൈസറിൻ്റെ കൽപ്പന, അതിനകത്ത് ദാവീദിൻ്റെ വേരും മുളയ യോസഫിന് വേണ്ടി വിവാഹ നിശ്ചയം ചർച്ച ചെയ്തിരുന്ന പെൺകുട്ടിയാ മറിയ. അവർ വെച്ചു വന്നു. എവിടെ വന്നെന്നറിയാമോ? കുഞ്ഞിനെ പ്രസവിക്കുന്നത് എവിടെ? ബേത്ലഹേമിലാണ്. പക്ഷേ പലരും പറയുന്ന കാലിത്തൊഴുത്തിലെന്ന്. ബൈബിളിൽ അങ്ങനെ ഒരു ഭാഗമില്ല. വിദ്വാൻമാരും ആട്ടിടയന്മാരും വന്ന് എവിടെ കണ്ടെന്നറിയാം? കാലിത്തൊഴുത്തിൽ കുഞ്ഞിനെ കണ്ടു. സ്തോത്രം. അതാണ് കുഞ്ഞവിടെ പ്രസവിക്കപ്പെട്ടെന്നറിയത്തില്ല. അതുകൊണ്ട് കാലിത്തൊഴുത്തിൽ കണ്ടു വണങ്ങിയെന്ന്. മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാടർക്കപ്പെടണമെങ്കിൽ അവൻ ഭൂതലത്തിൽ ഭൂജാതനാകണം. അധ്യായം 2 ഭാഗമാണ്. എവിടെ ആടിൻ്റെ പരമയാഗം? ശ്രദ്ധയോടെ ഇരിക്കണം. രക്തം ചിന്താതെ പാപത്തിന് വിമോചനമില്ല. കാട്ടാക്കടയിൽ CPM സമ്മേളനം നടക്കുമ്പോൾ സഹോദരന്മാർ കരമുയർത്തി പറയും, രക്തസാക്ഷി സിന്ദാബാദ്, രക്തസാക്ഷി മരിക്കുന്നില്ല. ഉടനെ പോങ്ങമോടിൽ BJPയുടെ റാലി നടക്കുമ്പോൾ അവരാദ്യം പറയും, ബലിദാനികൾ സിന്ദാബാദ്, ബലിദാനികൾ സിന്ദാബാദ്. അങ്ങനെയെങ്കിൽ സകല പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി രക്തം ചിന്തണം. ആദ്യത്തെ രക്തം ആട്ടിൻകുട്ടി എവിടെ? കൽദയ പട്ടണമായ ഊരിൽ ഉരിയാടാത്ത ദൈവങ്ങളുടെ നടുവിൽ തേജോമയനായ ദൈവം അബ്രഹാമിനെ വിളിച്ചു. 1498 കിലോമീറ്റർ 9989 100ാമത്തെ വയസ്സിൽ ഒരു കുഞ്ഞ് ലഭിച്ചു, ഇസഹാക്ക്. അനവധി യാഗങ്ങൾ ഈ പൈതൽ കണ്ടു. ഒരു സുപ്രഭാതത്തിൽ അബ്രഹാമിൻ്റെ കർണപടത്തിൽ ഒരു ശബ്ദം കേട്ടു, ഈ പ്രിയ പൈതലുമായി മോറിയ ദേശത്തുള്ള മലയിൽ കൊണ്ടുവന്ന് ഹോമയാഗം കഴിക്കണം. പറഞ്ഞത് സ്വർഗത്തിലെ ദൈവം. അബ്രഹാമിന് ഒരു ചെറിയ ഭയമുണ്ട്, എങ്കിലും കുഞ്ഞിനോട് കാര്യം പറഞ്ഞു, നമുക്ക് യാത്രയാകാം. രാവിലെ കുഞ്ഞിനെ കുളിച്ചൊരുക്കി തലയ്ക്കകത്ത് വിറകും കെട്ടും കത്തിയും എല്ലാം വാരി വെച്ചുകൊണ്ട് യാത്രയാകുന്നു. അനവധി യാഗം കണ്ട് കുഞ്ഞ് ചോദിച്ചു, അപ്പാ വിറകുണ്ട്, കത്തിയുണ്ട്, യാഗപീഠത്തിനകത്ത് സമർപ്പിക്കേണ്ട മൃഗം എവിടെ? അപ്പം പറഞ്ഞൊരു കാര്യമുണ്ട്, മോൻ വിഷമിക്കേണ്ട, യഹോവ കരുതിക്കൊള്ളു. 3 ദിവസത്തെ വഴി ദൂരമായി പ്രിയ പൈതലുമായി അബ്രഹാം യാത്രയെ 100ാമത്തെ വയസ്സിൽ ലഭിച്ച വാർദ്ധക്യകാല സന്തതിയെ എവിടെ കൊണ്ടുപോയി? മോറിയാടെ ദേശത്തുള്ള യാഗപീഠത്തിനകത്ത് കൈകാലുകൾ ബന്ധിച്ചു. കുഞ്ഞിനെ എഴുന്നേറ്റ് ഓടാൻ വയ്യാത്ത രീതിയിൽ ചരടുകൾ കൊണ്ട് ബന്ധിച്ചെന്ന് ലോകത്തിൻ്റെ ചരിത്രം. ശ്വാസമടക്കി കുഞ്ഞ് കിടക്കുമ്പോൾ അബ്രഹാം അവസാനമായി വാൾ
വാളെടുത്ത് സ്വർഗത്തിലേക്ക് ഉയർത്തി ഈ കുഞ്ഞിൻ്റെ മേൽ പതിപ്പിച്ചുകൊണ്ട് കണ്ണമായി വെട്ടി നുറുക്കിയിട്ട് ഹോമയാഗത്തിന് വേണ്ടി ഉയർത്തുമ്പോൾ ലാസ്റ്റ് മൊമെന്റിൽ അബ്രഹാമിന്റെ കർണപുടത്തിൽ ഒരു ശബ്ദം വീണു സ്വർഗത്തിന്റെ, ബാലകന്റെ മേൽ കൈവെക്കരുത്, അവന് പകരമായി ഒരു ആട്ടിൻകുട്ടിയെ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് രാത്രി കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി, അപ്പച്ച അമ്മച്ചി സഹോദര സഹോദരി, നിന്റെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം, നീ കണ്ട വഴിയല്ല ദൈവത്തിന്റെ വഴി. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അത്ഭുതത്തിന്റെ വഴി തുറക്കുക. ഈ കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി, ഇന്ന് രാത്രി എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? ഒരു വഴിയായി ലോകം പറയും നീ തകരും, നാട്ടുകാർ പറയും നിന്റെ കുടുംബം തകരും, വീട്ടുകാർ പറയും പെരുങ്കാറ്റടിക്കും കൊടുങ്കാറ്റടിക്കും, ഈ ശാനുമൂലം നിന്റെ പടകിന് നേരെ ആഞ്ഞടിക്കും. എന്നാൽ ഇന്ന് രാത്രി പറയണം, അതിൻ്റെ നടുവിലും മറുവഴിയായി എനിക്ക് വേണ്ടി ഒരു വിടുതലയക്കുവാൻ. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? ഇന്ന് രാത്രി പരാജയത്തോടെ ഗ്രൗണ്ടിനകത്ത് പോകരുത്. അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ നീ താഴ്മയോടെ ഇരുന്നാൽ അവസാന മിനിറ്റിലും നിന്റെ കടുംകെട്ട് വീണ വിഷയത്തിനകത്ത് മറുപടി തരുക. ഇസഹാക്കിന്റെ യാഗപീഠത്തിനകത്ത് ഇറങ്ങി വന്ന കരം ഇന്ന് രാത്രി നിന്റെ മേൽ ഇറങ്ങി വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് കണ്ടലയിൽ നീ തകരുവാൻ ദൈവം അനുവദിക്കത്തില്ല, പോങ്ങുമോടിൽ നീ തകർന്നു പോകാൻ ദൈവം അനുകരിക്കത്തില്ല. ഇന്ന് രാത്രി ചെന്നിയോട്ട് നിന്റെ കുടുംബം തകരുക. ഈശാനുമൂലൻ അടിക്കട്ടെ, പെരുങ്കാറ്റടിക്കട്ടെ, കൊടുങ്കാറ്റടിക്കട്ടെ. ഇന്ന് രാത്രി വിശ്വാസത്തോടെ സഹോദരി പറ, എൻ്റെ കയ്യിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. എത്ര പേർക്ക് 2024 കരമുയർത്തി പറയുവാൻ കഴിയും? എൻ്റെ കയ്യിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി സാധാരണ ദൈവമല്ല, കുരിശടികളിലും കുരിയാനകളിലും ഇരുന്ന ദൈവമല്ല. ഇന്ന് രാത്രി അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് നിന്നെ കണ്ട ഒരു ദൈവം. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? അണ്ടകടാകങ്ങളെ സൃഷ്ടിച്ച ദൈവം, ആകാശ നക്ഷത്രങ്ങളെ ഉളവാക്കിയ ദൈവം, സൂര്യനെയും ചന്ദ്രനെയും അതതിൻ്റെ ഓർബിറ്റിനകത്ത് കറക്കുന്ന ദൈവം, മിൽക്കി വേ ഗാലക്സിക്കകത്ത് ഗ്രഹങ്ങളെ കൂട്ടിവെച്ച ദൈവം, കൂപ്പിളിയാർ ബെൽറ്റിനകത്ത് ആകാശപ്പാറകളെ താഴെ വീഴാതെ ഇന്ന് രാത്രി റൗണ്ട് ആൻഡ് സർക്കിളായിട്ട് കറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാദൈവത്തെ നീ ആരാധിക്കുന്നുവെങ്കിൽ 2024 കൺവെൻഷൻ വിശ്വാസത്തോടെ പറ, എൻ്റെ ദൈവം അറിയാതെ എൻ്റെ തലയിൽ ഒരു മുടിനാര് പോലും വീഴുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഒരുപക്ഷെ ക്യാൻസർ നിനക്കെതിരെ മൂടി നിൽക്കുക, RCCയുടെ വാതിലുകൾ അടയ. ഒരുപക്ഷെ ഡോക്ടർ വീട്ടുകാരോട് രഹസ്യമായിട്ട് പറയും 90 ദിവസത്തിൽ കൂടുതൽ കാണത്തില്ല, ശവപ്പെട്ടി വാങ്ങിച്ചോളാം. ഇന്ന് രാത്രി ഹാർട്ട് അറ്റാക്ക് പല പ്രാവശ്യവും ഒരു 337 ഗ്രാമുള്ള നിന്റെ ഹൃദയത്തിൻ്റെ 4 അറകൾ ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് നിംസുകാരനും കിംസുകാരനും PRSകാരനും പറയും. എന്നാൽ ഇന്ന് രാത്രി വചനമെടുത്ത ദൈവമക്കൾ പറയണം, രാത്രിയുടെ യാമത്തിനകത്ത് ഞാൻ എൻ്റെ വീട്ടിനകത്ത്, എൻ്റെ കുടിലിനകത്ത്, എൻ്റെ ചർച്ചിനകത്ത് പാസ്റ്റർ പോലും കാണാതെ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ട് ചില തുണ്ടുകൾ എൻ്റെ ബൈബിളിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മറുപടി കാണുന്നത് വരെ എൻ്റെ കണ്ണുകൾ അടയുക. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ഡോക്ടറല്ല വലുത്, ഇന്ന് രാത്രി മെഡിക്കൽ സയൻസ് അല്ല വലുത്, ഇന്ന് രാത്രി സ്കാൻ റിപ്പോർട്ടല്ല വലുത്. സംതിങ് ഈസ് ഹാപ്പൻഡ് ഇൻ ദിസ് മോമെന്റ്. അതിൻ്റെ അപ്പുറത്ത് നിന്നെ വിളിച്ച ഒരു ദൈവമുണ്ട്. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? നിന്റെ കുടിലിനകത്ത് വന്നിറങ്ങി കരം തട്ടി നിന്നെ നടത്തി ദൈവസഭയിൽ കൊണ്ടുവന്ന് ആത്മാവിൽ സത്യത്തിലും അഭിഷേകത്തോട് അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ ആരാധിച്ച നിന്നെ തകർക്കുക ഒരു രോഗക്കെട്ടിന് കഴിയത്തില്ല. എത്ര പേർക്ക് ഇന്ന് രാത്രി വിശ്വാസത്തോടെ കൺവെൻഷൻ കൂട്ടങ്ങൾ ആദ്യ രാത്രി പറയണം, ഒരു വഴി രോഗം എനിക്ക് കയറുന്നുണ്ട്, ഒരു വഴി ആ ക്യാൻസറിൻ്റെ അണു എൻ്റെ അകത്തുണ്ട്, ഒരു പക്ഷേ ഹാർട്ട് അറ്റാക്കിൻ്റെ ധ്വനികൾ എൻ്റെ ഹാൽവിനകത്തുണ്ട്. എന്നാൽ ഇന്ന് രാത്രി സഹോദരി പറയണം, മറുവശത്ത് ഒരുവനോ ഉണ്ട്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? നീ പതറരുത്, നീ തളരരുത്. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ, അന്ത്യം വരെ വഴി നടത്തുക. ഇന്ന് രാത്രി മഹാദൈവം എൻ്റെ കൂടെയുണ്ട്. എത്ര പേർക്ക് ഏത് മോറിയ നിനക്കെതിരെ വന്നാലും, ഏത് പ്രതിസന്ധികൾ നിനക്കെതിരെ വന്നാലും ഇന്ന് രാത്രി സഹോദരി പറയണം, കാറ്റ് വരട്ടെ, പ്രതികൂലം വരട്ടെ, രോഗക്കെട്ടുകൾ വരട്ടെ, അതിൻ്റെ അപ്പുറത്ത് പറയണം മറുവഴിയായി ഒരാട്ടുകുട്ടി കടന്നു വരുന്നുണ്ട്. ദൂതേറ്റെടുക്കുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. എത്ര പേർക്ക് ഇന്ന് രാത്രി വചനം മനസ്സിലാകുന്നു? നീ ഭാരപ്പെടേണ്ട കാര്യമില്ല, നീ നിലവിളിക്കേണ്ട കാര്യമില്ല. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയ മതിയിൽ അബ്രഹാമിനെ പോലെ വിശ്വാസത്തോടെ നീ യാത്ര ചെയ്യുവാൻ തുടങ്ങിയ, നീ അറിയാതെ മറുവഴിയായി ആട്ടുകുട്ടിയെ അയച്ച് ഇസഹാക്കിന്റെ യാഗപീഠത്തിൽ അത്ഭുതം ചെയ്ത ദൈവം 2024 എൻ്റെ കുടുംബത്തിനും എൻ്റെ ഭാരമുള്ള വിഷയത്തിനും വേണ്ടി അത്ഭുതം ചെയ്യുക ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. രണ്ടാമത്തെ പരമയാഗമായി ഇസ്രായേൽ ജനം ഇസ്രായേലിൻ്റെ പാളയത്തിനകത്ത് കട്ടക്കളത്തിൽ ഓടിയ വിചാരകന്മാരുടെ ചാട്ടവാർ ഏൽക്കുമ്പോൾ അവരുടെ കഷ്ടത ഞാൻ കണ്ടു, നിലവിളി ഞാൻ കേട്ടു. പെസഹ പെരുന്നാളിൽ ആയിരക്കണക്കിന് ആടുകളെ അറുത്തു. മോശയുടെ കയ്യിൽ ഒരു ചുള്ളിവടിയുമായി ഇസ്രായേൽ ജനം ചെങ്കടലിൽ വന്നപ്പോൾ ഹല്ലേലൂയ അവരെ മറുകര കടത്തി. സ്വർഗത്തിലെ ദൈവം 1 ഒരു പൈതലിന് വേണ്ടി, 2 ഒരു കൂട്ടം ജനത്തിന് വേണ്ടി, 3 ദൈവാലയത്തിന് വേണ്ടി. ജ്ഞാനിയായ ശലോമോൻ ദൈവാലയം പടുത്തുയർത്തി. കൂറ് നോക്കാതെ പുരോഹിതന്മാർ നിലവിളിച്ചു. 1,82,000 ആടുകളെ അറുത്ത ആടിൻ്റെ ഭേദസിൻ്റെ രക്തം ദൈവാലയത്തിൽ തളിച്ചുകൊണ്ട് അവൻ നല്ലവൻ, അവൻ്റെ ദയം നീക്കമുള്ളതെന്ന് പറഞ്ഞപ്പോൾ ദൈവ സാന്നിധ്യം ഇറങ്ങി. അപ്പോൾ എവിടെ ആട്ടിൻകുട്ടി? നമ്പർ 1 ഇസഹാക്കിൻ്റെ പകരം, നമ്പർ 2 ഇസ്രായേലിൻ്റെ പാളയം, 3 ദൈവാലയം. അതിനുശേഷം ഇസ്രായേൽ ജനം പാപത്തിൽ വീണു. വീട്ടിനകത്ത് അവിഹിതഗർഭം, ടൈഫോയിഡും മറ്റു കാര്യങ്ങളും എല്ലാം ആഞ്ഞടിച്ചപ്പോൾ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഊനമൃഗങ്ങളെ, കുറുപ്രാവിനെയും ആടിനെയും കാളകളെയും അടത്തറുത്ത് യാഗപീഠത്തിൽ പച്ചരക്തം ഒഴുകിയപ്പോൾ, മിണ്ടാപ്രാണികളുടെ രക്തം വീണപ്പോൾ സ്വർഗം ചോദിച്ചു, അയ്യോ അയ്യോ, എന്നും ഈ ഊനമൃഗങ്ങൾ
മൃഗങ്ങളുടെയും പ്രാവുകളുടെയും രക്തം വീഴണ്ട. സകല പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു രക്തം ചിന്തണം. ആർ പോകും? പിതാവിൻ്റെ വലതു ഭാഗത്ത് അവനുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, ഞാൻ പോകാം. അവനെയാ ഇന്ന് മുതൽ ഞങ്ങൾ ഇവിടെ ചെന്നിയോട് പരിചയപ്പെടുത്തുന്നത്. അവൻ്റെ പേരത്രേ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, വിശ്വസിക്കുന്നവർക്കായി. അതുകൊണ്ട് യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. പെന്തിക്കോസിൻ്റെ പാപമല്ല, CSIയുടെ പാപമല്ല, മർത്തോമയുടെ പാപമല്ല, ഹൈന്ദവൻ്റെ പാപമല്ല, യഹൂദൻ്റെ പാപമല്ല, യവനൻ്റെ പാപമല്ല, ഇസ്ലാമിൻ്റെ പാപമല്ല. സകല മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെടണം. അതുകൊണ്ട് യേശു പറഞ്ഞു, ഇന്ന് രാത്രി ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ. അപ്പുറത്ത് വചനം പഠിക്കുന്നവർക്ക് ഞാൻ തന്നെ പുനരുത്ഥാനം. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. സ്വോത്രം. ആ ക്രിസ്തുവിനെ ഇന്ന് രാത്രി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ബൈബിളിനകത്ത് യേശു ക്രിസ്തുവിനെ പറ്റി 5 ഭാഗങ്ങളുണ്ട്. പലരും 4 ഭാഗം പ്രസംഗിച്ച് അവസാനിപ്പിക്കും. 1 അവൻ്റെ ജനനമുണ്ട്, 2 അവൻ്റെ ജീവിതമുണ്ട്, 3 അവൻ്റെ മരണമുണ്ട്, 4 അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പുണ്ട്. 5-മതൊരു ഭാഗം പെന്തിക്കോസുകാർക്കും ഇഷ്ടമല്ല, ഞങ്ങൾക്കും ഇഷ്ടമല്ല. അവൻ രാജാക്കന്മാരുടെ രാജാവായി മടങ്ങി വരും. സ്വോത്രം. 5-ാം ഭാഗമായി ഈ രാത്രി ഞങ്ങൾ യേശുവിനെ പറ്റി പ്രസംഗിക്കുന്നത്. അവൻ മാതാപിതാക്കളുടെ നടുവിൽ വളരുന്നു. ഏകദേശം 30 തിരുവയസ്സ് വരെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. 30-ാമത്തെ തിരുവയസ്സിൽ സ്നാപക യോഹന്നാൻ ഈ ഉലകത്തിൽ നിന്ന് ഹേരോദാവിൻ്റെ കൈകളാൽ അവൻ മാറ്റപ്പെടുമ്പോൾ 40 മൈൽ നടക്കുന്നു. ഗലീലയിൽ നിന്ന് നടന്ന് യോർദാനിലെ കലക്കവെള്ളത്തിൽ സ്നാപക യോഹന്നാൻ സ്ഥാനമേൽക്കുമ്പോൾ അവസാന ശുശ്രൂഷ സ്നാപക യോഹന്നാൻ യേശുവിനെ സ്ഥാനമേൽപ്പിക്കുന്നു. അവൻ ലോകത്ത് നിന്ന് മാറ്റപ്പെടുമ്പോൾ ആ മിനിസ്ട്രി 3.5 വർഷം സത്യമൊഴികൾ, നിത്യജീവൻ്റെ മൊഴിമത്തുകൾ, വരാനിരിക്കുന്ന കാലഘട്ട കാൽപ്പനികമായ ഉപദേശത്തിൻ്റെ ഉപനിഷത്തുകൾ ശിഷ്യന്മാർക്കും പട്ടണത്തിനകത്തും വിളമ്പിക്കൊണ്ട് അവസാനമായി തൻ്റെ ക്രൂശീകരണത്തിൻ്റെ ചാലുകൾ ഒരുങ്ങുന്നു. മത്തായി 21 വരുമ്പോൾ അവൻ ഒലിവുമലയുടെ താഴ്വാരം എത്തിക്കഴിഞ്ഞു. ശിഷ്യന്മാരോട് കൽപ്പിച്ച മക്കളെ എതിരെയുള്ള ഗ്രാമത്തിൽ പോയി ആരാലും ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന കഴുതയും കൂട്ടി അഴിച്ചു കൊണ്ടുവരണം. നാട്ടുകാർ ചോദിക്കുക, എന്താ കാര്യമെന്ന്? കർത്താവിന് ഇതിനൊക്കെ ആവശ്യമുണ്ടെന്ന്. സ്വോത്രം. എന്താ ഇതിൻ്റെ പശ്ചാത്തലം എന്നറിയാവും? യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന് 580 വർഷം പിറകിൽ സെക്കറിയ 9:9 സിയോൻ പുത്രിയെ നീ ഉച്ചത്തിൽ ഘോഷിച്ച് ആനന്ദിക്കുക, യെരൂശലേം പുത്രിയെ നീ ആർപ്പിടുക. സിയോനിൻ്റെ രാജാവ് ജയശാലിയായി പെൺകഴുതയുടെ പുറത്ത് വാഹനമേറി പട്ടണത്തെ ഇളക്കിക്കൊണ്ടുവരും. ഇന്ന് രാത്രി ദൈവ കുഞ്ഞുങ്ങൾ ചിന്തയുണ്ട്. വനാന്തരത്തിനകത്ത് ഒരു കഴുതയും കുഞ്ഞും കിടക്കുക. അതിൻ്റെ പ്രത്യേകത 5 കാര്യങ്ങൾ. 1 ഭർത്താവ് മരിച്ചതാകാം, 2 ഡൈവോഴ്സ് ആയിരിക്കാം, 3 മരത്തിനോട് ചേർന്ന് കഴുത്തിനകത്ത് കയർ ബന്ധിച്ചു കഴിഞ്ഞു, 4 പോംവഴികളെല്ലാം അറ്റു, 5 അവർ പറഞ്ഞു ഞങ്ങളിവിടെ മരിക്കുമെന്ന്. സ്വോത്രം. പക്ഷേ ഇന്ന് രാത്രി 5 പ്രതികൂലം നിൻ്റെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ 5 അനുകൂലത്തിൻ്റെ മറുപടി സ്വർഗത്തിലെ ദൈവം നിനക്ക് തരും. ഇന്ന് രാത്രി വചനം ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. നാട്ടുകാർ പറയും നീ മരിച്ചു പോകുന്നു, ബന്ധുക്കാർ പറയും നോ, ഒരു സാധ്യതയുമില്ല, നോ പോസിബിലിറ്റി. പക്ഷേ ദൈവത്തിൻ്റെ ദൂതന്മാർ വന്നു, ദൈവത്തിൻ്റെ ദാസന്മാർ വന്നു. 1 വനാന്തരത്തിനകത്ത് കയറി കഴുതയുടെ കഴുത്തിനകത്തിരുന്ന കയററുത്തു. 2 രക്ഷയുടെ വസ്ത്രം വിതറി. 3 ഇരുട്ടിൻ്റെ അന്ധകാരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. 4 കഴുതയുടെ മരണം കാണാൻ ഫ്ലക്സും പോസ്റ്ററും വെച്ചവരുടെ നടുവിൽ നായകൻ യാത്ര ചെയ്തു. പട്ടണത്തെ ഇളക്കുന്ന ഇവനാർ, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഓശാന. കൺവെൻഷൻ്റെ ആദ്യ രാത്രി കരമുയർത്തി പറയണം, നിന്റെ കുടുംബം തകർന്ന് കാണാൻ നാട്ടുകാർ കാത്തിരിക്കുക, നിന്റെ തലമുറകൾ തകർന്ന് കാണാൻ ദുഷ്ടപിശാചി കാത്തിരിക്കുക, നിന്റെ രക്തങ്ങൾ ബന്ധങ്ങൾ പറയും ഇനി ആ കുടുംബം നന്നാകത്തില്ല. എന്നാൽ ഇന്ന് രാത്രി പറയണം, നിന്ദിച്ചവരുടെ നടുവിൽ എന്നെ മാനിക്കുന്ന ഒരു ദൈവം, ശത്രുക്കളുടെ നടുവിൽ എന്നെ ഉയർത്തുന്ന ദൈവം. ഏത് പട്ടണം നിന്റെ മരണം കാണുവാൻ കാത്തിരുന്നോ അതിൻ്റെ നടുവിൽ കൂടി കഴുതയുടെ പുറത്തുകൂടി നാഥൻ യാത്ര ചെയ്തതുപോലെ 2024 നീ വിശ്വസ്തയോടെ ദൈവത്തെ ആരാധിക്കുമെങ്കിൽ ഇന്ന് രാത്രി സഹോദരി കമോൺ പറ, പർവ്വതങ്ങൾ എൻ്റെ മുൻപിൽ നീങ്ങിപ്പോകും. ബ്രദറെ, കുന്നുകൾ എൻ്റെ മുൻപിൽ നീങ്ങി മാറിപ്പോകും. എന്നാൽ ഇന്ന് രാത്രി ചെന്നിയോടെ എൻ്റെ കരം പിടിച്ച് നടത്തുന്ന ദൈവത്തിൻ്റെ ദയ എന്നെ വിട്ടുപോകുകയില്ല. എത്ര പേർക്ക് ഈ രാത്രി ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയോ? ഇന്ന് രാത്രി പറ, നീ തകരുവാൻ, നീ തളരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഈ രാത്രി പറ, കൂരിരുൾ താഴ്വരെ കൂടി കടന്നു പോയാൽ പച്ചയായ പുൽപ്പുറങ്ങളിൽ എന്നെ നടത്തുന്ന ദൈവ, സ്വസ്ഥതയുള്ള വെള്ളത്തിന്മീതെ കൊണ്ട് നടത്തുന്ന ദൈവ, ആടുകളുടെ വലിയ ഇടയൻ എൻ്റെ പുറത്ത് യാത്ര ചെയ്താൽ പട്ടണത്തെ ഇളക്കി കഴിയുന്നത് പോലെ ഇന്ന് രാത്രി ദൈവകൃപ വന്നുവാ, ഞാൻ തകരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി എൻ്റെ മരണം കാത്തിരിക്കുന്നവരുടെ നടുവിൽ കൂടി പൊന്നുപോലെ യാത്ര ചെയ്യുക. കഴുതയുടെ കണ്ണുനീരിന് ഇറങ്ങത്തി വന്ന കര എൻ്റെ കുടുംബത്തിന്, എൻ്റെ തലമുറകൾക്ക് വേണ്ടി ഇറങ്ങി വരും. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. 5-ാമത്തെ വിടുതൽ. ഈ കഴുതയെ യെരൂശലേം ദൈവാലയത്തിൽ, കഴുത സാറിന് അവിടെ വരത്തില്ല, നാഥൻ യാത്ര ചെയ്തിട്ടുണ്ട്, കഴുതയെ ദൈവാലയത്തിൽ കൊണ്ടുവന്നു. അതിൻ്റെ കഴുത്ത് ഞെരിച്ച് ഓടിച്ചു കളയും പഴയ നിയമകാലത്ത്. പക്ഷേ അത് ചെയ്തില്ല. ഈ കഴുത ദൈവാലയത്തിൽ വന്നു. അവിടെ നിന്നോ ആ പ്രഭാഷണം അനുഗ്രഹിക്കപ്പെട്ട പ്രഭാഷണം. മത്തായി 24:1-2 വാക്യങ്ങൾ ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ ദൈവാലയത്തിൽ ഓശാന പെരുന്നാളിൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ, കഴുതയുടെ പുറത്ത് കയറി വാഹനമേറിയ പരിപാടിയ. ഇവിടെ ഓശാന ഓശാന അത്യുന്നതങ്ങളിൽ ഓശാന. ഞാനൊരു മതത്തെയും വിമർശിക്കത്തില്ല. ഇവിടെ കുരുത്തോലയാണ് അതിന് പേറുന്നത്. പക്ഷേ ഇസ്രായേൽ
ഇസ്രായേലിൽ സരളവൃക്ഷ കൊമ്പുകൾ വെട്ടി അവർ ആരാധിച്ചത്. ഓശാന. അതിന് പകരമായി ഇവിടെ പല സഭകളും ഓശാനയ്ക്ക് കുരുത്തോല. സരളവൃക്ഷ കൊമ്പുകൾ വെട്ടി കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, ഓശാന ഓശാന. അതിനോടനുബന്ധിച്ച് യഹൂദൻ്റെ ദൈവാലയത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാഷണം. ആ പെരുന്നാളിൻ്റെ പേര് ഓശാന പെരുന്നാൾ. ഇവിടെ ദൈവവചനം പഠിക്കുന്ന കുഞ്ഞ്, നിങ്ങളൊക്കെ നല്ലതുപോലെ വചനം പഠിക്കണം. ഈ പ്രശ്നങ്ങളൊക്കെ പിന്നെ യൂട്യൂബിലോ ഓൺലൈനിലോ കണ്ട് നോട്ട് ചെയ്യാം. 7 പെരുന്നാളുകൾ യഹൂദനോടുള്ള ബന്ധത്തിൽ. 1 പെസഹ പെരുന്നാൾ, 2 പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ, 3 കാഹളനാഥ പെരുന്നാൾ, 4 ഓശാന പെരുന്നാൾ, 5 പെന്തക്കോസ് പെരുന്നാൾ, 6 കൂടാര പെരുന്നാൾ, 7 ആദ്യ പലക്കറ്റയുടെ പെരുന്നാൾ. ഇതെല്ലാം പിന്നത്തതിൽ യൂട്യൂബ്. 7 പെരുന്നാളുകൾ യഹൂദനോടുള്ള ബന്ധത്തിൽ. ഓശാന പെരുന്നാളിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാഷണം നടന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേവാലയം. ഈ ദേവാലയത്തിൻ്റെ വിഷയം അന്തിമ യുദ്ധത്തിലേക്ക് വരുന്നത്. ഈ ദേവാലയം ആര് പണിയുന്നു? ടൈറ്റസിൻ്റെ ഹേരോദാവ് 46 വർഷം കൊണ്ട് പണിഞ്ഞ ദൈവാലയം. ആ ദൈവാലയത്തിൻ്റെ പണിയല്ല യേശുവിനെ കാണിച്ചു. യേശു പറഞ്ഞു, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിപ്പാതെ ഇടിഞ്ഞു പോകും. AD 68 ടൈറ്റസ് 1 വന്നു. 70 ആലയം തകർത്തു. ആഫ്രിക്കയിൽ ആനയെ കൊണ്ട്. അടുത്ത ദിവസങ്ങളിൽ അത് പ്രതിപാദിക്കും. യേശു ഒലിവുമലയിലേക്ക് പോയി വൈകിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ബൈബിൾ കൂടെ തുറക്കണം. മത്തായി 24:3-4-5. യേശു ഒലിവുമലയിൽ തനിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന്, ഗുരു, അനവധി പ്രഭാഷണങ്ങൾ കേട്ടു. കാട്ടാക്കടയും കണ്ടലയും വെള്ളറുടെയും ആറാട്ടുകുഴിയും അതുപോലെ തന്നെ അമ്പൂരി മലയിലുമൊക്കെ നിൻ്റെ നല്ല നല്ല പ്രഭാഷണങ്ങൾ കേട്ടു. എന്നാൽ പതിവിന് വിപരീതമായി ഇന്ന് പള്ളിക്കകത്ത് യുഗാന്ത്യ സംഭവം, എസ്കറ്റോളജി എന്ന് പറയുന്നൊരു പ്രഭാഷണം നടത്തി. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിൻ്റെ വരവ്, ലോകത്തിൻ്റെ അവസാനം അടയാളം എന്തെന്ന് പറഞ്ഞു തരണം. കുഞ്ഞുങ്ങൾ പഠനത്തോടെ എൻഡ് ഓഫ് ദ വേൾഡ്, സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ്, വാട്ട് അബൌട്ട് ദ സിഗ്നൽ? യേശു ആദ്യം പറഞ്ഞത് എന്താ? വിഴിഞ്ഞം കണ്ടെയ്നർ ടെർമിനൽ വരുമെന്നുള്ള സ്വത്രം. കാട്ടാക്കട പുതിയ ഡിപ്പോ വരുമെന്നല്ല. പിണറായി വിജയൻ സാർ 2ാമത് ഭരിക്കുമെന്നല്ല. അല്ലെ മോഡി സാർ 3ാമത് ഇലക്ഷന് മത്സരിക്കുമെന്നല്ല. ഞാനല്ല, യേശു പറഞ്ഞു, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവേൻ. പെന്തിക്കോസുകാർ മിണ്ടുന്നില്ല. ഞാൻ ക്രിസ്തുവെന്ന് പറഞ്ഞ അനേക കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും അങ്ങനെ വരത്തില്ല. ഇടക്കാലത്ത് എത്ര പേരാണ് നമ്മുടെ കാട്ടാക്കട വന്നത്. സ്തോത്രം. രോഗം മാറും, ശാപം മാറും. ലണ്ടനിലേക്ക് വിസ കിട്ടും. ആൻറ്റിക്ക് നല്ല കാനഡയിൽ നിന്ന് നല്ല പ്ലെയിൻ വരുന്നു. സ്തോത്രം. 4 നിലയുള്ളൊരു വീട് കാണുന്നു. താഴെ മാർബിൾ കറുത്തത് കാണുന്നു. അത് കഴിഞ്ഞിട്ട് ടയോട്ട കാണുന്നു. ഇങ്ങനെ പറഞ്ഞ എത്രയോ പേരുണ്ടായിരുന്നു. സ്തോത്രം. ഇതൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ബൈബിളിൽ ഒരു കാര്യമല്ല. യേശുവിനെ കണ്ട വീട്, യേശുവിനെ കണ്ട കാറ്, യേശുവിനെ കണ്ട പിന്നെ ആരാണ്ട് പറഞ്ഞു 1.5 കോടി എന്ന്. സ്വോത്രം. അങ്ങനെ ആയിരുന്നേ ആദ്യം കിട്ടേണ്ട എനിക്കായിരുന്നു. 1000 കവല. ഇവിടെ തിരുവനന്തപുരത്ത് 1000 രാത്രിയായി. ഞാൻ ഇവിടെ ഉള്ള റബ്ബർ തോട്ടത്തിനോടും മലയോടും തട്ടുകളോടും എല്ലാം പറഞ്ഞു. അതുകൊണ്ട് 1000 ഈ 1.5 കോടി ആദ്യം തരേണ്ടത് കർത്താവ് എനിക്കായിരുന്നു. അത് ആ പയ്യൻ പറഞ്ഞു കേട്ടിട്ട് ഞാനൊരു അക്കൗണ്ട് കൂടെ തുടങ്ങി. 0 ബാലൻസ്. ഇനി 1 ബ്ലോക്ക് ആയാൽ മറ്റത് വരട്ടുന്ന. സ്വോത്രം. ഇന്ന് വരെ 1.5 പോയിട്ട് 1/2 കോടി വന്നിരുന്ന എൻ്റെ സൗകര്യൻ്റെ ആയപ്പാസ് ഒരു 5 ലക്ഷം രൂപ പെയ്ത്തോ മെയിൻറ്റെയിൻ ചെയ്യും കൊടുത്താണ്. സ്വോത്രം. ഇങ്ങനെയൊക്കെ പറയുന്ന തട്ടിപ്പുകാർ കാട്ടാക്കട ഇനിയും വരും. നിങ്ങളുടെ കാശും കൊണ്ടുപോകും. സ്തോത്രം. അതുകൊണ്ട് യേശുവിനെ കണ്ട വീട്, കാറ്, അത് സുനാമി, ഡുനാമി, ഫയർ, ദ്വന്ദ്വയുദ്ധം, മുഴങ്കാൽ യുദ്ധം, തട്ടിന്മേൽ യുദ്ധം. സ്തോത്രം. ഇതൊക്കെ പറഞ്ഞ് കൗശലവാക്ക്. ബൈബിളിനകത്തൊരു കാര്യമുണ്ട്. പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം അന്ത്യകാലത്ത് സ്വന്തം മോഹങ്ങൾക്കത്ത പരിഹാസികൾ ദൈവസഭയിൽ എഴുന്നേക്കും. സ്തോത്രം. അവർ യഥാർത്ഥത്തിൽ ബുദ്ധിമാന്മാരായിരുന്നു. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാൻ UK-യിലും പോയിട്ടില്ല, കാനഡയിലും പോയിട്ടില്ല. ഒരു കാനഡക്കാരൻ, ഒരു UK-കാരൻ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർക്ക് 2 പടം അയച്ചു തരാമെന്ന്. ഞാൻ പറഞ്ഞു, എന്തോ മക്കളെ, നമ്മുടെ കേരളത്തിലെ ഒരു തങ്കപ്പൻ ചേട്ടന് കാനഡയിലും വീടുണ്ട്, UK-യിലും വീടുണ്ട്, അവൻ്റെ വീടൊന്ന് കാണണമെന്ന്. സ്തോത്രം. നിങ്ങൾ കൊടുത്ത 15,000 കൊണ്ട് അവൻ കാനഡയിലും UK-യിലും വീട് മേടിച്ച് കൊടുത്ത ചമ്മണിമാമ ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കണ്ണുനീർ എന്ന് മാറുമോ, വേദന എന്ന് തീരുമോ? സ്തോത്രം. ഇങ്ങനെ വരുന്നവന്മാർ, അത് സൗകര്യമാരെ മുൻപന്തി, ഇതാളെ വന്നില്ലേലും വേണ്ടിയുള്ളൂ. ആൻറ്റി അവിടെ അത് മറിക്കുന്നു, ഇത് മറിക്കുന്നു, ഇത് ചെയ്യുന്നു. നിൻ്റെ സഭയെ 40 ഉള്ളൂ. വഴിവിട്ട് പാകാർ 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അതിൻ്റെ നടുവിലുണ്ട്. ബൈബിളുണ്ടമ്മാമേ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനം തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. സുവിശേഷം എന്താ? ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് ജീവിച്ച് മരിച്ച് 3-ാം നാൾ അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ ചങ്ക് കീറി പ്രസംഗിക്കുക. അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. സ്തോത്രം. അപ്പോൾ പലരും പറയും, പാസ്റ്റർ പഴയ അപ്പച്ചന്മാരുടെ ചിന്താഗതി. അതൊന്നുമല്ല. ആ ചിന്താഗതിയല്ല. മുമ്പേ അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും അന്വേഷിക്കുക. അതോടുകൂടി ഒരു കൊച്ചു വീട് കണ്ടലേ തരും, ഒരു കൊച്ചു കാറ് തരും, ഒരു കുഞ്ഞിനെങ്കിലും വെളിനാട്ടിലും വിടും. ഇത്രയൊക്കെ പോരെ മക്കളെ? സ്തോത്രം. എല്ലാം കൂടെ തന്നിട്ട് വല്ല ടാക്സിക്കാരും കയറിയിട്ട് കണ്ടല സർവീസ് സഹകരണ ബാങ്കിന് കണക്കായി പോകാതെ ഉള്ളതുമായിട്ട് സന്തോഷമായിട്ട് ജീവിച്ചാൽ പോരെ? സ്തോത്രം. ഇത്രയും ഓർത്താൽ മതി. അല്ലാതെ യേശുവിനെ കണ്ടാൽ കടഭാരം മാറും, ശാപം മാറും. ഈ കടഭാരം മാറ്റുന്ന പുള്ളിയുടെ വണ്ടിയുടെ ബാക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്, ദിസ് വെഹിക്കിൾ ഫൈനാൻസ്ഡ് ബൈ ഫെഡറൽ ബാങ്ക്. 5 ലക്ഷം രൂപ ബാങ്കിൽ ലോൺ എടുത്ത കാറ് മേടിച്ചിട്ട് കാട്ടാക്കട കടഭാരം മാറ്റാൻ വരുന്ന. സ്തോത്രം. ഇന്ന് രാത്രി
ഞാൻ കോട്ടയത്ത് കാരിത്താസിൽ കുറേ നാൾ പഠിക്കാൻ പോയിട്ടുണ്ട് സ്തോത്രം. അന്ന് ഈ കോട്ടയത്തെ സ്തോത്രം ഈ അത്ഭുത രോഗശാന്തിക്കാരെല്ലാം രഹസ്യമായിട്ട് വന്ന് ഒപ്പി നിൽക്കുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട് സ്തോത്രം. അന്ന് അവന്മാർ മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു പടമെടുക്കാതിരിക്കാൻ സ്തോത്രം. എൻ്റെ പ്രിയ മക്കളെ, സത്യവചനം, രോഗശാന്തി നല്ലതാ, നിങ്ങൾക്ക് കാറ് കിട്ടുന്നത് നല്ലതാ, ഇതെല്ലാം നല്ലതാ. പക്ഷേ അക്കരെ നാട്ടിൽ പോയില്ലേ പിന്നെ ഈ പുസ്തകം എടുത്തുകൊണ്ട് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ സ്തോത്രം. അതുകൊണ്ട് ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. ഞാൻ ക്രിസ്തുവെന്ന് അനേക കള്ളക്രിസ്തുക്കൾ, കള്ളപ്രവാചകന്മാർ എഴുന്നേറ്റ് വരും. ആ കാലം എപ്പോഴെന്ന് അറിയായികയാൽ സൂക്ഷിച്ചു കൊള്ളുവിൻ. ഒരന്ത്യകാലമാണ്. യേശുവിൻ്റെ വരവിനെ പറ്റി പോകുന്നത് റഷ്യയിലേക്ക്. മത്തായി 24, 32, 33, 34. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിൻ്റെ കൊമ്പളതായി ഇല തിളർക്കുമ്പോൾ വേനൽ അടുത്തുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്ക വാതിൽക്കൽ. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. വളരെ ക്ലിയറായി കർത്താവിൻ്റെ വരവിൻ്റെ 4 ലക്ഷണങ്ങൾ. 1, അത്തിയാകുന്ന ഇസ്രയേൽ. 2, എതിർ ക്രിസ്തുവെന്ന ഏകലോക ഭരണം. 3, പ്രപഞ്ചത്തിൽ മാറ്റമുണ്ടാകും. 4, ഒരേക ലോക മതം വരും. അതുപോലെ തന്നെ ആ നാളും നാഴികയെ സംബന്ധിച്ച് വരുവാനുള്ള പുത്രനോ സ്വർഗത്തിൻ്റെ ദൂതന്മാർക്കോ അറിയത്തില്ല. അതുകൊണ്ട് നാളെ ഞാൻ ഇത്രയും പ്രസംഗിക്കുന്ന 2025 പുന്നാവൂർ പാലത്തെ കയറി ഒരു പരസ്യവും വെച്ചിട്ട് ഒരു കർത്താവ് 2025 ജനുവരി 1 വരുമെന്ന് പറഞ്ഞാൽ അപ്പം എന്നെ താഴെ ഇറക്കിയേക്കണം സ്റ്റേജിൽ നിന്ന് സ്തോത്രം. അപ്പം കർത്താവിൻ്റെ വരവ് നാളും നാഴികയെ സംബന്ധിച്ച് വരുവാനുള്ള പുത്രനോ സ്വർഗത്തിലെ ദൂതന്മാർ. പിന്നെ അടുത്തൊരു ഭാഗമുണ്ട്, നോഹയുടെ കാലത്ത്. നോഹയുടെ കാലമാ ഈ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ട ഇപ്പോൾ ഒരാശ്വാസമായി. അതാ നമ്മുടെ പത്രം തുറന്നാർ യെല്ലോ, മാംഗോ, പൈനാപ്പിൾ, ഓറഞ്ച്. ഇത് തന്നെ നോഹയുടെ കാലം, പ്രളയകാലം. ഇന്ന് രാത്രി കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളാണ് വായിച്ചത്. 1, അത്തിയാകുന്ന ഇസ്രയേൽ. 2, അവനടുക്ക വാതിക്കൽ. 3, പ്രപഞ്ചത്തിൻ്റെ ലക്ഷണങ്ങൾ. 4, ഏകലോകമതം. അതിനോടനുബന്ധിച്ച് ഇന്ന് രാത്രി ഞാനല്ല, ഈ പ്രഭാഷണത്തിൻ്റെ പേര് ഒലിവുമല പ്രഭാഷണം. കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടേ പോകാവൂ. ബൈബിളിനകത്ത് യേശുക്രിസ്തുവിൻ്റെ 3 പ്രഭാഷണങ്ങളുണ്ട്. 1-ാമത്തെ പ്രഭാഷണമാണ് ഗിരിപ്രഭാഷണം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ആദർശധീരനായ ബാപ്പുജി വളരെ ക്ലിയറായി അദ്ദേഹത്തിൻ്റെ സത്യാന്വേഷണ പരീക്ഷകൾ എഴുതിയിട്ടുണ്ട്. എന്താ എഴുതിയേക്കുന്നതെന്നറിയാമോ? എൻ്റെ ജീവിതത്തിൽ അഹിംസയുടെ ധ്വനികൾ പകർന്നു തന്നത് യേശുദേവൻ്റെ മൊഴിമുത്തുകളാണ്. സ്തോത്രം. നമ്മൾ വായിച്ചില്ലെങ്കിലും മഹാത്മാഗാന്ധിജി പുസ്തകം വായിച്ചെന്ന് സന്തോഷമില്ലല്ലോ സ്തോത്രം. അത് കഴിഞ്ഞിട്ട് 2-ാമത്തെ പ്രഭാഷണം ഇന്ന് രാത്രി കുഞ്ഞു വായിച്ചു. അതിൻ്റെ പ്രഭാഷണം ഗിരിപ്രഭാഷണം, സെർമൺ ഓഫ് ദ മൗണ്ട്, യുഗാന്ത്യ സംഭവം. യേശു പറഞ്ഞു. അത് മൊത്തം പ്രസംഗമാണ്, അതിലൊരു ഭാഗം മാത്രം. 3-ാമത്തെ കാര്യമാണ് മാളികമുറി പ്രഭാഷണം. ക്രൂശീകരണത്തിന് തൊട്ട് മുമ്പ് മാളികമുറിയിൽ ശിഷ്യന്മാരോട് സംബന്ധിച്ചു, നാളെ അവൻ കുരിശിലേറ്റപ്പെടും. അതിനോടനുബന്ധിച്ച് ഈ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം ശിഷ്യന്മാരോട് പറഞ്ഞതാ, മരണവിട്ടിലും ആശ്വാസവാക്കിലും നമ്മൾ പറയുന്നത് യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. അപ്പച്ചൻ്റെ വീട്ടിൽ അനേക വാസസ്ഥലമുണ്ട്, ഞാനങ്ങ് പോയാലും സ്ഥലമൊരുക്കി മടങ്ങി വരും. സ്വോത്രം. ഇതാ മാളികമുറി പ്രഭാഷണം. ഒരിക്കൽ കൂടി ബൈബിൾ നോട്ട് ചെയ്യുന്ന പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ചെറുപ്പക്കാരികൾ, ദൈവദാസന്മാർ, യേശു ക്രിസ്തുവിൻ്റെ 3 പ്രഭാഷണം. 1, ഗിരിപ്രഭാഷണം. 2, അന്ത്യകാല പ്രഭാഷണം. 3, മാളികമുറി പ്രഭാഷണം. ഇന്ന് രാത്രി കുഞ്ഞു വായിച്ചത് മത്തായി 24:6-7. ഇനി നേരെ ഡയറക്റ്റ് റഷ്യയിലേക്ക്. മത്തായി 24:6-7 യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. നിങ്ങൾ ചഞ്ചലപ്പെട്ട് പോകരുത്, സംഭവിക്കാനുള്ളത് തന്നെ. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. നെയ്യാറ്റിൻകരയ്ക്ക് അപ്പുറത്ത് നമ്മൾ പഴയടെ തിരുപുറം എന്ന് പറയുന്നൊരു പള്ളിയുണ്ട്. അവിടെ ഏകദേശം CSI പള്ളി ഒരു 14 കൊല്ലവും കണ്ടായി. സ്തോത്രം. അന്ന് ഞാൻ ആ CSIയിൽ നല്ലോണം പ്രസംഗിക്കാമല്ലോ. അന്ന് അവിടെ ചെന്ന് ആദ്യം മത്തായി സുവിശേഷം ആദ്യത്തെ ദിവസം അവരുടെ സഭാദിനത്തിൽ പ്രസംഗിച്ചത്. സ്തോത്രം. അന്ന് പ്രസംഗം അച്ഛൻ നല്ലതുപോലെ കേട്ടു. 2-ാം ദിവസം അച്ഛൻ ആ യോഗം തുടങ്ങിയപ്പോൾ പറയാം, ഇതുവരെ എനിക്കറിയത്തില്ല അന്ന് കർത്താവ് വരുമെന്നുള്ളത്, പക്ഷേ ഇന്നലത്തെ പ്രസംഗം കേട്ടപ്പോൾ റെഡിയായി കർത്താവ് വരുമെന്നുള്ളത്. സ്വോത്രം. തിരുവോറം CSI. എന്നിട്ട് അച്ഛൻ ഒരു നല്ല കാര്യവും കൂടെ പറയും, ഈ മത്തായി 24 വായിച്ചിട്ട് രാവിലെ പേപ്പറും ബൈബിളും കൂടെ വായിക്കണം. നിങ്ങളുടെ കൈ ഉയർത്തി നിങ്ങൾ ഹല്ലേലൂയ പറയുമെന്ന്. സ്വോത്രം. എല്ലാം ഇതിനകത്തുണ്ടത്. അങ്ങനെയെങ്കിൽ യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് അല്പ സ്പീഡ് കുറച്ച് മനസ്സിലാകുന്ന രീതിയിൽ ലോകത്തിൽ എല്ലാ കാലത്തും യുദ്ധമുണ്ട്. ഇനി നിങ്ങൾ പഠിച്ചെങ്കിൽ ഈ 3 പ്രഭാഷണം കേട്ടിട്ടും നിങ്ങൾക്ക് രക്ഷയുള്ളൂ. 1800 യുദ്ധങ്ങളൊന്നും ഞാൻ തൊടുന്നില്ല. 900 മുതലുള്ള യുദ്ധങ്ങൾ. 1905 ഒരു യുദ്ധമുണ്ടായി, റൂസോ ജപ്പാൻ വാർ. അതിനകത്ത് ജപ്പാൻ എന്ന് പറയുന്ന രാഷ്ട്രം റഷ്യയെ തകർത്ത് കളഞ്ഞു. അത് കഴിഞ്ഞ് 1914 മുതൽ 17 വരെ 1-ാം ലോകമഹായുദ്ധം അത്തി തളർത്തു. അത് കഴിഞ്ഞ് 1939, 45, 2-ാം ലോകമഹായുദ്ധം 5.5 കോടി പേർ മരിച്ചു.
അതാ ഏറ്റവും നിർണായകമായ ഇസ്രായേൽ. അന്നത്തെ അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്നു ഹാരി എസ് ട്രൂമാൻ. ഈ കഥ കേൾക്കണം, എന്നെങ്കിലേ ഈ പ്രസംഗം അവസാനം റെഡിയാകത്തുള്ളൂ. അവസാനം ഹാരി എസ് ട്രൂമാൻ അന്ന് ആറ്റം ബോംബ് ഉണ്ടാക്കിയ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അവൻ്റെ പേരായിരുന്നു ടിക്കോ ഫെർമി. ചിക്കാഗോ യൂണിവേഴ്സിറ്റിക്കകത്ത് ആറ്റത്തിൻ്റെ 3 ഘടകം, പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ, 40 ദിവസമായിട്ട് പരീക്ഷ നടത്തിയിട്ട് രക്ഷയിൽ 80 ശാസ്ത്രജ്ഞന്മാർ. അവസാനം പത്രോസ് ലീഗയുടെ വചനം അവൻ വായിച്ചു. 2 പത്രോസ് 3 കർത്താവിൻ്റെ ദിവസം കള്ളനെ പോലെ വരും, ആകാശം കൊടുമുഴക്കത്തോടെ മൂലപദാർത്ഥം, ഒരു പദാർത്ഥത്തിൻ്റെ ചെറിയ കണിക ആറ്റം, അത് പൊട്ടുമെന്ന് മനസ്സിലായി. പ്രോട്ടോണും ന്യൂട്രോണും മാറ്റിയിട്ട് ഇലക്ട്രിക് കാഥോഡ് റേസ് കൊടുത്തപ്പോൾ ആറ്റം ബോംബ് പൊട്ടി. അതുകൊണ്ട് ജപ്പാനിലെ ഹിരോഷിമ നാഗസാക്കിയിലും 2ാം ലോക മഹായുദ്ധത്തിൽ അമേരിക്ക ബോംബിട്ട് സകലരെയും കൊന്നു. ആ യുദ്ധത്തിനകത്ത് ജയിച്ചപ്പോൾ ശാസ്ത്രജ്ഞനോട് ചോദിച്ചു എന്തോ വേണം. അവൻ പറഞ്ഞു ഞങ്ങളുടെ ഇപ്പം ദേശമൊന്നുമില്ല, ഞങ്ങളുടെ അപ്പന്മാർ സ്വർഗത്തോട് മറുതലിച്ച് എല്ലാം കൂടെ ആ വഴി നീളെ കിടക്കുക, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും മടങ്ങി വരണം. യുദ്ധം കഴിഞ്ഞ് 48 മെയ് 14 ഒരു രാജ്യം വന്നു. ഡേവിഡ് ബെൻ ഗൂറിയോൻ അത്തി തളർത്തു കൊമ്പിളതായി ഇസ്രായേൽ. സ്വോത്രം. ഇതിനെ ബേസ് ചെയ്ത സംഭവം അന്നത്തെ ചരിത്രം. ആ ഒരു ഭാഗം ഒന്ന് തൊട്ട് വെക്കുവാണേ. അന്ന് 3 സംഭവം ഉണ്ടായി. നാളെ അതിലേക്കാണ്. അതിനോടനുബന്ധിച്ച് 6750 കിലോമീറ്റർ പലസ്തീൻ, അതിനോട് ചേർന്ന് 375 കിലോമീറ്റർ ഇന്നത്തെ ഗാസ. ഇസ്രായേലിൻ്റെ ടോട്ടൽ വലിപ്പം നിങ്ങൾക്ക് നോട്ട് ചെയ്യാം, 20,750 കിലോമീറ്റർ. അതിൻ്റെ നടുവിൽ ഒരു 671 കിലോമീറ്റർ ഒരു ഭാഗമുണ്ട്, കിഴക്കൻ ജെറുസലേം. അതിലാണ് ഈ അന്തിമമായിട്ട് ഇത് പോകാൻ പോകുന്നത്. അതുകൊണ്ട് ആ ഭാഗം ഞാൻ തൊട്ട് വെച്ചത്. 49 ശ്രദ്ധയോടെ 49 സ്വാതന്ത്ര്യം കിട്ടി ഒരു വയസ്സായ ഇസ്രായേലിനെ അറബ് രാജ്യം എല്ലാം ആക്രമിക്കാൻ തുടങ്ങി. അവിടെയും അവൻ രക്ഷപ്പെട്ടു. 57 അറബ് രാജ്യം വീണ്ടും ഇസ്രായേലിനെ ആക്രമിക്കാൻ തുടങ്ങി. 61 ബൈബിളും പ്രവചനങ്ങളും, അമേരിക്കയും വിയറ്റ്നാം യുദ്ധം. 67 6 ദിന അറബ് ഇസ്രായേൽ വാർ. 71 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം. അത് കഴിഞ്ഞിട്ട് 73 യോം കിപ്പർ വാർ, ഇസ്രായേൽ അറബ് രാജ്യങ്ങൾ. അത് കഴിഞ്ഞ് വീണ്ടും യുദ്ധം വന്ന് 80-90 കാലത്ത് കൊടും യുദ്ധം. അതിൻ്റെ പേരായിരുന്നു 10 വർഷം ഇറാനും ഇറാഖും അടിച്ചുകൊണ്ടിരുന്നു. നല്ലതുപോലെ അറിയാം. സദാം ഹുസൈൻ കയറി കുവൈറ്റിനെ ആക്രമിച്ചു. 2 കൊല്ലം അങ്ങനെ കിടന്ന് കരഞ്ഞു. 92 യുദ്ധങ്ങളെല്ലാം മാറി കൊടുങ്കാറ്റിന് മുമ്പിട്ടുള്ളൊരു ശാന്തതയായി വന്നു. പക്ഷേ 2022 കറക്റ്റ് ഈ 30 വർഷം കഴിഞ്ഞപ്പോൾ ഒരു യുദ്ധം ആരംഭിച്ചു. ഇന്നും നടക്കുന്നു. അതേ ഫെബ്രുവരി റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നു. അതെത്ര വർഷമായി? ഈ ഫെബ്രുവരി ആകുമ്പോൾ 2 വർഷമാകും. ഇതുവരെ ഇത് തീരത്തില്ല. ഈ യുദ്ധം എവിടേക്ക് പോകുന്നു? അന്തിമ ദിനങ്ങളിലേക്ക് പോകുന്നു. ഇന്ന് രാത്രി അതിൻ്റെ ഒരു ഭാഗമായിരിക്കും. ചിന്തിക്കാരും ചാനലുകാരുമെല്ലാം കേൾക്കണം. ലോകത്തിൽ 2 വൻശക്തികൾ. അതിലൊരു വൻശക്തി അമേരിക്ക. അതിന് വിളിക്കുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, 51 സ്റ്റേറ്റുകൾ. രണ്ടാമത്തെ അമേരിക്കയുടെ കൂടെ ഒരു കൂട്ടമുണ്ട്, അതിൻ്റെ പേര് നാറ്റോ സഖ്യം. രണ്ടാമതൊരു രാജ്യം കൂട്ടമുണ്ട്, USSR. USSR കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം, യുണൈറ്റഡ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്. അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? 1985 ആയപ്പോൾ റഷ്യക്ക് ഇച്ചിരിയൊക്കെ പ്രശ്നങ്ങളുണ്ടായി. 87 ഒരു ഭരണാധികാരി വന്നു. അവൻ്റെ പേരാ മീക്കായൽ ഗർബച്ചോവ്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി. അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പട്ടാളക്കാരും നാട്ടുകാരും പറയും, സാറേ റഷ്യ ഇങ്ങനൊന്നും പോകാൻ പറ്റത്തില്ല, അങ്ങനെയെങ്കിൽ ഇത് വെട്ടിമുറിക്കണം, എന്തെങ്കിലും ഓരോ രാജ്യമാക്കി കഴിഞ്ഞാൽ അവരവരെ ഗവൺമെൻറ് റെഡിയാക്കും. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു ഞാൻ ആലോചിക്കട്ടെ. 91 റഷ്യയെ 15 വെട്ടിമുറിച്ചു. ആ 15 കഷണമാക്കി. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരമായതെല്ലാം അന്തിമ യുദ്ധത്തിന് വേണ്ടി. താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, അസർബൈജാൻ, ഉക്രൈൻ, ലാത്വിയ, ലിത്വാനിയ, എസ്റ്റോണിയ, ബെലാറസ്, അത് കഴിഞ്ഞ് ജോർജിയ, അർമേനിയ, ചെച്ചിനിയ, ക്രിമിയ, സൈബീരിയ, 15 റഷ്യ വെട്ടിമുറിച്ചു. ഈ രാജ്യങ്ങളിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നേരത്തെ MBBS പഠിക്കാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് പോയിക്കൊണ്ടിരുന്നത്. സ്വോത്രം. അതിലൊന്നാ ഉക്രൈൻ. ഇന്ന് രാത്രി ആ ഭാഗം വരുമ്പോൾ ഇവിടെ നല്ല പ്രിയപ്പെട്ടവരാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസിഡൻ്റായിരുന്നു മീക്കായൽ ഗർബച്ചോവ്. അദ്ദേഹത്തിനെ കൊണ്ടുപോകുവാൻ 10 മണിക്ക് വണ്ടി വരും കൊട്ടാരത്തിൽ നിന്ന്. സ്വോത്രം. അദ്ദേഹം ഈ വണ്ടി കയറാൻ പോകുമ്പോൾ അപ്പുറത്തെ മുറിയിൽ തൻ്റെ ഭാര്യ മുട്ടുമടക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈ മനുഷ്യൻ ആ ഭാര്യയോട് ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരാ റൈസ ഗർബച്ചോവ്. റൈസയോട് ചോദിച്ചു, റൈസ, ഞാൻ ഈ കൊട്ടാരത്തിനകത്ത് പോകുമ്പോൾ നീ എന്തിനായി മുട്ടുമടക്കി കരയുന്നു? അവർ റഷ്യൻ ഓർത്തഡോക്സ് വിശ്വാസിയായിരുന്നു. അവർ പറഞ്ഞു, താങ്കളെ റഷ്യയുടെ പ്രസിഡൻ്റാക്കിയത് സ്വർഗത്തിലെ ദൈവമാ, അതോർത്ത് ഞാൻ കരയുകയാണ്. സ്വോത്രം. അന്ന് അദ്ദേഹം കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചില്ല. എന്താ സംഭവിച്ചെന്നറിയാവോ? പെതിയെ ഭരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പോയി. പിന്നത്തെ ഒരു വാർത്ത കേൾക്കണോ? അദ്ദേഹം കർത്താവിനെ രക്ഷിതാവായി അവസാന ദിവസങ്ങൾ സ്വീകരിക്കുവാനിടയായി. ഇന്ന് രാത്രി കലകവും കലാപമല്ല വലുത്. മുട്ടുമടക്കി നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ നിന്റെ ഭർത്താവിനെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ നിന്റെ കണ്ണുനീരിന് കഴിയും. എത്ര പേർക്ക് ഈ രാത്രി കാര്യം മനസ്സിലാകുന്നു? കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രത്തിൻ്റെ പ്രസിഡൻ്റായ മീക്കായൽ ഗർബച്ചോവിന് വേണ്ടി ഭാര്യ മുഴങ്കാൽ മടക്കിയപ്പോൾ നിന്റെ
അറകളിൽ കടന്ന് രാപാർത്ത് നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ നിന്റെ ഭർത്താവിനെ മാനസാന്തരപ്പെടുത്തുവാൻ, നിന്റെ ഭാര്യയെ മാനസാന്തരപ്പെടുത്തുവാൻ സഹോദരി നിന്റെ കണ്ണുനീരിന് കഴിയും. എത്ര പേർക്ക് ഈ രാത്രി ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? എല്ലായ്പ്പോഴും ദൈവസന്നിധിയിൽ മുട്ടുമടക്ക്. മിണ്ടുന്നില്ല പെന്തിക്കോസുകാർ. 2024 മടുത്തു പോകാതെ കരമുയർത്തിയാട്ടെ, പ്രാർത്ഥിപ്പിൻ. സ്തോത്രം. ഒരു സഹോദരിയുടെ പ്രാർത്ഥനയാണ് തൻ്റെ ഭർത്താവിനെ കൊണ്ടുവന്നത്. അത് വായിച്ചിട്ട് ഞാൻ കരഞ്ഞുപോയി. കമ്മ്യൂണിസ്റ്റ് പ്രസിഡൻ്റായിരുന്ന മീഖായിൽ ഗർബച്ചോവ് അവസാനം സഹോദരിയുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ കർത്താവിൻ്റെ രക്ഷിതാവായി സ്വീകരിച്ചു. ഇന്ന് രാത്രി 991 കഴിഞ്ഞു. റഷ്യയിൽ മീഖായിൽ ഗർബച്ചോവൊക്കെ പോയി. ഭരണം ഇങ്ങനെ മാറിക്കഴിഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോൾ റഷ്യയുടെ ചരിത്രത്തിനകത്ത് 2010 ഒരു ഭരണാധികാരി ആദ്യമായിട്ട് വന്നൊരു ചെറുപ്പക്കാരൻ. അവൻ്റെ പേര് ഇന്നത്തെ വ്ളാഡിമർ സെലൻസ്കി. ഏകദേശം 12 വർഷമായിട്ട് അവൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അവനാണ് ഉക്രൈൻ ഭരിക്കുന്നത്. അവനാണ് ഒരു യഹൂദൻ. അവൻ്റെ പ്രത്യേകത, യഹൂദൻ ഒരിക്കലും ഈ റഷ്യയായിട്ട് കമ്പനിയില്ല, അവൻ അമേരിക്കയായിട്ടാ കമ്പനി. നമ്പർ 1, 2013 അവനൊരു കത്ത് കൊടുത്തു. ആർക്ക് കൊടുത്തു? അമേരിക്കയുടെ പ്രസിഡന്റ് ബരാക് ഒബാമയ്ക്ക് കൊടുത്തു. ഞങ്ങളെ നിങ്ങളുടെ കൂടെ നാറ്റോയിൽ ചേർക്കണം. ബരാക് ഒബാമ പറഞ്ഞു പറ്റത്തില്ല. 2017 അമേരിക്കയിലെ ഇവന് ട്രംപിന് കത്ത് കൊടുത്തു, പറ്റത്തില്ല. 2020 കോവിഡ് കാലത്ത് 2 പേർക്ക് കത്ത് കൊടുത്തു. 1 അമേരിക്ക, 2 യൂറോപ്യൻ യൂണിയൻ. ഞങ്ങളെ നിങ്ങളുടെ കൂടെ ചേർക്കണം. എന്താ? റഷ്യയുടെ ആധിപത്യം ഞങ്ങൾക്ക് വേണ്ട, ചേർക്കണം. പക്ഷേ അവർക്ക് ആർക്കും ചേർക്കാൻ കഴിയത്തില്ല. അമേരിക്കയ്ക്ക് ഒരിക്കലും ഈ ഉക്രൈനെ പിടിച്ച് ചേർക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ വചനം ശരി കേൾക്കണം. 1900 ഏഷ്യാനെറ്റുകാരനോ മനോരമയ്ക്കോ ഒന്നും അറിയത്തില്ല. 1971 ഒരു കരാറുണ്ടായിരുന്നു, ജോൺ എഫ് കെന്നഡി കരാർ. റഷ്യയും അതുപോലെ തന്നെ അമേരിക്കയായിട്ട്. റഷ്യയുടെ ചുറ്റും ഒറ്റ രാജ്യങ്ങളെ അമേരിക്ക ചേർക്കത്തില്ല. കാര്യം, ഈ അമേരിക്ക അതിൻ്റെ കസ്റ്റഡി വന്നാൽ അവിടെ ഒരു റഡാർ കൊണ്ടുവച്ച റഷ്യയുടെ സൈനിക രഹസ്യങ്ങൾ മുഴുവൻ ചോർത്തിയെടുക്കും. അതുകൊണ്ട് 71 ഒരു കരാർ ഉണ്ടായിരുന്നു, ജോൺ എഫ് കെന്നഡി കരാർ. അതുകൊണ്ട് ബരാക് ഒബാമ ചേർത്തില്ല, ട്രംപ് ചേർത്തില്ല, ബൈഡൻ ചേർത്തില്ല. അവസാനം യുക്രൈൻകാരൻ ഭയങ്കര ബുദ്ധിയുള്ളവനായ യഹൂദൻ അവസാനം യൂറോപ്പിൻ്റെ കൊണ്ട് കൊടുത്തു. യൂറോപ്പ് കൂടെ ചേർന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പം റഷ്യ വിചാരിച്ചു ഇനി രക്ഷയില്ല. അന്ന് തുടങ്ങിയ അടി. എന്തിനു വേണ്ടി അടിക്കുന്നു? ഒരു കാര്യം കൂടെ 2 മിനിറ്റ് കടമെടുത്ത്. റഷ്യയുടെ യുക്രൈൻ്റെ മണ്ണിനകത്ത് അമേരിക്ക ഉക്രൈനെ ഒരു സഖ്യകക്ഷിയായി പിടിച്ചാൽ അവൻ ആദ്യം ഒരു റഡാറും കൊണ്ടുവെക്കും, അതിനുശേഷം ബൈനോക്കുലറും വെക്കും. നമ്മുടെ AI ക്യാമറ കണക്ക് റഷ്യയുടെ സകല സാധനം ഊറ്റി കൊടുക്കും. അതുകൊണ്ടാണ് ഈ സംഭവത്തിന് അവർ നാന്ദി കുറിക്കാത്തത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പറയാം, നമ്മുടെ ഈ തിരുവനന്തപുരത്ത് 3-4 കേന്ദ്രമുണ്ട്. 1 പാങ്കോട് മിലിറ്ററി, 2 ഇവിടെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം, 3 ടെക്നോ പാർക്ക്, അത് കഴിഞ്ഞ് ISRO. ഇതെല്ലാം തിരുവനന്തപുരത്തിൻ്റെ മുഖമുദ്ര. ഈ അടുത്ത സമയത്ത് ശ്രീലങ്ക തിരുവനന്തപുരം 7 മണിക്കൂർ ബോട്ട് ഓടുന്ന സ്പീഡേ ഉള്ളൂ. തിരുവനന്തപുരം ഈ തേങ്ങാപട്ടണം രാമേശ്വരം വഴി 7 മണിക്കൂർ ഓടിയാൽ ശ്രീലങ്കയിലെത്തും. ഈ ചൈനക്കാർ ഈ ഇടയ്ക്ക് ഒരു തുറമുഖം ശ്രീലങ്കയെ കൊണ്ട് പണിഞ്ഞു. അതിൻ്റെ ഈ ഹമ്പൻ തോട്ട തുറമുഖം 1500 കോടിയാണ് ചൈന മുടക്കിയത്. അപ്പോൾ അവൻ പണിഞ്ഞ തുറമുഖത്ത് ചൈനയുടെ ഒരു ചാരക്കപ്പൽ വരാൻ തുടങ്ങി. അതിൻ്റെ പേരാ യുവാങ് 5. ഇവിടെ ഭയങ്കര ബഹളം ഉണ്ടാക്കിയതാണ്. ആ കപ്പൽ വരാൻ തുടങ്ങി. ഇന്ത്യ ഈ ശ്രീലങ്കയോട് പറഞ്ഞ് ദയവ് ചെയ്ത് ആ കപ്പലിനെ കൊണ്ടുവരരുത്, ഞങ്ങളുടെ സന്ദേശങ്ങൾ മുഴുവൻ അവൻ പിടിക്കും. കൂടംകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള സകല സാറ്റലൈറ്റ് വഴി സന്ദേശം ഈ കപ്പൽ കൂട്ടുമെന്നറിയാം. എന്നിട്ട് ചൈനക്കാരൻ മിണ്ടിയില്ല. ചൈനക്കാരൻ എന്തോ ഇതെന്നറിയാമോ? ഈ കപ്പലിനെ കൊണ്ടുവന്ന് ഇന്ത്യ വിട്ടുകൊടുത്തില്ല. ഇന്ത്യയുടെ ഒരു വിദേശകാര്യ മന്ത്രിയുണ്ട്, അദ്ദേഹമാണ് ഏറ്റവും ഇന്ത്യയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ശ്രീ അമിത്ഷായോ മോഡി സാറോ രാജ്നാഥ് സിംഗ് അല്ല, ഇന്ത്യയുടെ ഒരു വിദേശകാര്യ മന്ത്രിയുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് ജയശങ്കർ. അദ്ദേഹമാണ് ഇന്ത്യയുടെ കാര്യങ്ങൾ എപ്പോഴും ഒരു വിമാനത്തിനകത്ത് ലോകരാജ്യങ്ങളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ജയശങ്കർ. ജയശങ്കർ ISROയുടെ അടുത്ത് പറഞ്ഞു, ശ്രീലങ്കയുടെ മേളിലോട്ടൊരു സാറ്റലൈറ്റ് വിട്ടേക്കാൻ. സന്തോഷമില്ലല്ലോ? സ്വോത്രം. ആ സാറ്റലൈറ്റ് ഈ കപ്പലിൻ്റെ മേളിൽ കയറി ഇവിടുത്തെ അന്നമ്മാമ ദുബായി ഇരിക്കുന്ന അവറാച്ചാന് വാട്സപ്പ് അടിച്ചിട്ടിരുന്ന് കറങ്ങുന്നത് പോലെ കറങ്ങിക്കൊണ്ടിരുന്നു. ഒന്നും കിട്ടിയില്ല. സ്വോത്രം. അതായത് ആ പരിപാടി ഈ കാശ്മീരിൽ കലാപമുണ്ടാകുമ്പോൾ ഇൻ്റർനെറ്റ് അവർ ബാൻ ചെയ്യും. സാറ്റലൈറ്റ് മേളിൽ കയറ്റിയാൽ പിന്നെ ഇൻ്റർനെറ്റ് അനങ്ങത്തില്ല. ആ പരിപാടി ചെയ്തതാ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ. ഭയങ്കര ബുദ്ധിമാന്. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ കഴക്കൂട്ടം പാലം പണിഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ വന്ന് ഇങ്ങനെ നോക്കി. അപ്പോൾ എൻ്റെ 3 സ്നേഹിതർ ചോദിക്കുക, ഏത് കയ്യാ ഇങ്ക വന്നേന്ന് ചോദിച്ചത്. കടകംപള്ളി, 2 ആനാവൂർ, ശിവൻകുട്ടിച്ചേട്ടൻ. സ്വോത്രം. അവർക്കൊരു മനസ്സിൽ പേടി, ഇങ്ങാരെങ്ങാനും ഇനി തിരുവനന്തപുരത്ത് കയറി മത്സരിക്കാനാണെന്ന് വന്നതെന്നുള്ളത്. സ്വോത്രം. മിക്കവാറും ഞാൻ സ്നേഹത്തോടെ പറയാം, എല്ലാ രാഷ്ട്രീയക്കാരും നമ്മുടെ സൗകര്യങ്ങൾ. തിരുവനന്തപുരത്തെ BJPക്കാരൊന്നും കേന്ദ്രത്തിന് വിശ്വാസമൊന്നുമില്ല. മിക്കവാറും ജയശങ്കറോ അതല്ലെങ്കിൽ നിർമ്മല സീതാരാമൻ, ഈ 2 എണ്ണമായിരിക്കും തിരുവനന്തപുരത്ത്. സ്വോത്രം. അല്ല വേറെ ആരും വരത്തില്ല. ഇവിടുത്തെ BJPക്കാർ വൈകിട്ട് വരെ ഭയങ്കര പ്രതീക്ഷ. രാത്രി ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് ചായ കുടിക്കും, പത്രോസ് യാക്കോബ് യോഹന്നാൻ. സ്വോത്രം. അതുകൊണ്ടല്ലേ മക്കളെ സ്വർണ്ണ
കേസൊക്കെ ആവിയായി പോയില്ലേ? സ്വോത്രം കണ്ടില്ലേ? അതുകൊണ്ട് കേന്ദ്രത്തിനറിയാം. അതുകൊണ്ട് ഈ ജയശങ്കറും നിർമ്മല സീതാരാമനും ഈ തിരുവനന്തപുരത്ത് ഇങ്ങനെ ചുറ്റിപ്പറ്റി കറങ്ങുന്നത് പാസ്റ്റർമാർ. ഇതിൻ്റെ പിൻപിലൊക്കെ ഭയങ്കര അജണ്ടയുണ്ട്. സ്തോത്രം. ഞാൻ ആരെയും വിമർശിക്കത്തില്ല. രാഷ്ട്രീയക്കാരെല്ലാം നമ്മുടെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, അവർ നല്ലതുപോലെ ഭരിക്കട്ടെ, ദൈവം ആയുസ്സാരോഗ്യം കൊടുക്കട്ടെ. അതാ ഞങ്ങളുടെ പ്രാർത്ഥന. സന്തോഷമില്ലല്ലോ? വാർഡ് മെമ്പറെ പറ്റി ആരാ പ്രാർത്ഥിക്കുന്നത്? സ്വോത്രം. വാർഡ് മെമ്പറെ പറ്റി ആരാ പ്രാർത്ഥിക്കുന്നത്? അവരെ വീട്ടുകാർ പ്രാർത്ഥിക്കത്തില്ലല്ലോ. സ്വോത്രം. ഞങ്ങൾ ഞായറാഴ്ച സഭായോഗത്തിൽ പറയും ഞങ്ങളുടെ വാർഡ് മെമ്പർ ദൈവം അനുഗ്രഹിക്കട്ടെ. മിണ്ടുന്നില്ലല്ലോ. പഞ്ചായത്ത് പ്രസിഡന്റ് അനുഗ്രഹിക്കട്ടെ, കേരള മുഖ്യമന്ത്രി അനുഗ്രഹിക്കട്ടെ, ഇന്ത്യൻ പ്രധാനമന്ത്രി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടേ ഉള്ളു വേർപെട്ട ദൈവമക്കൾ ആത്മാവിലെ സത്യത്തിൽ. റോമാലേഖനം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, മക്കളെ നിങ്ങളുടെ അധികാരികൾക്ക് വേണ്ടി മിണ്ടുന്നില്ല, നിങ്ങൾ പ്രാർത്ഥിക്കണം. സ്വോത്രം. ആരോ ആയിക്കോട്ടെ. സ്വോത്രം. അങ്ങനെ പ്രാർത്ഥിക്കും. ഇന്ത്യയുടെ ഭൂപടത്തെ പറ്റി രാഷ്ട്രീയക്കാർ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബെയ്ത്തൂമിനകത്ത് ഒരു ഭൂപടം വെച്ചിട്ടുണ്ട്, അതിനകത്ത് ഞങ്ങൾ കൈതൊട്ട് പ്രാർത്ഥിക്കും, ഇന്ത്യ അനുഗ്രഹിക്കപ്പെടട്ടെ. സന്തോഷമില്ലല്ലോ? സമാധാനം വരട്ടെ. അതുകൊണ്ട് നമ്മളെല്ലാവരെയും ബഹുമാനിക്കണം. ഇന്ന് രാത്രി കേട്ടോ, അങ്ങനെയെങ്കിൽ റഷ്യ ഉക്രൈനെ എന്തിനു വേണ്ടി ആക്രമിക്കുന്നു? ഉക്രൈനകത്ത് 3 കാര്യമുണ്ട്. ഒന്ന്, ഇന്ന് റഷ്യയിൽ കിട്ടാത്ത ഒന്ന്. റഷ്യയിൽ ഏറ്റവും വലിയ ഗോതമ്പിൻ്റെ ശേഖരം റഷ്യ, അതിനുശേഷം 2ാമത്തെ ശേഖരമാ ഉക്രൈൻ. അതുകൂടെ കിട്ടിയാൽ ആഗോള വ്യാപകമായി ഏത് വില നിശ്ചയിക്കാം? ഗോതമ്പിൻ്റെ വില റഷ്യക്ക് നിശ്ചയിക്കാം. ഈ റഷ്യ ഉക്രൈൻ അടി തുടങ്ങിയാലും തൊട്ട് ചിന്നമാമേ നമ്മുടെ റേഷൻ കടയിൽ ആട്ടപ്പൊടി പോയി, ഇനി വരത്തുമില്ല. സ്വോത്രം. അന്ന് ആട്ടപ്പൊടി പോയതാ, ഇനി വരത്തില്ല. സ്വോത്രം. കണ്ടില്ലയോ? റഷ്യ ഉക്രൈൻ അടി തുടങ്ങി. ഒന്ന്, ഏറ്റവും നല്ല ഗോതമ്പ് റഷ്യ ഉക്രൈൻ. 2ാമത്തെ കാര്യം, ലോകത്തിലെ ഏറ്റവും നല്ല വെള്ളം കിട്ടുന്ന ഒരു നദിയുണ്ട്, കുപ്പിക്കകത്ത് അടച്ചെടുക്കാം. ആ നദിയുടെ പേര് നിപ്പർ നദി, ഉക്രൈനിൽ അതുണ്ട്. 3, റഷ്യയുടെ ആണവ നിലയം ഇപ്പോൾ കട്ടപ്പകയാണ്. കാട്ടാക്കട ബസ് സ്റ്റാൻഡ് വണ്ടി സൈഡിൽ കിടക്കുന്ന പോലെ. അപ്പോൾ ഉക്രൈനിൽ ഒരു ആണവ നിലയമുണ്ട്. ആണവ നിലയത്തിൻ്റെ പേര് സഫ്രോഷിയ ആണവ നിലയം. ഇവനിങ്ങനെ മതിലിയാടാൻ നോക്കിയപ്പോൾ റഷ്യ വിചാരിച്ച് ഈ അവസരം എങ്ങനെങ്കിലും അവനെ പിടിക്കാം. 1, കിട്ടിയ ഗോതമ്പ്. 2, വെള്ളം. 3ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആണവ നിലയം. അതിന് വേണ്ടിയ കഴിഞ്ഞ 2 വർഷമായി ഒരടി നടക്കുന്നത്. ലക്ഷങ്ങൾ മരിച്ചു വീണു. യുദ്ധം അവസാനിച്ചില്ല. ഈ യുദ്ധം എവിടേക്ക് പോകും? ഇനി പടപടാ വാക്യങ്ങൾ. ഇതാ പോകാൻ പോകുന്നത് ഇസ്രയേലിലേക്ക്. എസക്കേൽ പ്രവചനം 39, 1, 2 വാക്യങ്ങൾ. നമ്മൾ വായിച്ച് സഹായിച്ചാട്ടെ. പടപട എസക്കേൽ 39, 1, 2 വാക്യങ്ങൾ. അല്ലയോ മനുഷ്യപുത്ര, വായിച്ച് സഹായിച്ചാട്ടെ. നീയോ മനുഷ്യപുത്ര, ഗോഗിനെ കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത്. ഇത് പ്രവചനമായിട്ട് സ്പീഡ് ഞാൻ പ്രസംഗിക്കത്തില്ല. ഗോഗ് ആരാന്നറിയാമോ? നിങ്ങൾ ബൈബിൾ കൂടെ തുറന്ന് വെക്കണം. ഈ നോഹയുടെ 3 മക്കളുണ്ടായിരുന്നു, ഷേം, ഹാം, യാഫേത്ത്. യാഫേത്തിൻ്റെ മക്കളാ ഉൽപ്പത്തി 10:2 ഗോഗ്, മാഗോഗ്. അത് കഴിഞ്ഞ് താതായി. പിന്നെ ഇങ്ങനെ കുറേ സന്തതികളുണ്ട്. ഗോഗ്, മാഗോഗ്, താതായി. യവന്മാരെല്ലാം ആരെ സന്തതികൾ? ഈ നോഹയുടെ യാഫേത്തിൻ്റെ സന്തതികൾ. മാഗോഗിന്ന് മാറിയവനാ ഗോഗ്. മാഗോഗ് ആരാന്നറിയാമോ? 4 കുള്ളന്മാരാ മാഗോഗ്. അവന്മാരാ 1 കൊറിയ, 2 ചൈന, 3 തായ്ലൻഡ്, 4 ഫിലിപ്പൈൻസ്. ഒരേ അച്ചു വാർത്തകളെ. അച്ചപ്പം, കൊള്ളപ്പം, നെയ്യപ്പം. സ്വോത്രം. ഇവന്മാരെ 4 എണ്ണത്തിനെയും കണ്ട ഒന്നുപോലെ ഇരിക്കുക. സ്വോത്രം. മാഗോഗ്. ഈ മാഗോഗിൽ നിന്ന് ഒരുവൻ മാറി ഗോഗ്. ആ ഗോഗ ഇന്നത്തെ റഷ്യ. അല്ലയോ മനുഷ്യപുത്ര, നീ ഗോഗിനെ കുറിച്ച് വിളിച്ചു പറയേണ്ടത്. വായിക്കാൻ മോളെ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. രോഷ് ഇന്നത്തെ റഷ്യ, മേശെക്, മോസ്കോ, തുബാസ്കോ, സൈബീരിയയുടെ തലസ്ഥാനം എന്നിവയുടെ പ്രഭുവായ ഗോഗേ, ഈ രാഷ്ട്രങ്ങളുടെ പ്രഭുവായ റഷ്യ, അടുത്തത് ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. അതല്ലേ അവൻ റഷ്യയുടെ പ്രസിഡന്റിനെ യുദ്ധ കുറ്റവാളിയായിട്ട് UN പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അയാൾ റഷ്യ വിട്ടെങ്ങും பார்த்த ഇന്ത്യ പോലും വരുന്നില്ല. സ്വോത്രം. ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. കഴിഞ്ഞ 23 മാസമായിട്ട് ഉക്രൈനെ അടിച്ച് നാട്ടുകാർ പറഞ്ഞത് അവൻ കേൾക്കുന്നില്ല. ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. അടുത്ത വാക്ക്, ഞാൻ നിന്നെ വഴിതെറ്റിച്ച്, നിന്റെ റൂട്ട് മാറ്റും. ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്നിൽ 6 ശേഷിപ്പിച്ചു. 6ാമത്തെ രാജ്യത്തെ കൂടെ ഞാൻ കടത്തിക്കൊണ്ടുപോകും. ബൈബിൾ നോക്കിക്കോണം. 6ാമത്തെ രാജ്യമേതാ? താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, അസർബൈജാൻ, ഉക്രൈൻ. ആ ഉക്രൈൻ യുദ്ധമായി ഈ വഴി നിന്നെ കൊണ്ടുപോകും. അപ്പം റഷ്യ വെട്ടിമുറിക്കപ്പെടുമെന്ന് സഖാ VMS അറിയാമായിരുന്നോ? AKGക്ക് അറിയാമായിരുന്നോ? പിണറായിക്ക് അറിയാമായിരുന്നോ? അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ സഖാ VS അറിയാമായിരുന്നോ? അവർക്കാർക്കും അറിയത്തില്ല. ഞങ്ങളുടെ ബൈബിളിനകത്ത് 2600 കൊല്ലം മുമ്പ് എസക്കേൽ എന്ന പ്രവാചകൻ എവിടെ ഇരുന്നു? കേബാർ നദീതീരത്തിരുന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, നിന്നെ 15 6 ഞാൻ വിട്ട് അതിൻ്റെ നടുവിൽ കൂടി കൊണ്ടുപോയി. ഇന്ന് രാത്രി കരങ്ങളിലിരിക്കുന്ന ബൈബിൾ പറയണം, ഇത്
ബാലരമയും ഡിങ്കനും കൊട്ടൂസനും അല്ല മക്കളെ, ഇത് ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന സ്വർഗീയ രാജാവിന്റെ തിരുവെഴുത്ത. ഇന്ന് രാത്രി ഇത് ഉയർത്തുന്നവൻ ഭാഗ്യവാൻ, ഇത് വായിക്കുന്നവൻ ഭാഗ്യവാൻ, ഇത് പ്രസംഗിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തുപോയി. സ്വോത്രം. ഇതാ വിശുദ്ധ ബൈബിൾ. അതുകൊണ്ടാ പറയുന്നത്, യഹോവയുടെ പുസ്തകത്തിൽ തെരഞ്ഞാൽ കിട്ടാത്ത വല്ല കാര്യമുണ്ടോ? അടുത്ത വാക്യം മോള് വായിച്ചാട്ടെ, പടപട വായിച്ചാട്ടെ. അടുത്ത വടക്കേ അറ്റത്ത് നിന്ന് പുറപ്പെടുവിച്ച്, വടക്കാ സൈബീരിയ, വടക്കേ അറ്റത്ത് നിന്ന് പുറപ്പെടുവിച്ച് ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരുത്തും. ദാ കിടക്കുന്ന, അതാ ഞാൻ പറഞ്ഞ ഈറ്റ് നോമിന്റെ ആരംഭം. കന്യാകുമാരി വണ്ടി വിട്ടിട്ടേ ഉള്ളൂ, ബാലരമ നെയ്യാറ്റിങ്കരായിട്ടേ ഉള്ളൂ. ഇനി പാറശാലയുണ്ട്, കളിക്കാവിളയുണ്ട്, മാർത്താണ്ടുണ്ട്, ശ്രായംകുടിയുണ്ട്, ഇറച്ചിപ്പാലമുണ്ട്. അങ്ങ് കയറണം. സ്വോത്രം. ഈ റൂട്ടാ 23 മാസമായിട്ട് അടി നടക്കുന്നത്. ഇന്ന് രാത്രി പറയാം, ഷുഗർ രോഗിക്ക് കാലിലൊരു മുറിവ് വന്നാൽ അനവധി വർഷങ്ങൾ കഴിഞ്ഞാലും അത് കരിയാതെ കെട്ടിക്കൊണ്ട് നടക്കുന്നത് പോലെ ഈ യുദ്ധം ഇവിടെ അവസാനിക്കത്തില്ല. ഇത് അവസാനം ചെല്ലാൻ പോകുന്നത് ഇസ്രായേൽ പർവ്വത നിരകളിലേക്ക്. എത്ര കാലമായി എന്നറിയാം? 23 മാസമായി നിന്നെ വടക്കേറ്റത്ത് നിന്ന് പുറപ്പെടുവിച്ച് ഇസ്രായേൽ പർവ്വത നിരകളിൽ എത്തിക്കും. ഇനി റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കുമോ? എസെക്കിയേൽ പ്രവചനം 38:8 ബൈബിൾ തുറന്നാട്ടെ. അതുകൊണ്ട് അന്ത്യകാല സംഭവങ്ങൾ 3 രാത്രി റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കും. അവസാനം ഇത് ചെല്ലാൻ പോകുന്ന ഇസ്രായേലിലേക്ക്. റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കോ? വായിക്കാം. എസെക്കിയേൽ 38:8 വാക്യങ്ങൾ. നീയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന അറബ് ലീഗ് നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന നിന്റെ സമൂഹമൊക്കെയും ഒരുങ്ങിക്കൊള്ളുവേ. നീ നിന്റെ സമൂഹമൊക്കെ ഒരുങ്ങിക്കൊള്ളുക. നീ അവർക്ക് മേധാവിയായിരിക്കും. റഷ്യ അവർക്ക് മേധാവിയായിരിക്കും. കേൾക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ ഹമാസിന്റെ ആക്രമണം നടന്നപ്പോൾ ഹമാസിന്റെ പോരാളികളെ ആര് വിളിച്ചു? റഷ്യയുടെ പ്രധാനമന്ത്രി വിളിച്ചു. നിങ്ങൾ ഇനി പോരാൻ പറഞ്ഞു. കണ്ടോ? നീ അവർക്ക് മേധാവിയായിരിക്കും. കേട്ടോണം. കഴിഞ്ഞ ദിവസങ്ങളിൽ സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ 57 ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ കോൺഫറൻസ് റിയാദിൽ നടന്നപ്പോൾ അറബ് ലീഗിന്റെ നേതാക്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്, മുഴുവൻ ചുമതലയും റഷ്യനെ ഏൽപ്പിക്കാം. സ്വോത്രം. 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ പറഞ്ഞെങ്കിൽ ഞങ്ങളുടെ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, നീ അവർക്ക് മേധാവിയായി മാറാൻ പോകുന്നു. അന്ത്യദിനങ്ങളിലേക്ക് ലോകം വരുന്നു. ലേറ്റർ ഡേയ്സ് ഇംഗ്ലീഷ്. ഏറിയ നാൾ കഴിഞ്ഞ് നീ സന്ദർശിക്കപ്പെടും. റഷ്യ സന്ദർശിക്കപ്പെടും. ഏറിയ നാൾ കഴിഞ്ഞ് നീ സന്ദർശിക്കപ്പെടും. എവിടെ വെച്ച് നീ സന്ദർശിക്കപ്പെടും? ഒരു സ്ഥലത്ത് വെച്ച് നിന്നെ ഞാൻ സന്ദർശിക്കും. അടുത്ത വാക്ക്. വാളിന് ഒഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്നും ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും. അതാ കൊച്ചി മട്ടാഞ്ചേരി മുതൽ ആഫ്രിക്കയിലെ നൈജീരിയ വരെ ചെതറിയ ശൂന്യമായി കിടന്നിരുന്ന 1948 മെയ് 14 വരെ അറബി ഒട്ടകം ഓടിച്ച് മൂളിയും നിരന്തരം ശൂന്യമായി കിടന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ കരമുയർത്തിയാട്ട. ഇതാ അന്തിമ യുദ്ധം ദാ കിടക്കുന്നു. ഈ റഷ്യ ഉക്രൈൻ നീണ്ടുപോകും. എന്താ? ക്യാൻസർ രോഗിക്ക് കീമോയും റേഡിയേഷനും കൊടുത്ത് 10-15 വർഷം പരിപാലിക്കുന്നത് പോലെ ഷുഗർ വന്നവന്റെ കാലിനകത്ത് പഴുപ്പ് ബാധിച്ചിട്ട് അവസാനം ലാസ്റ്റ് വിരൽ മുറിക്കുന്നത് പോലെ ഈ യുദ്ധം ഇങ്ങനെ നീണ്ടുപോകും. നിരന്തരം ശൂന്യമായി കിടന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ അത്രേ. അങ്ങനെയെങ്കിൽ ലോകം 2 ചേരിയിൽ വരുമോ? അതാ ഇന്നത്തെ ഇസ്രായേൽ ഗാസ ആക്രമണം. ലോകം 2 ചേരിയിലായി. എവിടെയായി? 2 ചേരിയിൽ. റഷ്യയുടെ കൂടെ ആരൊക്കെ? എസെക്കിയേൽ പ്രവചനം 38:5 വാക്യങ്ങൾ വായിച്ചിട്ട് മക്കളെ. എസെക്കിയേൽ 38:5 വാക്യങ്ങൾ. ലോകം 2 ചേരിയിലാവുമ്പോ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിക്കോണം. വായിക്കാം. ലോകം 2 ചേരിയിൽ. വായിച്ചിട്ട് മക്കളെ. സകല സൈന്യത്തെയും കുതിരകളെയും ഒട്ടൊഴിയാതെ പരിചയം, സർവായുധം ധരിച്ച കുതിരച്ചേവകരെയും ഒട്ടൊഴിയാതെ വാളും പരിചയും പലകയും എടുത്ത ഒരു മഹാസമൂഹത്തെയും അവരോടുകൂടെ ഒട്ടൊഴിയാതെ പരിചയം. അതിന്റെ മുമ്പിലുള്ള വാക്യം 38:5 വരുന്നത്. അവരോടുകൂടെ പരിചയം തലക്കോരിയും ധരിച്ച പാർസികൾ. അതേത് വാക്യം? 5ാമത്തെ വാക്യം വായിച്ചിട്ട്. അവരോടുകൂടെ ഒട്ടൊഴിയാതെ പരിചയം തലക്കോരിയും ധരിച്ച പാർസികൾ. രണ്ട് രാജ്യം. പാർസികൾ ഏതാണെന്നറിയോ? ഇറാനും അഫ്ഗാനിസ്ഥാനും പഷ്തൂൺ ഭാഷ സംസാരിക്കുന്നവന്മാർ പാർസികൾ. യവന്മാർ 2 പേര്. ഇസ്രായേൽ ഗാസ സംഘടനത്തിൽ നാളെ അത് കേൾക്കണം. നിങ്ങൾ വരുമ്പോൾ കേൾക്കാം. ഇന്ന് അവർ റഷ്യയുടെ കൂശ്യരാരെന്നറിയോ? എത്യോപ്യ രാജ്യത്തിന്റെ പ്രത്യേകത തമിഴ് ബൈബിളിൽ നോക്കിയാൽ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. കൂശ്യർ സമയം എത്യോപ്യ. അടുത്ത വാക്യം പൂത്തിയർ. വായിച്ചിട്ട് മോളെ. പൂത്തിയർ അതാ ലിബിയ രാജ്യം. അടുത്തത് ഗോമേർ. ഇവിടെ നിന്ന് പുൾസ്റ്റോപ്പിടണം. മോള് പോകരുത്. ആരാ? യൂറോപ്യൻ യൂണിയനകത്തുനിന്ന് ഒരാൾ പോകും. ദാണ്ട് ഈ പടം ഒന്ന് എടുത്തേക്കാണ്. യൂറോപ്യൻ യൂണിയൻ 12 രാജ്യങ്ങളായിരുന്നു. ബെൽജിയം, ഫ്രാൻസ്, ഇറ്റലി, ഈസ്റ്റ് ജർമ്മനി, ലംസംബർഗ്, നെതർലൻഡ്, പോർച്ചുഗൽ, സ്പെയിൻ, ഡെൻമാർക്ക്, ഗ്രീസ്, അയർലൻഡ്, ബ്രിട്ടൻ. ക്ലിയർ. അതിൽ 1 പോയി. ദാ കിടക്കുന്ന ബ്രിട്ടൻ പോയി. അതുകൊണ്ടല്ലേ മലയാളി പിള്ളേരെല്ലാം ഇന്ന് ബ്രിട്ടണിൽ ചെന്ന്. കാട്ടാക്കടയിലെ പിള്ളേരെല്ലാം ചെന്നില്ലേ? ലൈറ്റൺ, ലിവർപൂൾ. അത് കഴിഞ്ഞിട്ട് എവിടെ ചെന്നു? വെയിൽസ്. അത് കഴിഞ്ഞിട്ട് ഫിൻലൻഡ്. എല്ലായിടത്തും ചെന്ന് പിള്ളേർ, മലയാളി പിള്ളേർ. അമ്മച്ചിമാരെ വരട്ടി 25 ലക്ഷമായിട്ട് സകലതും കാലിയാക്കി. സ്വോത്രം. അത് കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലത്ത് എൻ്റെ സുനിൽ പാസ്റ്റർ, ഞാൻ നാളെ ഞെട്ടിപ്പോയി. ഒരു ചെറുപ്പക്കാരൻ രാവിലെ ഫോൺ ചെയ്യുന്നു. ഏതോ ഒരു സ്ഥലത്ത് നിന്ന് നമ്പർ എനിക്ക് പിടി കിട്ടുന്നില്ല. അപ്പോൾ അവൻ എന്നോട് വിളിച്ചു ചോദിക്കുമോ, സ്വോത്രം പാസ്റ്ററിന് എന്നെ പിടി കിട്ടിയെന്ന്. ഞാൻ പറഞ്ഞു, എത്ര പേരെ കാണുന്ന മോനെ? ആരെ പിടി കിട്ടാനാ? ഞാൻ ആറയൂർ CSIയിലെ മെമ്പറാണ്. അപ്പോൾ
ആറയൂർ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, CSIയിലും പ്രസംഗിച്ചിട്ടുണ്ട്, പൊൻവിള ഇൻ്റർനാഷണൽ അവിടെ എല്ലാം ഞാൻ തൂത്തുപറക്കിയതാണ്. സ്വോത്രം. അപ്പോൾ അവ എന്നോട് പറഞ്ഞ കാര്യമുണ്ട്, ഞാൻ എവിടെ നിന്നാണ് ഇപ്പോൾ സംസാരിക്കുന്നതെന്നറിയാമെന്ന്. ഞാൻ ചോദിച്ചു, നമ്പർ കണ്ടിട്ട് പോലും പിടികിട്ടില്ല. നമ്മുടെ പണ്ട് പൗലോസ് പോയ ഒരു ദ്വീപ് ഭാഷക്ക് അറിയാമോ? ആ ദ്വീപ മെലീത്ത. ഞാനിപ്പോൾ മാൾട്ടാ ദ്വീപിൽ നിന്നാണ് സംസാരിക്കുന്നത്. സ്വോത്രം. ഞാൻ പറഞ്ഞു, പറ്റുമെങ്കിൽ ഒരു വിസ എനിക്ക് അയച്ചു തരാൻ നോക്കിക്കോളാം. സ്വോത്രം. അപ്പം പറഞ്ഞിട്ട് ഉപദേശിമാരെ വേണ്ടാന്ന്. സ്വോത്രം. എത്ര ക്ലിയർ. അപ്പം അവൻ പറഞ്ഞൊരു കാര്യമുണ്ട് സുനിൽ പാസ്റ്ററെ, ഇനി കടലാക്കരയില്ലെന്ന്. സ്വോത്രം. ലോകത്തിൻ്റെ ഒരറ്റമായ പൗലോസ് ചെയ്ത മെലിത്ത ദ്വീപ് വരെ ആറയൂരിലെ CSIയിലെ ചെറുപ്പക്കാരെ എത്തിയ അമ്മ. ഇനി കർത്താവ് വരൂ, സന്തോഷമില്ലല്ലോ, തീർന്നു. സ്വോത്രം. ഇതെല്ലാം അവിടെ എത്തിക്കഴിഞ്ഞു. ബ്രിട്ടൻ പോയി, ഇനി യൂറോപ്യൻ യൂണിയൻ ഇന്ന് ഒരെണ്ണവും കൂടെ പോകും. ആരാന്ന് എനിക്കറിയത്തില്ല, ജർമ്മനിയാന്നോ ആരാന്നറിയത്തില്ല. ഗോമേരെന്നാണ് കൊടുത്തേക്കുന്നത്. പലരും പറയുന്നത് ജർമ്മനിയും കൂടെ. അപ്പം 12 ഇപ്പോൾ ഒന്ന് പോയി, അതുകൊണ്ടാണ് മലയാളി പിള്ളേരെല്ലാം അവിടെ ചാടിയത്. അങ്ങനെ ഇനി ഒന്നുകൂടെ പോയാൽ 10 കൊമ്പ്. കരമുയരുന്നില്ലല്ലോ. അങ്ങനെയെങ്കിൽ ഒന്നുകൂടെ പോയാൽ അന്ന് രാത്രി എൻ്റെ കർത്താവ് വാനമേഘത്തിൽ വരും. സ്വോത്രം. അതുകൊണ്ട് അജി ബ്രദർ ഇത് കാണിച്ചിരിക്കണം. എന്താണ്ടോ, പടിയടച്ച് ബ്രിട്ടൻ ഒരെണ്ണം പോയി, ഇനി 11 ഒന്നുകൂടെ പോയാൽ അന്ന് അന്തിക്രിസ്തു കൂടെ രംഗപ്രവേശം ചെയ്യും. അതിനു മുമ്പ് സഭയെ ചേർക്കാൻ കാന്തൻ വരും. ഗോമേര്. അടുത്തത് വായിക്കാം. അടുത്തത് ക്ലിയറാ, വായിച്ചോ. അവരുടെ എല്ലാ പടക്കൂട്ടങ്ങളും, അവരുടെ എല്ലാ പടക്കൂട്ടങ്ങളും വടക്കേ അറ്റത്തുള്ള തോകർമ്മഗ്രഹവും. തോകർമാഗ്രഹം എഴുതി നോട്ട് ചെയ്യണം. ആരാ തോകർമാഗ്രഹം? ഇന്നത്തെ തുർക്കിയ തോകർമാഗ്രഹം. ആരാ തുർക്കി? തുർക്കിയിലൊരു പ്രസിഡന്റ് ഉണ്ട്, അവൻ്റെ പേരാ തൊയ്ബർദോഗൻ. നാട്ടുകാർ കേൾക്കട്ടെ, രാഷ്ട്രീയക്കാരെല്ലാം കേൾക്കട്ടെ. തൊയ്ബർദോഗൻ അവനാണ് എതിർ ക്രിസ്തുവിന് വഴിയൊരുക്കുന്നത്. അതുകൊണ്ടാണ് സജു ചാത്തന്നൂർ പറഞ്ഞ് 2024 നിങ്ങൾ കാണാൻ പോകുന്നത് ഇസ്രയേൽ തുർക്കിയുടെ മണ്ടയ്ക്ക് അവൻ അടിക്കും. സ്വോത്രം. നിങ്ങൾ കാണാൻ പോവുക. അതുകൊണ്ട് ചില സംഭവം ഇവിടെ നടക്കാൻ പോവുക. അതുകൊണ്ടാണ് വിഷയം എടുത്ത്. ഇന്ന് രാത്രി തുർക്കിയിലെ തൊയ്ബർദോഗൻ ആരാ? ആൻറ്റി ക്രൈസ്റ്റ് വരുന്നതിന് മുമ്പിട്ട് വഴിയൊരുക്കുക. യേശു വരുന്നതിന് മുമ്പ് സ്നാപക യോഹന്നാൻ വന്നതുപോലെ ഇന്ന് അറബ് ലീഗിൻ്റെ ലീഡറായി ഒരുവൻ മാറി തുർക്കിയിലെ തൊയ്ബർദോഗൻ. ഇനിയുള്ള കാര്യം ചെറുപ്പക്കാരെല്ലാം കേൾക്കണം. ഇന്ത്യൻ പ്രധാനമന്ത്രി ഉസ്ബെക്കിസ്ഥാനിൽ ഒരു ഉച്ചകോടിക്ക് പോയി, ഷാങ്കായ് ഉച്ചകോടി. ശ്രീ മോഡി സാർ അതിൻ്റെ തലവൻ. അവിടെ 4 നേതാക്കൾ പ്രൈസ്തലോട് കൊടുത്തു. 1 റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, 2 ചൈനയുടെ പ്രസിഡന്റ് ആരാ? ഷീ ജിൻപിങ്, 3-മത്തെ പുള്ളിയാണ് തുർക്കിയിലെ തൊയ്ബർദോഗൻ, 4 ഇറാന്റെ പ്രസിഡന്റ് കൈ കൊടുത്തിട്ട് പറഞ്ഞു, സഹോദര നമ്മൾ ഒരുമിച്ച് നീങ്ങാം, കരമുയർത്തുന്നവർക്കായി ലോകം 2 ചേരി. നമ്മുടെ ബൈബിൾ അത്ര ക്ലിയറായി കഴിഞ്ഞു. ഈ ഒരു കൂട്ടം ജനം ആർക്കെതിരെ വരും? ഇസ്രയേലിന് നേരെ വരാൻ പോകുന്ന എല്ലാ പടക്കൂട്ടങ്ങളും. വായിച്ചാട്ട് മക്കളെ, വടക്കേറ്റുള്ള തോകർമാഗ്രഹവും വായിച്ചാട്ട്. അതിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും അറബ് ലീഗ് 57 രാജ്യങ്ങളുണ്ട്. അതിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും എന്നിങ്ങനെ പല ജാതികളെയും നിന്നോട് കൂടെ പുറപ്പെടുമാറാക്കും. കിടക്കുന്ന റഷ്യയോട് കൂടെ ഒരു കൂട്ടത്തെ ഞാൻ പുറപ്പെടുവിക്കുമാറാക്കും. 1-മത്തെ സഖ്യം. അതൊന്ന്. അങ്ങനെയെങ്കിൽ 2, ഈ റഷ്യയോട് കൂടെ ഒരു കൂട്ടം വരുമ്പോൾ ഇസ്രയേലിനെ ആര് സഹായിക്കും? എസെക്കിയേൽ പ്രവചനം 38:13 വായിക്കാം. എസെക്കിയേൽ പ്രവചനം 38:13 വാക്യം വായിച്ചാട്ടെ. ശെബയും ദദാനും. ഇവിടെ എല്ലാവരും നോക്കണം. ഇന്നത്തെ പത്രവാർത്ത ശെബ എന്ന് പറയുന്ന യമൻ രാജ്യം. യമൻ രാജ്യത്തിന്റെ പ്രത്യേകത എന്തെന്ന് അറിയോ? ഇതാ ഇന്നത്തെ പത്രത്തിലെ വാർത്ത. സൗദിയോട് ചേർന്ന് കിടക്കുന്നതാ യമൻ രാജ്യം. യമനകത്ത് കുറെ കൂട്ടരുണ്ട്. ഹൂത്തി വിമതർ ഇന്ന് ആ മേഖലയ്ക്ക് ഭയങ്കര പ്രശ്നമാണ്. സൗദിയിൽ ഒരു എണ്ണ കമ്പനി ഉണ്ട്. എണ്ണ കമ്പനിയുടെ പേര് അരംകോയുടെ പാർട്ട്നേഴ്സ് സൗദി അമേരിക്കയാണ്. അങ്ങനെയെങ്കിൽ അരംകോയുടെ പാടങ്ങളിൽ താമസം ഇതിനാ ഈ ഹൂത്തി വിമതര് ഇപ്പം തന്നെ അവന്മാർ ഡ്രോണും മിസൈലും അടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയെങ്കിൽ എന്താ ചെയ്യാൻ പോകുന്നത്? അമേരിക്ക യവനെ അടിച്ചൊതുക്കി സൗദിയുടെ കയ്യിൽ കൊടുക്കും. സ്വോത്രം. അതുകൊണ്ട് അമേരിക്കയുടെ കസ്റ്റഡി കൊണ്ടുവരും. അതാണ് ഇന്നത്തെ ശബ. അത് കഴിഞ്ഞ് ദദാൻ എന്ന് പറയുന്ന ഈ യമനോട് ചേർന്ന് അടുത്ത രാജ്യമാണ് ഏഡൻ. ആഫ്രിക്കൻ രാജ്യം. സൗദി കഴിയുന്നു, യമൻ കഴിയുന്നു, ഏഡൻ രാജ്യം കഴിഞ്ഞാൽ നേരെ ഈജിപ്തിൽ കയറാം, ഇസ്രയേലിലേക്ക് കയറാം. അതാ സിൽക്ക് പാത. നാളെ പറഞ്ഞുതരാം. ഇന്ന് രാത്രി കേൾക്കുന്ന ശബയും ദദാനും. അടുത്ത വാർക്ക് തർശീശ് വർത്തകന്മാർ. 4 ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന രാജ്യങ്ങളാണ് തർശീശ് വർത്തകന്മാർ. 1 അമേരിക്ക, 2 ഏറ്റവും നിർണായകമായി ബ്രിട്ടൻ, 3 ഫ്രാൻസ്, 4 കാനഡ. ഈ 4 രാജ്യങ്ങളാണ് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നത്. അതിലൊരു പകുതി മനസ്സമ്മതമുണ്ട് ഓസ്ട്രേലിയ. ഇവരാരോട്? ഇസ്രയേലിന് മമത കാണും. ഇനിയുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇസ്രയേൽ ഗാസ സംഘടന തുടങ്ങിയപ്പോൾ
അമേരിക്കയുടെ പ്രസിഡന്റ് നേരെ പ്ലെയിനകത്ത് ഇസ്രായേൽ വന്നിറങ്ങി. ഞങ്ങൾ കൂടുണ്ട്, കരമുയർത്തുന്നവർക്കായി 2 കപ്പലിനെയും കൊടുത്തു. അത് കഴിഞ്ഞ് ബ്രിട്ടനിലെ ഒരു ഞാഞ്ഞൂല്, നമ്മുടെ ഇന്ത്യക്കാരൻ റഷീദ് സുനക്, പുള്ളിയും പ്ലെയിൻ എടുത്ത് അവിടെ ചെന്നിട്ട് പറഞ്ഞ് 2 കപ്പൽ വിട്ടുകൊടുത്തു. അടുത്ത കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ, പുള്ളിക്കാരനും അവിടെ ചെന്നിട്ട് പറഞ്ഞ് ഞാൻ കൂടെയുണ്ട്. 4ാമത് ഫ്രാൻസിൻ്റെ പ്രധാനമന്ത്രി ഇമ്മാനുവൽ മാക്രോൺ, പുള്ളി ചെന്ന് ബെഞ്ചമിൻ നെതന്യാഹുവോട് പറഞ്ഞ് ധൈര്യമായിട്ട് അടി കൊടുത്തു, ഞങ്ങൾ കൂടുണ്ട്. 4 ഇംഗ്ലീഷ് രാഷ്ട്രങ്ങൾ ഡയറക്റ്റ്. ഓസ്ട്രേലിയയിലെ പ്രധാനമന്ത്രിക്ക് സമയമില്ലാത്തതുകൊണ്ട് വിമാനത്തെ വിട്ടുകൊടുത്തെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായി. സംഭവങ്ങൾ മുഴുവൻ നാഥന്റെ വരവിനെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾ പത്രവും ബൈബിളും എടുത്ത് ലോക സംഭവം വായിച്ചിട്ട് പ്രവചന പുസ്തകം നോക്കിയിട്ട് ഈ രാത്രി പറയണം, ഇനി കാലമേറെയില്ല, വരുവാനുള്ളവൻ വരും. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി എന്തിനു വേണ്ടി ഇവർ ആക്രമിക്കാൻ വരുന്നു? വായിക്കാൻ മോളെ അടുത്ത വാക്ക് വായിച്ചട്ടെ. അവനോട് കൂടെ ഒട്ടൊഴിയാതെ അതിലെ സകല ബാലസിംഹങ്ങളും നിന്നോട്. ബാലസിംഹങ്ങൾ നിന്നോട്. ആരാ ബാലസിംഹങ്ങൾ? അവർ ഇസ്രായേലിനോട്. ബാലസിംഹങ്ങൾ നിന്നോട്. നീ കൊള്ളയിടുവാനോ വന്നത്. നീ കൊള്ളയിടുവാനോ വന്നത്. കവർച്ച. വായിച്ചിട്ട് കവർച്ച ചെയ്യുവാനും അതുപോലെ പൊന്നും വെള്ളിയും പൊന്നും എടുത്തുകൊണ്ട് പോകുവാനും. കിടക്കുന്ന ഇസ്രായേലിൽ പൊന്നും വെള്ളി ഉണ്ട്. അതാ പ്രസംഗം. അതിന്റെ ഭാഗത്തിലേക്ക് ബാലസിംഹം ആരാ? ബാലസിംഹം സാമ്പത്തിക മാന്യമില്ലാത്ത 3 രാജ്യങ്ങൾ. 1 ഇന്നത്തെ തായ്ലൻഡ്, ആരുടെ സൈഡാ? ഇസ്രായേലിൻ്റെ സൈഡ്. 2 ജപ്പാൻ, ഇസ്രായേലിൻ്റെ സൈഡ്. 3 ഇന്ത്യ. മിണ്ടുന്നില്ലല്ലോ, സ്വോത്രം. മിണ്ടുന്നില്ല. രാഷ്ട്രീയക്കാർ കാണണം. അമേരിക്കയുടെ പ്രസിഡന്റ് രാവിലെ കിടന്നുറങ്ങുമോ? സ്വോത്രം. ഇസ്രായേലിനകത്ത് അറ്റാക്ക് ഉണ്ടാക്കിയവൾ ആദ്യം ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേൽ പ്രധാനമന്ത്രിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ പൂർണ്ണ പിന്തുണ തരുന്നു. സ്വോത്രം. ആദ്യം ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയെ വിളിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രി. നിങ്ങൾക്കറിയാമോ, ഇന്ത്യ ഇസ്രായേലും ഒരുമിച്ച് 2009 ഞാൻ ധനുവച്ചപുരം പാർക്കിനടുത്ത് കർത്താവിൻ്റെ വരവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, ലൂതറൻ ഗ്രൗണ്ട്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് ആദ്യമായിട്ട് ഞാൻ പ്രസംഗിച്ചു, ഇന്ത്യയിൽ BJP ഭരണത്തിൽ വരും. അന്ന് അവിടുത്തെ നാട്ടുകാരെല്ലാം കേട്ടിട്ട് പറഞ്ഞു, പാസ്റ്റർ എന്തോ തലയ്ക്ക് വല്ലാത്ത കാര്യമാണ് പറയുന്നതെന്ന്. സ്വോത്രം. ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ത്യയിൽ BJP ഭരണത്തിൽ വന്നെങ്കിലേ ഇസ്രായേലുമായിട്ട് അവർ ഐക്യമാകത്തുള്ളൂ. സ്വോത്രം. അത് കഴിഞ്ഞിട്ട് ഇന്നും 2013 ലവ് ആർമി, രാജൻ പാസ്റ്റർക്കറിയാം, 13 അതിൻ്റെ 21 ഉപവാസ പ്രാർത്ഥന, 7 സെക്ഷൻ, 8 സെക്ഷൻ, 4 പകൽ 4 രാത്രി ഞാൻ പ്രസംഗിച്ചെന്ന് വീഡിയോ എടുത്തു. അന്ന് ഞാൻ 2013 പറഞ്ഞു, BJP ഇവിടെ വരും. കാര്യമെന്താ? നമ്മളൊരു പാർട്ടിയെ പറ്റിയല്ല, ഇസ്രായേലുമായിട്ട് ഒരുമിക്കണമെങ്കിൽ BJP വന്നേ മതിയാകൂ. ലോകത്തിലെ രാജ്യങ്ങളെല്ലാം മാറിയുന്നപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കൈ ഉയർത്തി ഇസ്രായേലിനോട് പറഞ്ഞു, ആം ലോക് ആപ്കാ സാത്ത് മൈ. സ്വോത്രം. ടെലിവിഷൻ കാണാമായിരുന്നു, കറുത്തമത്തല്ല അമ്മമ്മ ഇതൊക്കെ കാണുമായിരുന്നു. സ്വോത്രം. അതിനകത്ത് ഇതെല്ലാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം കേട്ടോ, അന്ന് ഇപ്പം ഈ ഹമാസിൻ്റെ കമാൻഡോകൾ ഇസ്രായേലിനകത്ത് നുഴഞ്ഞു കയറി. ജയശങ്കർ പറഞ്ഞുണ്ടല്ലോ, കാശ്മീരിനും പഞ്ചാബിലും ഈ പട്ടാളക്കാർ ആൾക്കാരെ പിടിക്കുന്ന പോലെ ഞങ്ങൾ വേണേൽ 2 പ്ലെയിനകത്ത് അങ്ങോട്ട് വിട്ടു തരാമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ജയശങ്കർ പറഞ്ഞു. അപ്പോൾ ഇസ്രായേൽ പറഞ്ഞു, ഇപ്പം വേണ്ട, ഞങ്ങൾ പറയാമെന്ന്. സ്വോത്രം. അതുകൊണ്ട് എന്താ, ഇവിടെ എല്ലാവരും സമരം ഉണ്ടാക്കി. മോഡി സാർ ഇപ്പം പറയണം യുദ്ധം നിർത്തണം. കുറേ രാഷ്ട്രീയക്കാരനെ വിളിച്ചു, മോഡി സാർ പറഞ്ഞാൽ യുദ്ധം നിർത്തുമെന്ന്. ഞാൻ പറഞ്ഞു, യേശു പറഞ്ഞിട്ട് അവൻ കേട്ടില്ല, പിന്നെ മോഡി സാർ പറഞ്ഞാൽ കേൾക്കുന്നത്. സ്വോത്രം. മോഡി സാർ പിന്നെ അവന് കൈ കൊടുത്ത് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ 42% ആയുധങ്ങളും ഇന്ന് തരുന്നത് ഇസ്രായേലാണ്. സ്വോത്രം. അതുകൊണ്ട് മാത്രമാ അത്തി തളർത്തു കൊമ്പിളതായി ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു. എത്ര പ്രാവശ്യം നാട്ടുകാരെല്ലാം പറഞ്ഞു, സാർ പിന്നെ UN പ്രമേയം പാസ്സാക്കണം ഇസ്രായേൽ. ഉടനെ ഹിന്ദിക്കാരുടെ ഭാഷ മോഡി സാർ പറഞ്ഞു, അരാം കരോ ബായി പാനി പീവോ അരാം കരോ. സ്വോത്രം. നിങ്ങൾ വെള്ളം കൂടി അരാം കരോ. എവരും മാറത്തില്ല. ഇനി ഇവിടെ എത്ര റാലി നടത്തിയാലും, കോഴിക്കോട്ട് നടത്തിയാലും ഞാൻ ഒരിക്കലും യുദ്ധത്തിന് അനുകൂലമല്ല. കോഴിക്കോട് നടത്തിയാലും തിരുവനന്തപുരത്ത് നടത്തിയാലും ഇവിടെ കിടന്ന് വിളിക്കത്തേ ഉള്ളൂ. ഇന്ത്യ ഗവൺമെൻറ് കമാന്നൊരക്ഷരം പറയത്തില്ല. സ്വോത്രം. അവരുടെ ബാലസിംഹങ്ങൾ മുഴുവൻ നീ കവർച്ചയിടുവാനോ കൊള്ളയിടുവാനോ വന്നത്. ഇന്ന് രാത്രി ഇസ്രായേൽ എന്തിനു വേണ്ടി റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കും? പലരും വിചാരിക്കും ജാതി ആക്രമണമല്ല. ഇസ്രായേലിനകത്ത് 3 കാര്യമുണ്ട്. ചെറുപ്പക്കാർ നോട്ട് ചെയ്യണം. ഇടവേളയ്ക്ക് ഞാൻ പോകുന്നു. 1, ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഗ്യാസ് കിട്ടുന്നത് എവിടെയാണെന്നറിയാമോ? ഖത്തറിലാണ്. പക്ഷേ രാഷ്ട്രങ്ങൾക്ക് തെറ്റിപ്പോയി. ഇസ്രായേൽ ഈജിപ്തിൻ്റെ മരുഭൂമിയിൽ കർദീഫ് എന്ന് പറയുന്നൊരു മരുഭൂമിയുണ്ട്. അതിൻ്റെ അടി ഭൂമിക്കടി ഗ്യാസ് കിടപ്പുണ്ട് ഇഷ്ടം പോലെ. 2ാമത്തെ കാലം ഇന്ന് റഷ്യയുടെ ആണവനിലയത്തിനകത്ത് കത്തി തിളപ്പിക്കാൻ ഒന്നുമില്ല. അപ്പം ലോത്തിൻ്റെ കാലത്ത് തീയിറങ്ങിയൊരു കടലുണ്ട്, ചാവുകടൽ. ആ ചാവുകടലിനകത്ത് 4 ധാതുലവണമുണ്ട്, തോറിയം, ലിഥിയം, യുറേനിയം, പ്ലൂട്ടോണിയം. അടുത്ത എണ്ണ കൂടുതലുള്ളത് അബുദാബി അഡിനോക്കിലുമല്ല, സൗദി ആരംകോയിലുമല്ല. അത് റഷ്യയ്ക്ക് നല്ലതുപോലെ അറിയാം എണ്ണ എവിടെ കിടക്കുന്നു. ആ കിടക്കുന്ന സ്ഥലമുണ്ട്. വായിക്കാൻ പോലെ ആവർത്തന പുസ്തകം 33:24. എല്ലാവരും എടുത്താട്ട് റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് എന്തിനു വേണ്ടിയാ? ധാതുലവണങ്ങളും എണ്ണയും ഗ്യാസിനും വേണ്ടി. വായിച്ചാട്ടെ.
ആശേരിനെ കുറിച്ച് അവൻ പറഞ്ഞത്, ആശേറിനെ കുറിച്ച് അവൻ പറഞ്ഞത്, ആശേർ പുത്രസമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവൻ. ആശേർ ആരാന്നറിയാമോ? നമ്മുടെ മറിയാമ്മച്ചിയുടെ എലിസബത്തിന്റെ ഗോത്രമാ ആശേർ ഗോത്രം. മിണ്ടുന്നില്ലല്ലോ. അവർ രണ്ടുപേരുടെ പ്രൈസലോട് കൊടുത്തൊരു സ്ഥലമുണ്ടായിരുന്നു. സ്വോത്രം. മറിയാമ്മച്ചിയുടെ ഉള്ളിൽ ഒരു സന്തതി ഉണ്ടായിരുന്നു. ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന വാത്സല്യ കർത്താവായ യേശു ക്രിസ്തു. എലിസബത്തിന്റെ ഉള്ളിലൊരു സന്തതി ഉണ്ടായിരുന്നു, സ്നാപക യോഹന്നാൻ. അവർ പാറശാല ഷീലാ കല്യാണം ഉണ്ടാക്കി ഒരു കല്യാണത്തിനുണ്ടപ്പോൾ രണ്ടുപേരുടെ പ്രൈസലോട് കൊടുത്തപ്പം പിള്ള ഉള്ളത്തിൽ തുള്ളി. കരമുയർത്തുന്നവർക്കായി എന്താ കാര്യം? പിള്ള ഉള്ളത്തിൽ തുള്ളിയത് പിന്നത്തതിൽ യോർദാനിലെ കലക്കവെള്ളത്തിൽ യേശുവിനെ മുക്കാനുള്ള അഭിഷേകം ഉയരത്തിൽ നിന്ന് ആരുടെ ഹല്ലേലൂയ യോഹന്നാന്റെ അകത്ത് പകർന്നു. അപ്പോൾ ആശേർ ഗോത്രം മറിയയുടെ ഗോത്രമായിരുന്നു. ആ മറിയാമ്മയുടെ ഗോത്രം ആ കാനാവിലെ കല്യാണ വീട്. അമ്മമേ കരമുയർത്തിയാട്ടെ സ്വോത്രം. അവിടെ യേശു പോയത്. ബൈബിളും ചരിത്രവും പറഞ്ഞാൽ ഇവിടെ അങ്ങ് തീരത്തില്ല. അടുത്ത വാക്ക് വായിച്ചാട്ട്, അവൻ പുത്രസമ്പത്ത്. വായിച്ചാട്ട് മോളെ. ആശേർ പുത്രസമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവൻ. ഇസ്രായേലിൽ ഒരു ഗോത്രം പുത്രസമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടത്. അവന്റെ കാൽ. വായിച്ചാട്ടെ, അവൻ സഹോദരന്മാർക്ക് ഇഷ്ടനായിരിക്കട്ടെ. നല്ലവൻ അവന്റെ സഹോദരൻ. അടുത്തതാ എന്റെ പ്രസംഗം. അവന്റെ കാൽ. അവൻ കാൽ എണ്ണയിൽ മുക്കട്ടെ. പാം ഓയിലല്ല, ക്രൂഡ് ഓയിലിനകത്ത്, ഇസ്രയേലിനകത്ത് എണ്ണ ഉണ്ട് ആശേർ കിടക്കുന്നത്. അതിന്റെ സ്ഥലം ആ ചെറുപ്പക്കാർക്ക് നോട്ട് ചെയ്യാം. യാഫാ ഗേറ്റിനോട് ചേർന്ന് ഇസ്രയേലിന്റെ ഏറ്റവും നിർണായകമായ കടലിനകത്ത് എണ്ണയുണ്ട്. ഇസ്രയേൽ ഭയങ്കര ബുദ്ധിമാന്മാരാ. 2 എണ്ണക്കിണറെ തുറന്നിട്ടുള്ളു. അതിനകത്ത് തുറന്ന എണ്ണക്കിണറിന്റെ പേര് അവരിട്ടിട്ടുണ്ട് ലവ്യാദാൻ, താമാർ. ഇനി അനേകം എണ്ണക്കിണർ ഇസ്രയേലിനകത്തുണ്ട്. അപ്പൊ റഷ്യ സാധാരണ പുള്ളിയല്ല, അവൻ അതിലും ബുദ്ധിമാന്. നമ്മുടെ അമ്പൂരിയിലെ തോമാച്ചാൻ ഒരു ബുദ്ധിമാന്. 1 റബ്ബർ, 2 കുരുമുളക്, 3 ഇഞ്ചി. റബ്ബറിന്റെ വില കുറയുമ്പോൾ കുരുമുളക് കയറും, അത് കഴിയുമ്പോൾ ഇഞ്ചിയുടെ വില കയറ്റും. അങ്ങനെയെങ്കിൽ റഷ്യക്ക് 3 കാര്യം കിട്ടിയാൽ: 1 എണ്ണ, 2 ഗ്യാസ്, 3 ധാതു ലവണം. അതിനു വേണ്ടി റഷ്യ അന്ത്യദിനങ്ങളിൽ ഇസ്രയേലിനെ ആക്രമിക്കും. അതിന് പിൻപിൽ അറബ് രാജ്യങ്ങൾ കൂടെ നിൽക്കുക. ആ യുദ്ധത്തിന്റെ വരാൻ പോകുന്ന പേരാ അന്തിമ യുദ്ധം. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, റഷ്യയും ഇസ്രയേലും ഒരു ആക്രമണം ഉണ്ടാകുന്നതിന് മുമ്പ് ഇവിടെ ഒരു സംഭവം നടക്കും. എന്താ സംഭവം? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് വാഗാ അതിർത്തി, പാകിസ്ഥാന്റെ കോൺസുലേറ്റുമാരെല്ലാം ഒരു വണ്ടിക്കകത്ത് കൊണ്ട് വാഗാ അതിർത്തിയിൽ അവിടെ നിർത്തിയിട്ടേക്ക്. ഇസ്ലാമാബാദിൽ നിന്ന് ഇന്ത്യയുടെ കോൺസുലേറ്റുമാരെ ഇങ്ങോട്ട് കൊണ്ടുവരും. 2 പേരും പരസ്പരം കൈമാറും. കൈമാറിയതിന് ശേഷം ഗേറ്റ് അടയ്ക്കും, പതാക താഴ്ത്തും. എന്നിട്ട് 8 മണിക്കൂർ കഴിഞ്ഞിട്ട് ആ വെടിവെപ്പ് നടക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഒരു അന്തിമ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഇന്ത്യയും പാകിസ്ഥാനും കോൺസുലേറ്റുമാരെ കൈമാറുന്നത് പോലെ ചെന്നിയോട്ടൊരു കൈമാറ്റം നടക്കാൻ പോകുന്നു. അതിൻ്റെ പേരാ യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുക. 10,000 പേര് സുന്ദരനായി കാന്തൻ മധ്യാകാശത്തിൽ വരാറായി. ചെന്നിയോടെ ദൈവമക്കളെ, കാലം സമീപമായി, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങിവ. നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മധ്യാകാശത്തിൽ മുഴങ്ങാൻ കാലമായി. യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്ക്. ചഞ്ചലപ്പെട്ടു പോകരുത്. അത് സംഭവിപ്പാനുള്ളത് തന്നെ. രാജ്യം രാജ്യത്തോടും ജാതി ജാതിയോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. ഈറ്റുനോവിൻ്റെ ആരംഭം. ഇനി 20 മിനിറ്റ് കൂടെ പ്രഭാഷണം. ഇപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരു പാട്ട് പാടും. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഒരു നന്മ നിങ്ങൾ കൊടുക്കണം. പ്രത്യേകിച്ച് ശ്രദ്ധയ്ക്ക്, ആരും മൊബൈലോ മോതിരമോ സ്വർണമോ ഒരു കാരണവശാലും സ്വത്രാഴ്ച പാത്രത്തിൽ ഇടരുത്. ഞങ്ങളുടെ പാവപ്പെട്ട രാജൻ പാസ്റ്റർ ദുഃഖിപ്പിക്കരുത്. അത് കൊടുത്തിട്ട് നല്ല നോട്ട് എത്ര വേണേലും ഇട്ടേരെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പാട്ട് പാടും. 20 മിനിറ്റൂടെ പ്രഭാഷണം കഴിയുമ്പോൾ നമ്മൾ ഇന്ന് രാത്രി അവസാനിക്കും. ബാക്കി നാളെ പാടിയാട്ട് മക്കള് പടപടാ പാടിയ കരമടിച്ചൊന്ന് പ്രോത്സാഹിപ്പിച്ചാട്ട്. അനവധി സ്ഥലങ്ങളിൽ കർത്താവിനെ ഉയർത്തുവാൻ. കരമടി പോരാ സ്വോത്രം. അത് വലിയ കുഴപ്പമാണ് സ്വോത്രം. നമ്മുടെ പിള്ളേർ പാടിയാൽ നിങ്ങൾ കരമടിക്കുകയല്ല സ്വോത്രം. നമ്മുടെ ഡൽഹിക്കാർ പെങ്കൊച്ചങ്ങാനും വന്ന് സ്റ്റേജിൽ തീയിറക്കുവാന്നേ നിങ്ങൾ കണ്ടലൊക്കെ സ്റ്റേഡിയം കൂടെ നിങ്ങൾ തീർത്ത് തരും സ്വോത്രം. കണ്ട് എത്രയോ നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല വൃത്തിയായിട്ട് പാടുന്നു സ്വോത്രം. പൈസ കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയും ഒരവസരം കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് സ്വോത്രം. സന്തോഷമില്ലല്ലോ? നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം യേശുവിനെ ഉയർത്തട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ആയിരക്കണക്കിന് നടുവിൽ പാടട്ടെ സ്വോത്രം. ഇവർക്കൊന്നും സന്തോഷമില്ല സ്വോത്രം. നമ്മുടെ പാടുന്ന ഇമ്മാനുവൽ ഹെൻറി ഉണ്ടല്ലോ എൻ്റെ കൂടെ സ്വോത്രം. മറ്റേ ഐഡിയ സ്റ്റാർ സിംഗർ പേര് എന്തോ ജോബി.
പിന്നെ എല്ലാം എൻ്റെ കൂടെ പാടിയത്. അപ്പോൾ എല്ലാവരും മറന്നു പോയി സ്വോത്രം. എൻ്റെയൊക്കെ കല്യാണത്തിന് മുമ്പ് തലേ കൈമച്ചത് സ്വോത്രം. അമ്മമാരെല്ലാം ലണ്ടനിലും UK യിലും പോയി, ഞാൻ ഇവിടെ റബ്ബറും തോട്ടത്തിൽ കിടക്കുന്ന സ്വോത്രന്മാരെ എല്ലാത്തിനും ഞാൻ പാടിയതാണ് സ്വോത്രം എൻ്റെ കൂടെ. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നമുക്ക് പറയണം, എവിടെ ചെന്നാലും നമ്മുടെ കുഞ്ഞുങ്ങൾ കർത്താവിനെ ഉയർത്തുന്നവരായിരിക്കണം. അതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി നിങ്ങൾ യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെക്കുറിച്ചും കേൾക്കും. ചഞ്ചലപ്പെട്ടു പോകരുത്. അത് സംഭവിക്കാനുള്ളത് തന്നെ. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ഇപ്പോൾ ഇസ്രയേലിന് ഒരാക്രമണം നടക്കുന്നില്ല. 4 വാക്യങ്ങൾ പറയുമ്പോൾ ഈ രാത്രി അവസാനിക്കും. ബാക്കി നാളെ എന്തുകൊണ്ട് ഇസ്രയേലിന് ഒരാക്രമണം നടക്കുന്നില്ല? ഇവിടെ ചെറുപ്പക്കാരെല്ലാം നോക്കണം. ഇന്ന് ഇസ്രയേലിൻ്റെ കയ്യിൽ ഒരു ടെക്നോളജി ഉണ്ട്. അതിൻ്റെ പേര് അയൺ ഡോം. ബൈബിളിലേക്ക് എന്താ അയൺ ഡോം പറഞ്ഞു തരാം, ശ്രദ്ധയോടെ. ഇനി കുഞ്ഞു വായിക്കൂ. ഇന്ന് ഇസ്രയേലിന് അതിൻ്റെ ഒരു ഭാഗം തകർന്നത് കൊണ്ട് അന്ന് അവർ കൂടാരം വരുന്ന ആൾക്കാർ. അയൺ ഡോമിൻ്റെ പ്രത്യേകത, ഇന്ന് രാത്രി അയൺ ഡോം ഇസ്രയേലും അതുപോലെ തന്നെ അമേരിക്കയും ജോയിൻറ്റ് വെഞ്ചറാണ്. ഏകദേശം $3.5 കോടി ഒരു അയൺ ഡോം. 35 കോടി ഇന്ത്യൻ രൂപ കൂടുതലുണ്ട് ഒരു അയൺ ഡോം. അയൺ ഡോമിൻ്റെ പ്രത്യേകത എന്താ? ബൈബിളിനകത്ത് പറഞ്ഞു തരാം. അയൺ ഡോം ഇസ്രയേലിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇസ്രയേൽ പലസ്തീൻ അതിർത്തി വരുന്ന സ്ഥലങ്ങളിലെല്ലാം. അതിനാ അഷ്കലോൺ, അഷ്തോദ്, ലൂദ്, കിരിയാത് ഗട്ട്, ബേർഷബ ഈ സ്ഥാനത്തെല്ലാം ഇത് സ്ഥാപിച്ചിട്ടുണ്ട്. എന്താ അയൺ ഡോമിൻ്റെ പ്രത്യേകത? ഇനി ബൈബിളിലേക്ക് ഞാൻ വരും. അയൺ ഡോമിന് 5 കാര്യമാണുള്ളത്. ഒന്ന്, അതിനകത്തൊരു ക്യാമറയുണ്ട്, നെയ്യാറ്റിൻകര ഇവിടെ വെച്ചിരിക്കുന്ന ഇൻ്റർസെപ്റ്റർ പോലെ. രണ്ടാമത്തെ അയൺ ഡോമിൻ്റെ പ്രത്യേകത എന്താണോ? അതിനകത്തൊരു ലാൻഡിങ് യൂണിറ്റ് ഉണ്ട്. 3, ബാറ്റിൽ മാനേജ്മെൻറ്റ് കമ്പോണൻ്റ് സിസ്റ്റം. 4-മത്തെ കാര്യം അലർട്ട്. 5-മത്തെ കാര്യം എല്ലാവർക്കും സിഗ്നൽ കൊടുക്കുന്ന ഒരു സംവിധാനം. അതാണ് അയൺ ഡോമിൻ്റെ പ്രത്യേകത. അയൺ ഡോമിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? 5 ഭാഗങ്ങളുണ്ട്. 1, ലാൻഡിങ് യൂണിറ്റ്. 2, AI പോലെ ക്യാമറ. 3, BMC മാനേജ്മെൻറ്റൽ കമ്പോണൻറ്റ് സിസ്റ്റം. 4, അതിൻ്റെ ബാറ്ററി. അത് കഴിഞ്ഞ് ബേസ് ബോർഡ് വിത്ത് ലാൻഡിങ്. അറിയാം, ഇസ്രായേലിൻ്റെ മണ്ണിലേക്ക് പലസ്തീനിൽ നിന്ന് ഒരു റോക്കറ്റ് വരുമ്പോൾ, കേട്ടോണേ, ഒരു റോക്കറ്റ് വരുമ്പോൾ ഈ നെയ്യാറ്റിൻകര ടോൾ ജംഗ്ഷനിൽ ഇരിക്കുന്ന ക്യാമറ കാണും. ക്യാമറ ആർക്ക് മെസ്സേജ് കൊടുക്കും? അടുത്ത താഴെ ഇരിക്കുന്ന പുള്ളിക്കാരന് ബേസ് ബോർഡിന് മെസ്സേജ് കൊടുക്കും. ബേസ് ബോർഡ് ലാൻഡിങ് യൂണിറ്റ് കൊണ്ട് പറയും ചാർജ് ആയിക്കോളാം. ഉടനെ ബാറ്ററിയിൽ നിന്ന് സപ്ലൈ കയറും. ആ സപ്ലൈ കയറുമ്പോൾ പലസ്തീനിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന റോക്കറ്റിന് അന്തരീക്ഷത്തിൽ വെച്ച് അടിച്ചു തകർക്കുന്ന ടെക്നോളജി അയൺ ഡോം. പണ്ട് ഇറാഖ് കുവൈറ്റ് യുദ്ധം നടന്നപ്പോൾ സദാം ഹുസൈൻ വിറ്റ മിസൈലിന് കുവൈറ്റിൻ്റെ മണ്ടക്കിട്ട് അമേരിക്കയുടെ പേട്രിയറ്റ് അടിച്ച അതേ സംവിധാനം. പാണ്ഡവ കൗരവ യുദ്ധത്തിനകത്ത് ആഗ്നേയാസ്ത്രവും ബ്രഹ്മാസ്ത്രവും പോലെ അന്നത്തെ കാലത്ത് അടിച്ചതുപോലെ ഇന്ന് ഇസ്രായേലിൽ ഇരിപ്പുണ്ട് അയൺ ഡോം ജോയിൻറ്റ് വെഞ്ചർ. ഇപ്പോൾ അയൺ ഡോം ഇന്ത്യ ചോദിച്ചു, കൊടുക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് വേറെ അബുദാബിക്കാരൻ ചോദിച്ചു, സൗദിക്കാരൻ ചോദിച്ചു, ഇസ്രായേൽ കൊടുക്കത്തില്ല. ഭയങ്കര ടെക്നോളജിയുള്ള സാധനമാണ്. അപ്പുറത്ത് ശത്രു രാജ്യത്തിൽ നിന്ന് വരുന്ന മിസൈലിനെ ആകാശത്ത് വെച്ച് തകർക്കുന്ന അയൺ ഡോം ഉണ്ടായിരുന്ന അതുവരെ തകർന്നു കഴിഞ്ഞു. ബൈബിളിനകത്തുണ്ടോ അയൺ ഡോം ഇസ്രായേലിൻ്റെ കയ്യിൽ? വായിക്കാം, യെശയ്യാ പ്രവചനം 31-ാം അധ്യായം 5-മത്തെ വാക്യം. അയൺ ഡോം ഇസ്രായേലിൻ്റെ കയ്യിൽ. വായിച്ചിട്ട് മക്കളെ, യെശയ്യാ പ്രവചനം 31-ാം അധ്യായം 5-മത്തെ വാക്യം. അയൺ ഡോം തകർന്നത് ഒക്ടോബർ 7-ന് ഏറ്റവും നിർണായകമായി ഗാസയിൽ നിന്ന് ഹമാസ് പോരാളികൾ കാണുന്നത്. വായിച്ചാട്ടെ, പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ, പക്ഷി ചുറ്റിക്കറന്ന് കാക്കുന്നത് പോലെ സൈന്യങ്ങളുടെ യഹോവ യെരൂശലേമിനെ കാത്തുകൊള്ളും. അവൻ അതിനെ കാത്തു രക്ഷിക്കും. അപ്പൊ ഇപ്പൊ കാക്കുന്നത് കർത്താവൊന്നുമല്ല, ആ ടെക്നോളജി ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അവൻ ബുദ്ധിയാൽ പക്ഷേ ഇപ്പോൾ ഈ ശംഖുമുഖത്ത് എയർപോർട്ടിൽ ചെല്ലുമ്പോൾ ഒരു പ്ലെയിൻ ദൂരെ നിന്ന് വരുമ്പോൾ നാട്ടിക്കൽ മൈലിലെ ശംഖുമുഖംകാർ പറയുന്നത് ആ പ്ലെയിൻ അടുത്തുപോയി. അതുപോലെ ഇങ്ങനെ കറങ്ങുന്ന ഒരു റഡാർ സംവിധാനം ഇസ്രായേലിൻ്റെ മണ്ണിലുണ്ട്. ഈ റഡാറിൻ്റെ ചെറിയ മൈന്യൂട്ട് പോർഷനാ ഏത് അയൺ ഡോമിനകത്തുള്ളത്. ഇങ്ങനെ ഉയർന്നു നിൽക്കുക അതിൻ്റെ ലാൻഡിങ്. അതിനകത്ത് ഇൻ്റർസെപ്റ്റർ, വണ്ടിയുടെ മൊബൈൽ ക്യാമറ വീഴുന്നത് പോലെ അവിടുന്ന് ഒരു മിസൈൽ വരുമ്പോൾ കാണും ക്യാമറ. ആ ക്യാമറ കാണുമ്പോൾ ലാൻഡിങ് യൂണിറ്റിനോട് പറയും, ലാൻഡിങ് യൂണിറ്റ് ബാറ്ററിയോട് പറയും ചാർജ് ആയിക്കോളാൻ. ഉടനെ മിസൈൽ ചാർജ് ആവും. അന്നേരമാണ് വാട്സപ്പ് വഴി ഇസ്രയേലിൽ മുഴുവൻ സൈറൺ, നമ്മുടെ പെങ്കൊച്ചുങ്ങളെല്ലാം ടണലിനകത്ത് ഓടുന്നത്. കരമുയർത്തുന്നവർക്കായി സൈറൺ മുഴങ്ങുന്നു. ക്ലിയർ. ഈ ടെക്നോളജിയാ ഇന്ന് ഇസ്രയേലിൽ ഉപയോഗിക്കുന്ന അയൺ ഡോം. അതുവരെ തകർന്നെങ്കിൽ ഒരന്തിമ യുദ്ധത്തിൻ്റെ ചാലുകളായി. എന്താ കോവിഡ്? ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ സകല യഹൂദജനത്തോടും മടങ്ങി വരാൻ പറയുന്നു. യഹൂദൻ്റെ അവസാന മടങ്ങി വരവ് എന്തിനു വേണ്ടി? ഒരന്തിമ യുദ്ധത്തിന് വേണ്ടി. അത് കഴിഞ്ഞിട്ട് ഏറ്റവും നിർണായകമായി എന്തിനു വേണ്ടി? യെരൂശലേമിൻ്റെ ആലയത്തിന് വേണ്ടി. ഇന്ന് രാത്രി ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ കോവിഡ് കാലത്തെ യഹൂദന്മാർ മുഴുവൻ മടങ്ങി. എവിടുന്ന് മടങ്ങി? ആസാമിൽ നിന്ന് മടങ്ങി. അത് കഴിഞ്ഞ് എവിടുന്ന് മടങ്ങി? മണിപ്പൂരിൽ നിന്ന് മടങ്ങി. ഇനി മണിപ്പൂർ 3-4, കൊച്ചി 4 എങ്ങാണ്ടേ ഉള്ളു. അത് കഴിഞ്ഞ് അമേരിക്കയിൽ നിന്ന് 80,000
10,000 യഹൂദന്മാരാ മടങ്ങിയത്. ഇന്ന് രാത്രി ദാവീദും ഗോലിയാത്തും ഏറ്റുമുട്ടിയ ഒരു താഴ്വരയുണ്ട്, ഏലാ താഴ്വര. അവിടെ മടങ്ങി വരുന്ന യഹൂദന് വേണ്ടി ആയിരക്കണക്കിന് വില്ലകൾ പണിയുന്നു. ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു സകലർക്കും മടങ്ങി വരാം. അത് കഴിഞ്ഞിട്ട് ബെഞ്ചമിൻ നെതന്യാഹുവിന് മുൻപ് ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, അവൻ്റെ പേരാ യായിർ ലാത്തീഫ്. ആ യായിർ ലാത്തീഫ് പറഞ്ഞ അപ്പൻ ആരാന്നൊന്നും ഞങ്ങൾക്കറിയണ്ട, അമ്മ യഹൂദ സ്ത്രീയാണെങ്കിൽ ആ പേര് പാസ്പോർട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് മടങ്ങി വരാം, സകല യഹൂദനും മടങ്ങി വരാം. അന്തിമ കാലത്തിലേക്ക് പോകുന്നു. ഇന്ന് രാത്രി ഡേവിഡ് ബെൻ ഗൂറിയോൺ അന്താരാഷ്ട്ര വിമാനത്താവളം, അവിടെ ഒരു വിങ് റെഡിയായിട്ടുണ്ട്. ചെല്ലുന്ന യഹൂദനെ സ്വീകരിക്കാൻ വീടും കാറുമായിട്ട് നിൽക്കാവോ. റോഷ് വസന്ന ഗ്രൂപ്പ് ബൈബിളിലുണ്ടോ? കോവിഡിൻ്റെ മറവിൽ യഹൂദൻ മടങ്ങി വരും. എസക്കേൽ 36:24 വായിച്ചാട്ട് മക്കളെ, ഇതെല്ലാം അന്ത്യകാല സംഭവങ്ങളാണ്. ഇനി കാലം അധികമില്ല. എസക്കേൽ 36:24 വാക്യം കുഞ്ഞു വായിച്ച് സഹായിച്ചാട്ടെ. എസക്കേൽ 36:24 വാക്യം. ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി, ആസാം, മണിപ്പൂർ, മേഘാലയ എല്ലായിടത്തുനിന്നും കൂട്ടി, സകല ദേശങ്ങളിൽ നിന്നും, അമേരിക്കയിൽ നിന്ന് 117 രാജ്യങ്ങളിൽ ചെതറിപ്പോയ പിള്ളേരെല്ലാം കൊണ്ടുവരാമ്പോ സകല ദേശങ്ങളിൽ നിന്ന് കൂട്ടി. അടുത്തത് നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് വരുത്തും. കരമുയർത്തിയാട്ടെ. അതുകൊണ്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒക്ടോബർ 7-ാം തീയതി ഹമാസിന്റെ ആക്രമണം തുടങ്ങിയപ്പോൾ പറഞ്ഞു സകല യഹൂദന്മാർക്കും മടങ്ങി വരാ. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കള്, ഇതൊരു അന്തിമ യുദ്ധത്തിലേക്ക് വേണ്ടി ലോകം പോകുന്നു. എല്ലാവരും ജെറുസലേമിലേക്ക്. നാളെ മുതൽ ആ ഭാഗമാ നാം തുടങ്ങുന്നത്. അതാ സെക്കരിയ പറഞ്ഞ്, അന്നാളിൽ ജെറുസലേമിന് ഞാൻ സകല ജാതികൾക്കും ഭാരമുള്ള ഒരു കല്ലാക്കി വെക്കും, അതിനെ തൊടുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. സകല ജാതികളും അതിനെതിരെ വിരോധമായി കൂടി വരുന്നെങ്കിൽ ഇന്ന് രാത്രി 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ സൗദി അറേബ്യ കൂടിയിട്ട് പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് നീങ്ങാം. സുന്നി മുസ്ലിം ഷിയായും രണ്ടും വേർപെട്ട് നിന്നത്. ഇറാന്റെ ഭരണാധികാരി ആദ്യമായി സൗദി അറേബ്യയിൽ വന്ന് സൗദിയുടെ ഭരണാധികാരിക്ക് കൈകൊടുത്തെങ്കിൽ അറബ് ലോകം മുഴുവൻ ഇസ്രായേലിനെതിരെ റഷ്യയുടെയും ചൈനയുടെയും പിന്തുണയോടുകൂടി താമസമിന ഇസ്രായേലിന് ഭാരമുള്ള കല്ലാക്കി ആക്രമിക്കുന്ന ദിനം വരാറായി. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറഞ്ഞു, ആ ആക്രമണം ആരംഭിക്കുന്നതിന് മുമ്പ് തൻ്റെ ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും. ഇന്ന് രാത്രി എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? അന്തിമ യുദ്ധം യെരൂശലേമിലേക്ക്. ബൈബിളിനകത്തുണ്ടോ യുദ്ധം യെരൂശലേമിലേക്ക്? ഇത് നീങ്ങാൻ പോകുന്ന യെരൂശലേമിലേക്ക്. വായിക്കാം മത്തായി 23:37. യേശു പറഞ്ഞു, ഞങ്ങളല്ല പറഞ്ഞത്, യേശു പറഞ്ഞ ഒരു വാക്യം വായിച്ചട്ടെ. മത്തായി 23:37 വാക്യം വായിക്കാം. യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്തവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൽ മറച്ച് കാക്കുന്നത് പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ, നിന്റെ തലമുറകളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. കരമുയർത്തിയാട്ടെ. അന്തിമ ദിനം ജെറുസലേമിലേക്ക് യേശു പറഞ്ഞു, കോഴി തന്റെ കുഞ്ഞുങ്ങൾ ചിറകിൽ മറച്ച് കാക്കുന്നത് പോലെ നിന്നെ മറച്ചു കാക്കാൻ എനിക്ക് മനസ്സായിരുന്നു. ഈ യുദ്ധം വരാൻ പോകുന്നത് ഇസ്രായേലിന്റെ മണ്ണിലേക്ക്. അതുകൊണ്ട് ആമോസ് പറഞ്ഞു, ഇസ്രായേല് ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഒരു ഭാഗത്ത് റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കുന്നു. നാളെ രാത്രി നാം ചിന്തിക്കാൻ പോകുന്നു ഇസ്രായേൽ ഗാസ, ഇസ്രായേൽ ലെബനോൻ, ഇസ്രായേൽ സിറിയ. ഇനി വരുന്ന 2 നാളെ പറയാം ഇസ്രായേൽ തുർക്കി, ഇസ്രായേൽ ഇറാൻ. ഈ വർഷം കാണാൻ പോകുന്ന ഒരു അന്തിമ യുദ്ധം. യേശു പറഞ്ഞ പ്രവചനങ്ങൾ മുഴുവൻ പടിപടിയായി നിവർത്തിയാകുന്നെങ്കിൽ ഇന്ന് രാത്രി വചനം കേട്ട ദൈവമക്കള് വരാനിരിക്കുന്ന യുദ്ധത്തിൻ്റെ കെടുതിക്കകത്ത് നിൽക്കണോ? യേശുവിൻ്റെ വരവിൽ പോണോ? ഇന്ന് രാത്രി ചെന്നിയോട്ട് ഞങ്ങളെ കേൾക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾ, മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട 1 കാലില്ല, 1.5 2 ഏകനാമം യേശുവിൻ്റെ നാമം. ഈ ഇസ്രായേൽ പലസ്തീൻ യുദ്ധം നിർത്താൻ ലോകരാജ്യങ്ങൾ പറഞ്ഞില്ലേ? ഇന്നത്തെ മനോരമ വായിച്ചാൽ മതി, അതിനകത്ത് ലോകരാജ്യങ്ങൾ മുഴുവൻ പറഞ്ഞു നിർത്താം. ഇസ്രായേൽ പറഞ്ഞു മിണ്ടിപ്പോവരുതെന്ന്. സ്വോത്രം. ഇവിടെ ഒരുവൻ വിചാരിച്ചാൽ സമാധാനം തരാൻ പറ്റത്തില്ല. എന്നാൽ സമാധാനത്തിൻ്റെ പ്രഭുവായി ഒരുവൻ തൻ്റെ മക്കളെ ചേർക്കുവാൻ ഈ ദിനങ്ങളിൽ വരാൻ പോകുന്നു. ഇന്ന് രാത്രി നീ ഒരുങ്ങിയിട്ടുണ്ടോ? ഈ കൺവെൻഷൻ കേട്ടിട്ട് ഇന്ന് രാത്രി ആരെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇന്ന് രാത്രി നീ പാരമ്പര്യത്തിനകത്ത് കടിച്ചു തൂങ്ങരുത് സഹോദര. പാരമ്പര്യത്തിനകത്ത് കടിച്ചു
അടിച്ചു തൂങ്ങിയ വരാനിരിക്കുന്ന ന്യായവിധിക്കകത്ത് പഴയ നിയമത്തിൽ ഒരപ്പനുണ്ടായിരുന്നു, അവൻ്റെ പേരാ ശൗല്. കഴുതി അന്വേഷിച്ചു പോയ ഒരുവനാ ശൗല്. അവനെ പിടിച്ച് ഇസ്രായേലിൻ്റെ രാജാവാക്കി, വീടും കാറും കിട്ടി. അവൻ പിന്നെ പള്ളിയിലും പോകത്തില്ല, ഒരിടത്തും പോകത്തില്ല. അവനൊരു മോനുണ്ടായിരുന്നു, അവൻ്റെ പേരാ യോനാഥാൻ. അപ്പൻ്റെ പാരമ്പര്യത്തിൽ കോടയും മണിയായിട്ട് നിന്നതാ. അവൻ എവിടെ ചെന്നെന്നറിയാമോ? ശൗലും യോനാഥാനും പോയി ഗിൽബോറ പർവ്വതം നിര, ഭയങ്കരമായ യുദ്ധം. പാരമ്പര്യത്തിൽ നിന്ന യോനാഥാൻ അപ്പൻ്റെ കൂടെ നിന്നവൻ്റെ നെഞ്ചിനകത്ത് കുന്തം കയറി. സ്വോത്രം. സ്വന്തം മകൻ പിടഞ്ഞു വീണ് മരിക്കുന്നത് കാണുമ്പോൾ ശൗലിന് കാര്യം പിടിയിട്ട് താനും തീരാൻ പോവാ. ശൗലും ചെറിയ പുള്ളിയല്ല, ദാവീദിനെതിരെ കുന്തം എറിഞ്ഞ പുള്ളിയാ. സ്വോത്രം. അന്നേ കർത്താവ് വിചാരിച്ച് അവൻ്റെ കുന്തം തന്നെ അവൻ്റെ വയറ്റിൽ കയറുന്നു. സ്വോത്രം. കണ്ടില്ലേ? അവനവും വിതയ്ക്കുന്നത് അവനവും കൊയ്യും. സ്വോത്രം. പോസ്റ്റർ ഇടുന്ന എല്ലാം അവനെ അടിക്കാൻ കർത്താവിൻ്റെ വടിയുണ്ട്. 11 KB വരാൻ പോവാ. നീ പ്രാർത്ഥിച്ചോ. സ്വോത്രം. അവസാന ശൗൽ എവിടെ ചെന്നു? ഗിൽബോറ പർവ്വതനിരെ. തൻ്റെ കുഞ്ഞ് മരിച്ചത് കണ്ടപ്പോൾ ശത്രുവിൻ്റെ വാളേക്കാതെ കയ്യിലിരുന്ന് കുന്തമെടുത്ത് നെഞ്ചത്ത് കുത്തി അപ്പനും മകനും അവിടെ മരിച്ചു. സ്വോത്രം. ദാ കിടക്കുന്നു. പാരമ്പര്യത്തിൻ്റെ പടുകുഴിയിൽ ദൈവം തന്ന സമ്പത്തും ധനവും ഏറ്റെടുത്ത് ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാതെ ഇന്നത്തെ ലോകത്തിൻ്റെ മോഹങ്ങൾക്കകത്ത് നീ യാത്ര ചെയ്താൽ നിന്റെ മുൻപിൽ വരാനിരിക്കുന്നത് മരണമോ. സ്വോത്രം. എന്നാൽ വേറെ 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അവരുടെ പേര് കോരകപുത്രന്മാർ. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ചർച്ചിനെതിരെ ഭയങ്കര പോരാട്ട്. ദാദാനും അബീരാമും കോരകം പറഞ്ഞു, JCB വിളിച്ചുകൊണ്ടുവന്ന് ചർച്ച ഞങ്ങൾ തകർക്കുമെന്ന്. സ്വോത്രം. കുഞ്ഞുങ്ങൾ പറഞ്ഞു നെവർ. അപ്പച്ചാ ഞങ്ങൾ ഈ കൂട്ടത്തിലില്ല. അപ്പച്ചമാർ കുഞ്ഞുങ്ങളോട് മര്യാദ കെട്ട വർത്താനം പറയും. കുഞ്ഞുങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിലില്ല. സ്വോത്രം. എന്താ അവസാനം? ദൈവത്തിൻ്റെ ന്യായവിധി. ദാദാൻ അബീരാം കോരക ഭൂമി പിളർന്നു, അവരെ വിഴുങ്ങിക്കളഞ്ഞു. അപ്പൻ്റെ പാരമ്പര്യം വിട്ട കുഞ്ഞുങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അയ്യോ, IPA ചർച്ച് ഞങ്ങളെ കയറ്റിയിലും വേണ്ടിയല്ല. വേണ്ട, പള്ളിയുടെ പുറത്തെങ്കിലും നിന്നൊരു ഹല്ലേലൂയ പറയുവാൻ കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി അകത്ത് കയറിയിലും വേണ്ടിയല്ല. പാരമ്പര്യത്തിൻ്റെ പടുകുടി വിട്ടിട്ട് നിസ്തുല്യനായ ക്രിസ്തുവിനെ കാണാൻ പള്ളിയുടെ പുറത്ത് നിന്നൊരു ഹല്ലേലൂയ പറയുവാൻ ആ കുഞ്ഞുങ്ങൾ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ അവൻ്റെ വായ്ക്കകത്ത് സങ്കീർത്തനങ്ങളെ കൊടുത്തെങ്കിൽ കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി പറയണം, വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ കരമുയർത്തിയാട്ടെ. പുത്രനായ ക്രിസ്തുവിനെ ചുംബിപ്പ്. ദൈവത്തിൻ്റെ വചനം ജീവനും മജ്ജകളെയും സന്ധികളെയും നിന്റെ ഹൃദയത്തിൻ്റെ അറകളെയും ചലിപ്പിക്കാൻ പറ്റിയ വചനം ഈ രാത്രി ഏറ്റെടുത്ത് കർത്താവായി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എല്ലാ കൺവെൻഷനും ഞാൻ പറയാറുണ്ട്, 2 ടിക്കറ്റ് കിട്ടും. ഏതാ 2 ടിക്കറ്റ്? 1 ടിക്കറ്റ് ഫ്ലാറ്റ് 1 ടിക്കറ്റ്. സ്വോത്രം. തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ 1 ടിക്കറ്റ്. നമ്മുടെ ചെന്നിയോട്ടുള്ളൊരു പയ്യൻ അവിടെ ചെന്നു. 9:30 ചെന്നപ്പോൾ സഹോദരിയുടെ ചോദിച്ചു, എനിക്ക് എവിടം വരെ? തൃശ്ശൂർ വരെ പോകണം. സഹോദരി പറഞ്ഞു 10 മണിക്കൂർ ട്രെയിനുണ്ട്, പഴയ സ്ലീപ്പറൊന്നും ഇപ്പോൾ കിട്ടത്തില്ല. സഹോദരി ഒരു കാര്യം ചെയ്തു, ഒരു തുണ്ട് എഴുതാൻ പറഞ്ഞു. അവിടെ ഇരിപ്പുണ്ട് റിസർവേഷൻ ചാർട്ട്. എഴുതി കൊടുത്ത് ട്രെയിൻ നമ്പരും വണ്ടി നമ്പർ പേരും സ്ലീപ്പറും എഴുതാൻ പറഞ്ഞു. ആ സമയത്ത് കമ്പ്യൂട്ടർ ചെക്ക് ചെയ്തിട്ട് സഹോദരി എഴുതി കൊടുത്തു, SLR 3 സീറ്റ് നമ്പർ 25. അവൻ്റെ മൊബൈൽ നമ്പർ കൊടുക്കാൻ പറയും. ഒറ്റയടി കീ കൂക്കു 190 രൂപയും മേടിച്ചു. സ്വോത്രം. ഇവന് മുമ്പേ ചെന്നിയോട്ടെന്ന് ഒരുത്തം പോയി. അവൻ റെയിൽവേ സ്റ്റേഷൻ കാണാനാണ് പോയത്. സ്വോത്രം. അവൻ അവിടെ ചെന്ന് കട്ടൻ ചായയും തമിഴൻ്റെ പരിപ്പ് വടയും തരുന്നു. ഇവൻ ഈ റിസർവേഷനെല്ലാം മേടിച്ചു. ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നു, യാത്രിയോങ്കോ ശ്രദ്ധാ ധ്യാൻ കേലിയെ കന്യാകുമാരി से എറണാകുളം കോക്കർ മുംബൈ തക്ക് ജാനേവാല ജയന്തി ജനത 1 നമ്പർ പ്ലാറ്റ്ഫോമിൽ പോയിച്ചേക്കുക. ചെന്നിയോട്ട് പോയി 2 അവന്മാർ. ഒരുത്തൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് കറങ്ങുക. പോക്കറ്റിനകത്ത് ടിക്കറ്റ് കിട്ടിയവൻ കട്ടൻ ചായ കുടിച്ചപ്പോൾ അവന് കാര്യം മനസ്സിലായി, എൻ്റെ ട്രെയിൻ വരാറായി. കരമുയർത്തുന്നവർക്കായി എത്ര പ്രസംഗം ഇതുവരെ കേട്ടിട്ട് വഴിപക്കനകത്ത് തമിഴ്നാട്ടിൽ പറയുന്നുള്ള കൈ ഉയർത്തി കർത്താവിനെ ഏമാത്തി കാണിക്കാതെ ഇന്ന് രാത്രി കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച രക്ഷയുടെ ടിക്കറ്റ് നിന്റെ പോക്കറ്റിനകത്തുണ്ടെങ്കിൽ നിന്നെ ചേർക്കുവാൻ കാന്തൻ വരാറായി. ചൂളമടി തുടങ്ങി മേഘങ്ങളെ തേരാക്കി അവർ കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു. ഈ രാത്രി എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ദൈവവചനം ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് രാത്രി ഇവിടുന്ന് കടന്നു പോകാവൂ. അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത്. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? എന്താ വചനത്തിൻ്റെ ശക്തി? ഗതസമനിയിൽ അവൻ പിടിക്കപ്പെട്ടു, ഗബദായിൽ അവൻ തകർക്കപ്പെട്ടു, ഗോൽഗത്തായിൽ അവൻ പരമയാഗമായി. 2027 ക്രൂശീകരണം പറഞ്ഞുകൊണ്ടൊരു വാക്ക് പറഞ്ഞുകൊണ്ട് അവസാനിക്കുക. എന്താ പ്രശ്നമെന്നറിയാമോ? യേശുവിൻ്റെ ക്രൂശീകരണം നിങ്ങൾക്ക് ഏവർക്കും അറിയാം. പെരിട്ടോണിയസിൻ്റെ ചാട്ടവാറ് കേട്ടോണേ. അതിനകത്ത് 2 കട്ടികൾ, വാളച്ചുണ്ടയും നീയക്കട്ടിയും. നമ്മുടെ ആളത്തുമുള്ള 33.5 തിരുവയസ്സുള്ള യേശുവിനെ ഗതസമനയിൽ ചുംബന ഗബദായിൽ തകർത്തു. ആളത്വത്തിൻ്റെ പരിപേക്ഷതയിലകത്ത് കാൽവറി മലയിലേക്ക് കൊണ്ടുപോകുമ്പോൾ വെച്ച് നടക്കുന്ന യേശു. ക്രൂശിൽ ചുമക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ, ക്രൂശിൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ. ഒരേ
യഹൂദന് തൊടത്തില്ല ക്രൂശ്. ഇന്ന് രാത്രി കേട്ടോണേ, ഇന്ന് രാത്രി വചനം കേട്ടോണേ. സ്വോത്രം, നമുക്ക് പുകടാനുള്ളത് ക്രൂശാ. അപ്പോൾ യഹൂദൻ്റെ പാടത്ത് രാവിലെ 7 മണിക്ക് നമ്മുടെ തൊഴിലുറപ്പിന് ജയിച്ചു വരുന്നത് പോലെ പണിക്ക് വന്നിട്ട് 3 മണിക്ക് ചുട്ടിത്തോർത്തുമായി ഒരുവൻ പണി കഴിഞ്ഞ് വരുന്നത്. അവൻ്റെ പേരാ കുറേനക്കാരനായ ശീമോൻ. കുറേനെന്ന് പറഞ്ഞതിന് അവൻ്റെ ഏറ്റവും പൊക്കം കുറഞ്ഞവനാ, ഒരു പാവപ്പെട്ട താഴ്ന്ന വർഗ്ഗക്കാർ. അപ്പോൾ ആൾക്കാർ പറഞ്ഞ് അവൻ്റെ തലയിലോട്ട് ഇത് പിടിച്ചു വെച്ച് കൊടുക്കുക. സ്വോത്രം, അവനാണ് അനവധി ക്രൂശീകരണം കണ്ടത്, അവന് പേടിയാ. സ്വോത്രം, അവ ഇത് ചുമക്കത്തില്ല. അപ്പോൾ പെരിട്ടോണിയസിൻ്റെ ചാട്ടവാർ, അതാ ബൈബിൾ, നിർബന്ധപൂർവം കരമുയർത്തുന്നവർക്കായി. അവൻ്റെ ഇഷ്ടമല്ല, നിർബന്ധപൂർവ്വം. വചനം കേട്ടോളൂ, നിർബന്ധപൂർവ്വം ആ ക്രൂശ് അവൻ എടുക്കാനിടയായി തീർന്നു. യേശു ആരാ? 33.5 തിരുവയസ്സ്, ആളത്തും 6 അടി പൊക്കമുള്ള യേശു. കുറേനക്കാരൻ ശീമോൻ ചെറിയവൻ. ആ ക്രൂശിൻ്റെ പ്രത്യേകത, ലംബം തിരച്ചീനം, 2 ഭാഗം പച്ച പൈൻ മരത്തിൻ്റെ ക്രൂശ്. ആ അടിയെ പേടിച്ച് യേശു കാണുന്നില്ല. യേശു പോവുക, യവൻ്റെ തോളയിൽ ആ ക്രൂശിൻ്റെ അറ്റം ഇരിക്കുക. അന്നേരം ഒരു സംഭവം നടന്നു. യേശുവിൻ്റെ ശരീരത്ത് ചാട്ടവാറിൽ കൂടി ഒഴുകിയ രക്തം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. പതിയെ ഒരു നീർച്ചാല് പോലെ ആ പൈൻമരത്തിൽ കൂടെ ഇങ്ങനെ ഒഴുകി കുറേനക്കാരനായ ശീമോൻ്റെ ശരീരത്തിൽ ഈ രക്തം വന്നപ്പോൾ നാടൻ മലയാളം, സ്വർഗത്തിൻ്റെ ക്യാമറ അങ്ങ് തുറന്നു. സ്വോത്രം, ഉയരത്തിൽ നിന്ന് വന്നവൻ്റെ രക്തത്തെ സ്വർഗത്തിൻ്റെ ക്യാമറ തുറന്നു. ചോദിച്ചു, എൻ്റെ പ്രിയ മകൻ്റെ ക്രൂശ് ആരാ ചുമക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം ദൂതന്മാർ പറഞ്ഞു, കുറേനക്കാരനായ ശീമോനെ. നമ്മുടെ ഏഷ്യാനെറ്റ് താണ്ട് അജി ലൈവ് കൊടുക്കുന്ന പോലെ കുറേനക്കാരനായ ശീമോൻ്റെ വീടൊന്നും എടുക്കാൻ പറഞ്ഞു. നാടൻ മലയാളം നോക്കിയപ്പം കണ്ടല്ല, 4 സെൻറ്റ് ഒരു വീട്, ഒരു ഓലപ്പര, 2 തെങ്ങും തൈ, 2 കുഞ്ഞുങ്ങൾ മണ്ണ് വാരി കളിച്ചുകൊണ്ടിരിക്കുന്നു ചിരട്ടയ്ക്കകത്ത്. സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, എടാ എൻ്റെ പ്രിയ മകൻ്റെ ക്രൂശ് ഒരുത്തനെ യുഗതനെടുത്തില്ല, ഈ പിള്ളേരുടെ ഒന്ന് എഴുതിയേക്കാൻ പറഞ്ഞു. സ്വോത്രം, 1 ക്രൂശ് ചുമന്നവൻ്റെ മകൻ, ക്രൂശിൻ്റെ വചനം ലോകം മുഴുവൻ പറയണം. കേട്ടോണേ, ഇതാ വചനം ക്ലിയർ ആയിരിക്കണം. സ്പീഡ് പറഞ്ഞ്. 2, ആരവനെ ക്രൂശിക്കാൻ കൽപ്പന കൊടുത്തു അവൻ്റെ ആ കസേര ഒരുത്തനെ അങ്ങ് ഗവർണറാക്കിയേക്കണം. വചനം മനസ്സിലാകുന്നവർക്കായി. സ്വോത്രം, ദൈവം ആ സ്വർഗത്തിൽ നിന്ന് തന്നെ കുഞ്ഞുങ്ങളുടെ ഭാവി എഴുതി. ക്രൂശീകരണം എല്ലാം കണ്ട അച്ചായൻ ക്രൂശി വന്ന് ഞാനൊക്കെ പ്രസംഗിച്ചിട്ട് വൈകിട്ട് എല്ലുംകോലമായിട്ട് ചെല്ലുന്നത് പോലെ പടപടാ വീട്ടിലോട്ട് ചെന്ന് അമ്മമ്മ അവിടെ ചെന്ന ഉടനെ അച്ചായനെ നോക്കിയിട്ട് വന്ന്, ഇന്ന് ഓവർ ടൈം ഉണ്ടായിരുന്നു. അച്ചായൻ പറഞ്ഞു, ഓവർ ടൈം ഒന്നുമല്ല, നീ ലൈബോയുടെ സോപ്പ് കൊണ്ടുവരാൻ പറഞ്ഞു. സ്വോത്രം, ഇന്നത്തെ കണക്ക് നല്ല അമേരിക്കൻ ക്ലോസറ്റ് കടന്ന് കുളിക്കുന്ന മുറിയൊന്നുമില്ല അമ്മമ്മ, മറപ്പരയാ. അത് പറഞ്ഞാൽ ഇന്നത്തെ പിള്ളേർ നമ്മളെ ശരിയാക്കും. സ്വോത്രം, ഓല മറച്ച മലപ്പര. പണ്ടത്തെ കാലത്ത് ഞങ്ങളൊക്കെ അതിലാണ് കുളിച്ചായി. ഇപ്പോൾ പിള്ളേരോട് പറഞ്ഞാൽ അല്പകാൻ കുഴിമന്തി, ക്ലോസറ്റ്, അത് കഴിഞ്ഞിട്ട് താഴെ ചൂടുവെള്ളം, തണുത്ത വെള്ളം എല്ലാം പറഞ്ഞു കൊടുക്കണം. പെന്തിക്കോസുകാർക്ക് വന്ന് കുഴപ്പം ഇതായിപ്പോയി. സ്വോത്രം, മറപ്പരയ്ക്കകത്ത് കുളിക്കാൻ വെള്ളം വെച്ചു. അച്ചായനൊരു ലൈബോയും കൊണ്ട് കൊടുത്തു. അച്ചായൻ കുളിച്ചിട്ട് ഇറങ്ങി വന്നു. അമ്മമ്മ കട്ടൻ കാപ്പിയും കൊണ്ടുവന്നിട്ട് പറഞ്ഞു, അയ്യോ മനുഷ്യ, നാടൻ ഭാഷ പറഞ്ഞു, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ചേർന്ന മണം ഇന്ന് വല്ലാത്തൊരു ഗന്ധം അടിക്കോ, മര്യാദയ്ക്ക് പൊക്കോളാൻ പറഞ്ഞു. അമ്മമ്മ കടും ചൂടായി, ഒന്നുകൂടെ പോയി കുളിക്കാൻ പറഞ്ഞു. അച്ചായൻ ഒന്നുകൂടെ കുളിച്ചു. എന്നിട്ടും തിരിച്ചു വന്നു. അമ്മമ്മ നമ്മുടെ പൂച്ച മണം പിടിക്കുന്ന പോലെ അച്ചായനും മണം പിടിച്ച് ശരിയായില്ല. 3ാമത് വീണ്ടും കുളിച്ചിട്ട് പറഞ്ഞു, അമ്മാമ്മയോട് പറഞ്ഞു, നീ ഇനി എത്ര വെള്ളം ചൂടാക്കിയാലും ഏത് ലൈബോയി തന്നാലും ഈ മണം മാറത്തില്ല. എന്ന് ഞാൻ എന്താ ചേർന്നകത്ത് പണി ചെയ്യുന്നതാ, നീ വിഷമിക്കരുത്. ഇന്ന് അടിയെ പേടിച്ച് നിങ്ങളുടെ കാര്യം പോലും ഓർക്കാതെ ഞാൻ ഒരുവൻ്റെ ക്രൂശ് ചുമന്ന് അവൻ്റെ രക്തം എൻ്റെ ശരീരത്തിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ മണം എത്ര ലൈബോയി തേച്ചാലും മാറത്തില്ല കരമുയർത്തുന്നവർക്കായി. എന്നാ വീട്ടിനകത്ത് ക്രൂശിൻ്റെ രക്തം ശരീരത്തിനകത്ത് ഇറങ്ങി അവൻ്റെ കുടുംബത്തിൻ്റെ ഗതി മാറ്റുവാൻ തുടങ്ങി. ഇന്ന് രാത്രി കരമുയർത്തുന്നവർക്കായി ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തം. സ്വോത്രം, ആരായി? ഇന്ന് രാത്രി ഇതാണ് വചനം, ഇതാണ് കാൽവറി ക്രൂശ്. പ്രസംഗിക്കാതെ കാര്യമില്ലല്ലോ. ആരായെന്നറിയാം? അപ്പച്ചനങ്ങ് മരിച്ചുപോയി. സ്വോത്രം, ആരായി? റൂഫോസ് ഏറ്റവും വലിയ മിഷണറിയായി. അലക്സാണ്ടർ എവിടെ ചെന്നറിയാമോ? പീലാത്തോസ് ഇരുന്ന കസേരയ്ക്കകത്ത് അവൻ റോമിൻ്റെ ഗവർണറായി. സ്വോത്രം, ഒരു 4 സെൻറ്റിൽ കിടക്കുന്ന പൊക്കം കുറഞ്ഞ താഴ്ന്ന ജാതി കിടക്കുന്നവൻ്റെ മകൻ കണ്ടലെ ഗവർണറാവൂ, അവൻ്റെ ലോകത്തിലെ മിഷണറിയാവൂ. ഇന്ന് രാത്രി പറയണം, യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? കരമുയർത്തുന്നവർക്ക് കൺവെൻഷൻ കൂട്ടം. അപ്പച്ചനും അമ്മച്ചിയും, അപ്പച്ചൻ മരിച്ചുപോയി, അമ്മച്ചി ഇങ്ങനെ വടിയും കുത്തി നമ്മുടെ അമ്മച്ചി വന്നിരിക്കുന്നത് പോലെ റോമിലൊരു കൺവെൻഷൻ എന്ന് പ്രസംഗിക്കാൻ വന്നായിരുന്നു നമ്മുടെ സഹോദരൻ പൗലോസ്ലീഹ ഇങ്ങനെ കണ്ണാടി വെച്ച് നോക്കിയപ്പോൾ നമ്മുടെ കുറേനക്കാരൻ അമ്മച്ചിയെ കണ്ടു. അവനെ കുറേനക്കാരൻ ശീമോൻ്റെ ഉടനെ അമ്മച്ചിക്ക് കൈ കൊടുത്ത് പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഒറ്റ വാക്ക് സ്റ്റേജ് കേക്ക്, എനിക്കും കർത്താവിൽ പ്രസിദ്ധനായ രൂപോസിൻ്റെ അമ്മയ്ക്കും വന്ദന. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി അച്ചായോ നിങ്ങൾ ഈ വചനമെടുത്ത് നിങ്ങൾ പോയാലും നിങ്ങളുടെ തലമുറകളെ മാനിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. എത്ര പേർക്ക് കരമടിച്ചാരാധിക്കുവാൻ കഴിയും? 2024 ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വം, എന്നാൽ രക്ഷിക്കപ്പെട്ട നമുക്കോ ദൈവശക്തി. സ്വോത്രം, രാത്രി പറയണം,
ഹാബീലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്തിൻ്റെ ശക്തി എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ. ഇന്ന് രാത്രി ഇവിടെ പറയണം. പലരും പറയും നിൻ്റെ കുഞ്ഞ് IAS വരത്തില്ലെന്ന്. ഇന്ന് രാത്രി പറയണ സഹോദരി വിശ്വാസത്തോടെ പറയണം, പിശാചി നടുങ്ങട്ടെ. ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറയണം, ഈ ബൈബിൾ എടുത്താൽ അലക്സാണ്ടറിനെ കൊട്ടാരത്തിനകത്തിരുത്തിയ ദൈവം എൻ്റെ തലമുറകളെയും അനുഗ്രഹിക്കും. രൂപോസിനെ മിഷണറിയാക്കി ആയിരക്കണക്കിന് പട്ടണങ്ങൾ സുവിശേഷം പ്രഭാഷണം നടത്തിയെങ്കിൽ ആ ദൈവം എൻ്റെ മക്കളെ സുവിശേഷത്തിൻ്റെ വക്താക്കളാക്കി മാറ്റും. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി എല്ലാ ദിവസവും ക്രൂശ് പറഞ്ഞു. ഇന്ന് രാത്രി ഇത്രയും സത്യസന്ദേശം കേട്ടിട്ട് ഇതുവരെയും കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ദ ഫസ്റ്റ് ഡേ ആർ യു ഹേർഡ് ദ വേർഡ്സ് മേ ബി 2 hours 2 മണിക്കൂറോളം പ്രഭാഷണം കേട്ടിട്ട് ഇതുവരെയും ഈ ബോക്സിൻ്റെ നിറവിൽ വീട്ടിനകത്തോ റോഡിനകത്തോ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, അപ്പച്ചാ, അമ്മച്ചി, സഹോദര, ബ്രദറെ, മകനെ, മകളെ, പുണ്യസ്ഥലങ്ങൾ തേടണ്ട, ഉരുളലുകൾ നടത്തണ്ട, സ്തോത്ര കാഴ്ചകൾ കൊടുക്കണ്ട, വഴിപാടും തിരുനാളും നടത്തണ്ട. കാൽവറിയിലേക്ക് നോക്കിയിട്ട് കരമുയർത്തിക്കൊണ്ട് ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ലോകത്തിൻ്റെ മധ്യപകുതിയായ ബേതലഹേമിൽ ജനിച്ച് മാതാപിതാക്കളുടെ നടുവിൽ വളർന്ന് നിത്യജീവൻ്റെ സുവിശേഷം പറഞ്ഞുകൊണ്ട് 33.5 തിരുവയസ്സിൽ 2 കള്ളന്മാരുടെ നടുവിൽ 186 മുള്ളുള്ള കിരീടം 39 അടികൾ അവൻ ഏറ്റുവാങ്ങി. സാക്ഷാൽ ഞങ്ങളുടെ രോഗങ്ങൾ അവൻ വഹിച്ചു, ഞങ്ങളുടെ വേദനകൾ അവൻ ചുമന്നു. അവൻ്റെ അടിപ്പിണരാൽ ഞങ്ങൾക്ക് സൗഖ്യമുണ്ടെങ്കിൽ ഒരു പടയാളി യേശുവിൻ്റെ വിലാപ്പുറത്ത് കുത്തിയപ്പോൾ അവൻ്റെ ചങ്കിൽ നിന്ന് പാഞ്ഞൊഴുകിയ രക്തത്താൽ 24ാമത് ചെന്നിയോട് കൺവെൻഷനിൽ എന്നെ ഒന്ന് കഴുകണം. ഇതാണ് സുവിശേഷം. ഇന്ന് രാത്രി ആരെങ്ങനെ പ്രാർത്ഥിച്ച് നെഞ്ചത്ത് കൈവെക്കുന്നുവോ നിന്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ ചേർക്കും. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കാൻ യേശു വരാറായി. ബാക്കി ഭാഗം നാളെ രാത്രി കൃത്യം 7:20 ആരംഭിക്കും. ഇന്ന് രാത്രി 9:20 തീരും. അതുകൊണ്ടാണ് നേരത്തെ സമയം മേടിച്ചത്. ഇന്ന് രാത്രി ഒരു വാക്ക് വായിച്ചുകൊണ്ട് ആരാധനയിലേക്ക് പോകും. ആരും ഓടിപ്പോകരുത്. ഇനി 1-2 കാര്യം പറയാനുണ്ട്. അത് ആരാധനയോടുള്ള ബന്ധത്തിൽ ഒരു വാക്കൂടെ വായിച്ചിട്ട് ഈ രാത്രി അവസാനിപ്പിക്കാം. വായിക്കാം മക്കളെ. ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 6, 7, 8 വാക്യങ്ങൾ. ലൂക്ക് ചാപ്റ്റർ 13 വേർഡ് 6, 7 and 8 ഒന്ന് വായിച്ച് സഹായിച്ചാട്ടെ. വായിക്കാം. ഉപമയും പറഞ്ഞു. ബൈബിളുള്ളവരെല്ലാം അങ്ങ് എടുക്കണേ മക്കളെ. നിങ്ങളെല്ലാം ബൈബിൾ നോട്ട് ചെയ്യണം. ഞാനല്ല, യേശു ഉപമയും പറഞ്ഞു. യേശു പറഞ്ഞു എന്താണെന്നറിയോ? വായിച്ചാട്ട് മോളെ. ഒരുത്തന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ. ഇസ്രായേലിനോടുള്ള ബന്ധം. മുന്തിരിത്തോട്ടത്തിൽ ഒരിക്കലും അത്തി വരത്തില്ല. എങ്ങനെ ഒരു അത്തി വന്നതാ? വായിച്ചാട്ട് മോളെ. മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. അടുത്ത വായിച്ചോ. അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു. സ്വർഗം ഫലം നോക്കി, സ്തോത്രം, കണ്ടില്ല താനും. അവൻ തോട്ടക്കാരനോട് ഞാൻ ഇപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു. കാട്ടാക്കടയും കണ്ടല്ലേ നോക്കിക്കൊണ്ടിരിക്കുക. ഈ അത്തിയിൽ ഒരു ഫലം തിരഞ്ഞു വരുന്നു. അതിനകത്ത് ഒരു ചെറിയ കായും മണിയുമില്ല. സ്തോത്രം. ഇടിവി നിൽക്കുന്ന യേശുവിനോട് സ്വർഗം പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ പറയുന്നത്? കോടാലി എടുത്തുകൊണ്ട് വന്ന് ഈ അത്തി അങ്ങ് തീർത്തേക്കാം. സ്തോത്രം. അടുത്ത വാക്ക് അതിന് വായിച്ചാട്ടെ. അതിനെ വെട്ടിക്കളയുക. അതിനെ അങ്ങ് വെട്ടിക്കള. ചൂടോടെ നിൽക്കയില്ലേ, അങ്ങ് വെട്ടിക്കളഞ്ഞേറെ. ചെവിട്ടിനകത്ത് കോടാലി വെച്ചേരെ. അടുത്ത വാക്ക്. അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. സഭയ്ക്കും പ്രയോജനമില്ല, നാട്ടുകാർക്കും പ്രയോജനമില്ല, വീട്ടുകാർക്കും പ്രയോജനമില്ല. പിന്നെ എന്തിനാ അവൻ നിൽക്കുന്നത്? അങ്ങ് കത്തി കോടാലി വെച്ച് തട്ടിയൊക്കെ. അതിന് നടുവിൽ യേശു ഉയരത്തിലേക്ക് നോക്കി. അതുകൊണ്ട് ബഹുമാന്യനാം ആചാര്യനായി വാനിൽ അവൻ വാഴുകയാൽ പിതാവിൻ്റെ വലത് ഭാഗത്ത് പക്ഷപാതം ചെയ്യുന്ന നമ്മുടെ കർത്താവ് ആരോട്? പിതാവിനോട് പറയാ, കർത്താവേ, വായിച്ചാട്ട് മോളെ. കർത്താവേ ഞാൻ അതിന് ചുറ്റും കിളച്ചു. 2024 അതിന് ചുറ്റും കിളച്ച് വളമിടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ. കരമുയർത്തുന്നവർക്കായി. അടുത്തത് മേലാൽ കാഴ്ചെങ്കിലോ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പാൻ കരമുയർത്തുന്നവർക്കായി. ഇന്ന് രാത്രി 2023 പലപ്പോഴും നമ്മുടെ ജീവിതത്തിന് നേരെ കോടാലി വന്നപ്പോഴും ഇടിവിൽ നാഥൻ നിന്നുകൊണ്ട് ഉയരത്തിലേക്ക് പറഞ്ഞു, 1 കൊല്ലം കൂടെ നിൽക്കട്ടെ, കിളയ്ക്കാം, വളമിടാം, മേലാൽ കായ്ച്ചെങ്കിലോ. ഇന്ന് രാത്രി ആയുസ്സും ആരോഗ്യം തന്ന ദൈവത്തിന് കോടാനുകോടി സ്തോത്രം. ഒരിക്കൽ കൂടി അവസാനിപ്പിക്കാൻ പോകുന്നു ഈ രാത്രി പാടുന്ന കുഞ്ഞുങ്ങൾ. ഇന്ന് രാത്രി പറഞ്ഞ ഭാഗം ഒരിക്കൽ കൂടി. യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. ചഞ്ചലപ്പെട്ടു പോകരുത്. സംഭവിക്കാനുള്ളത് തന്നെ. ജാതിയോടും രാജ്യത്തോടും. റഷ്യ, ഇന്നത്തെ ഉക്രൈൻ, ലോകം 2 ചേരിയിൽ. അതിന് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ 1 ചേരിയിൽ. അമേരിക്കയും ചൈനയും അമേരിക്കയും ഇതുപോലെ തന്നെ ബ്രിട്ടനും ഫ്രാൻസുമെല്ലാം ഇന്ന് ഇസ്രയേലിൻ്റെ കൂടെ കൂടി നിങ്ങൾ വാർത്ത വായിച്ചു. അങ്ങനെയെങ്കിൽ താമസം വിന ഒരു സംഭവം നടക്കും. ഇസ്രയേലിനെ റഷ്യ ആക്രമിക്കും. അതിനു മുമ്പ് കാഹളം മധ്യാകാശത്തിൽ മുഴങ്ങും. ഇന്ന് ഇസ്രയേലിൽ സമ്പത്തുണ്ട്. ഇന്ന് അവനെ കാക്കുന്ന അയൺഡോമ. ഇസ്രയേലിൻ്റെ കൂട്ടുകാരെല്ലാം മാറാറായി. അയൺഡോമിൻ്റെ ആദ്യ വീഴ്ച തുടങ്ങി. അതാണ് ഈ ഒക്ടോബർ 7 ഗാസ ഇസ്രയേൽ.
ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, അന്തിമദിനം യെരൂശലേമിലേക്ക് വരുന്നു. അതിൻ്റെ അരമനകളെ ചുട്ടുകളയുന്ന കാലം വരാറായി. യേശു പറഞ്ഞു, കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൽ മറയ്ക്കുന്നത് പോലെ നിന്നെ മറച്ചു കാക്കാൻ എനിക്ക് മനസ്സായിരുന്നു. ആ അന്തിമ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും.